അപ്പോൾ തുടക്കം ഇതിൻ്റെ ടൈറ്റിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ എങ്ങനെയായിരിക്കും, അതിൻ്റെ ഇടയിൽ കുറച്ച് അതിൻ്റെ ഉള്ളിൽ കണക്ഷനുള്ള കാര്യങ്ങൾ പറയണേ. പക്ഷേ ഈ നിരീശ്വരവാദത്തിൻ്റെ എതിരായിട്ടുള്ള കാര്യങ്ങളോട് പറയണം. നിരീശ്വരവാദം ഇവിടെ ബാധകമല്ല. നിരീശ്വരവാദകം അവർ ചെയ്യണവരും ഈ ഹിന്ദു, മുസ്ലിം, റോമൻ കാത്തലിക്കും എല്ലാം ചേർന്ന വെഡ്ഡി ഗ്രൂപ്പ്. അപ്പോൾ നിരീശ്വരവാദത്തിന് ഇവിടെ സ്ഥാനമില്ല, നിരീശ്വരവാദത്തിന് ഇവിടെ ബാധകമല്ല. മനസ്സിലായി? ഹിന്ദി ഗുഡ്കകൾക്കും ഇവിടെ ബാധകമല്ല. അതുപോലെ ശിഖണ്ഡികൾ ആരാധിക്കുന്നവർ ഒരു ബാധകമല്ല. ഇവിടെ എന്താ പറയണേ, മേശ എന്ന് പറയുമ്പോൾ മിഷ്യ ആ രീതിയിൽ ഗോവയിലും കേരളയിലും അന്നും തൊട്ട് ഇവിടെ ഹിന്ദിക്കാരൊന്നുമില്ല. അപ്പം അതിനനുസരിച്ചുള്ള പുതുമ ഇങ്ങനെ പെട്ടെന്ന് കയറി വന്നു. പഴകിയതിൻ്റെ സമയത്ത് അങ്ങനെയൊന്നും ഇല്ല. ഏതോ പഴകിയത് കഴിച്ച് നടന്നവരും കൂട്ടി സത്തവരും പോലെയല്ല ഇപ്പോൾ. എന്നാലും കുറച്ചുകൂടി മെയിനായിട്ട് നിങ്ങൾ ആവശ്യപ്പെടാണ്ട് വരണ രീതി വരണം. നിങ്ങൾ ആവശ്യപ്പെടണമില്ല, നിങ്ങൾക്ക് നിഷേധാവസ്ഥ ഉണ്ട്, പക്ഷെ അത് മറികടന്ന് വരണ രീതിയാണ് വരണം. മേശ ടേബിൾ കാണാണ്ട് പറയിപ്പിക്കുന്നത്, 5 വയസ്സിൽ കാണാണ്ട് പറയുന്നതും അത് വ്യത്യാസമുണ്ട്. അത് നോക്കി പറയണ ധൈര്യം ഇല്ലാത്തവർ ചെയ്യണം പോലെയല്ല. റെക്കോർഡ് ചെയ്താലും റെക്കോർഡിങ് കളഞ്ഞാലും എന്തായാലും. പിന്നെ മുൻപന്തിയിൽ നിൽക്കാന്ന് പറയുന്നത് മുൻനിര വർക്കേഴ്സ്. അവരോട് ഇങ്ങനെ ബിസി നിൽക്കുമ്പോൾ അടുക്കളയിലാണെങ്കിലും ഫ്രണ്ട് റൂമിലാണെങ്കിലും പകനാൻറ്റി, ദ്വ്യാൻറ്റി, മമ്മി, ഡെന്നീസ്, മറിയം, സെബിൻ, ഡാഡി ആരെങ്കിലും ആയിക്കോട്ടെ പെടുമ്പോൾ അപ്പം അവരോട് സംസാരിച്ച് നിൽക്കണം. നമ്മളും ആ സ്ഥലത്ത് തന്നെ നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. സ്പെഷ്യൽ കാര്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, സ്പെഷ്യൽ കാര്യം ചെയ്ത് റെസ്റ്റ് ചെയ്ത് വീണ്ടും അങ്ങനത്തെ കാര്യങ്ങൾ കാര്യങ്ങൾ ചെയ്ത് കഴിക്കണം. അപ്പം അതിനനുസരിച്ച് സംസാരിക്കണ രീതിയാണ്. പക്ഷേ 2 മിനിറ്റ് നിന്ന് തിരിച്ച് പോയി അവിടെ മുക്കിൽ കയറിയിരുന്നു, അതിലവിടെ നമുക്ക് പോകാനും സംസാരിക്കാവുന്നില്ല. അതാണ് മുൻപന്തി ആൾക്കാരോട് നമ്മൾ സംസാരിക്കുക. ആരോട് എന്താ ചെയ്യുക, അവർ നമ്മളോട് അടുത്ത് വരും സംസാരിക്കുക. എന്താണെന്ന് വെച്ചാൽ നമുക്കൊന്നും വേറെ ഒന്നും ചെയ്യാനില്ല, തിരിച്ചെടുക്കാനൊന്നുമില്ല, തിരിച്ച് പ്രതീക്ഷിക്കാനൊന്നുമില്ല. സംസാരിക്കുക, അത്ര തന്നെ. പിന്നെ ബാക്കിയുള്ളത് വേറെ ആയിട്ട് ചെയ്യാം, വേറെ എല്ലാവരും ചെയ്യുക. അത് അങ്ങനെ വരുന്നതാണ് കാര്യം. ഡ്രഗ് അടിച്ച് കുടിച്ച് നടന്നിട്ട് തമ്മിൽ ബോധമില്ലാണ്ടവർ പറഞ്ഞിട്ട് ബോധമില്ലാത്തവർ പലരും മോഹൻലാൽ വൃത്തികെട്ട പെട്ടത്തലയാണെങ്കിലും പറയിപ്പിച്ച ഡ്രഗ് കുമ്മുട്ടി ഏത് വൃത്തികെട്ട ഷിജിനാണെങ്കിലും ശിഖണ്ഡികളാണ് സ്വന്തം പേര് പ്രത്യേകത്തില്ലാത്ത ഗാണ്ടു ഷാറുഖ് ഖാൻ ആയാലും ഞാൻ ആരെ കുറിച്ച് പറഞ്ഞിട്ടില്ല വിട്ടി. ഞാൻ ആരെ കുറിച്ച് എവിടെ ചെന്നിട്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് നടന്നിട്ടില്ല. അത് നീ ആദ്യം ഓർക്ക്. എന്തുകൊണ്ടാണ് ഞാൻ പറയണേ, നിന്നെ കൂടെ കുടിച്ച് ചക്കട നീ ബോധന കിടന്നവരും തമ്മിൽ കൊല്ലിച്ച് ഇവർ അട്ടച്ചിരിച്ചിട്ട് ഇവർ എന്തോ ചോദിക്കാൻ വരുമ്പോൾ അയ്യോ മോൻ കൂട്ടായി ചത്ത കൊണ്ട് കരഞ്ഞ് നാടകം കളിക്കണവരും തമ്മിൽ കൊല്ലിക്കണവരും ശിഖണ്ഡികൾ ജനിച്ചത് നിങ്ങൾ ശിഖണ്ഡികളായിരിക്കാൻ എന്തിനാണ് നിങ്ങൾ ജനിച്ചത്? എന്തിനാണ് നിങ്ങൾ ജീവിക്കണം? എന്തിനാണ് നരകി നീങ്ങണേ? ജീവിക്കാന്ന് പറയാൻ പറ്റും ഇതിനെ. തന്തി തള്ളി പറഞ്ഞു കൊടുത്തോണ്ടാണ് ഈ ശിഖണ്ഡികളയക്കുന്നത്. മൂത്രം ഒഴിച്ചിട്ട് ഗുഡ്ക്കും പാനും കഞ്ഞി വെള്ളം തുപ്പിയിട്ടിട്ട് പല്ല് തെച്ച് തുപ്പിയിട്ടിട്ട് അവിടെ 3 വർഷം കുളിക്കാണ്ട് വൃത്തിയായി ഫുഡും കഴിച്ച് നടക്കണവര് അവരെയാണ് ഞാൻ ആരാധിക്കാൻ പറയുന്നത്, തന്തി തള്ളയും. എന്നിട്ട് അവർ സ്നേഹിക്കാൻ പോണ തന്തി തള്ളേനും നാടകം പെയ്യും കുയും പറഞ്ഞ് നടക്കണവര് പലരുണ്ട്. കുടിച്ചിട്ട് അവർക്ക് ഇത് പറയേണ്ട പല ആഗ്രഹമുണ്ട്, പറയില്ല അവര്. നീ അവിടെ ഇവിടെ ചെയ്യണം, ഞാൻ എന്ത് ചെയ്യേണ്ടത്? പറഞ്ഞ് ഓർമ്മ എന്തൊരു ബുദ്ധിയില്ലായ്മ നിങ്ങൾക്ക്. നിങ്ങളുടെ വളിവിട്ട ഭാര്യയുടെ ആ വളിവിട്ട നാവ് കടിഞ്ഞാൻ ഇടാൻ പറ്റുന്നില്ലെങ്കിൽ ഇതല്ലേ ഹിന്ദി? എവിടെയാണ് ഹിന്ദി ഞാൻ പറയണേ? ഹിന്ദി കുട്ടികൾ പറയോ? കന്നഡ വേറെ ലാംഗ്വേജുകളിൽ പറയോ? കണക്ഷൻ ഇല്ലാണ്ട് ഹിന്ദുസ്, മുസ്ലിംസ്, റോമൻ കാത്തലിക്സ് പറയോ? ഒരു ഫുട്ബോൾ കൊണ്ട് നടക്കണ ഒരു ഭ്രാന്തമാര്. ഞാൻ ഫുട്ബോൾ കളിച്ചാണേ തടിച്ച് കള്ള് കുടിച്ച് അകടിച്ച് നടക്കുന്ന ഒരു തടി ഇത്ര എളുപ്പമുണ്ട് അവർക്ക്. ഏത് വളഞ്ഞ ജുബിട്ട് നടക്കണവർ പറയോ? ഒരു പേലയും ചത്ത പേലയും പറഞ്ഞിരിക്കണവര്. അത് ഞങ്ങൾ ഏത് വെട്ടിയെ നിന്റെ വളി വിട്ട ഭാര്യയുടെ നാവ് കടിഞ്ഞാടാൻ പറ്റുള്ളത്, നിന്റെ വളി വിട്ട മക്കളുടെ നാവ് കടിഞ്ഞാടാൻ. നീയോ അതുപോലെ, നീയോ ശിഖണ്ഡി മുണ്ടച്ചോടാ. നീക്ക് എങ്ങനെയാണ് പെട്ടതല്ല ഇവർക്ക് നന്നാക്കാൻ പറ്റുള്ളത്? പിന്നെ നിങ്ങൾ എൻ്റെ അടുത്ത് സംസാരിക്കാൻ പറഞ്ഞ നിങ്ങൾക്ക് എന്താ പ്രൂഫ്? ബാക്കി എന്നെ ചോദിച്ചു തന്നാ എന്തായിരിക്കും നിനക്ക് ആഗ്രഹിച്ചത്? നിങ്ങൾക്ക് ആഗ്രഹത്തില്ല അതിനെ കുറിച്ചെടുക്കുന്നത് നിഷേധാവസ്ഥ. നിങ്ങൾക്ക് പുറത്തേക്ക് സംസാരിക്കാൻ പറ്റാത്തത്, നിങ്ങൾക്ക് ആവശ്യപ്പെട്ടവരാൻ പറ്റാത്തത്, നിങ്ങൾക്ക് നിങ്ങളുടെ തെറ്റ് തിരുത്താണ്ട് എന്നോട് ചോദിച്ചവരാണ് വന്നിട്ട് എന്താ കാര്യം? പരീക്ഷയിൽ തോറ്റി തൊപ്പിട്ട് നടന്നിട്ട് ഡ്രഗ് നടക്കണ പോലെയാണെന്ന് വിചാരിച്ചാ നീ? എടാ അങ്ങനെ ചെയ്തിട്ടില്ലേ പിന്നെ അങ്ങനെ ചെയ്തു എന്നാവാ? എന്ത് ചെയ്തിട്ടില്ലേ? എന്താ ഈ പീരി കളിക്കാവരെ ഇവിടെ കൊണ്ടുവയ്ക്കണം? ഹിന്ദു മുസ്ലിം റോമൻ ബോധമില്ലെങ്കിൽ ബാഡ് പ്രസസ് ആവശ്യമില്ല. പരീക്ഷയിൽ തോറ്റിട്ട് ഞാൻ ഡ്രഗ് അടിച്ച് നടന്നത് ചെറിയ ടെസ്റ്റ് പോയി തോറ്റാലും ഞാൻ സിഗരറ്റ് വയ്ക്കാൻ പോയില്ലല്ലോ. നല്ല ബോധത്തോടെ ഇരിക്കണ്ടല്ലോ. എന്താ എനിക്ക് പറ്റണത്? 12 വയസ്സായാലും എന്തെങ്കിലും കുറവ് മുമ്പ് ചത്തു, ഞാൻ അയ്യോ മരിച്ചു പറഞ്ഞിട്ട് ഞാൻ ഡ്രഗ് അടിക്കാൻ പോയാ? അവര് ഡ്രഗ് അടിച്ച് നടക്കണ്ടായിരുന്നല്ലോ, കുടിച്ചിറക്കണ്ടായിരുന്നല്ലോ, സിഗരറ്റ് വലിച്ച്. ഞാൻ ആ സമയത്ത് നല്ല നിൽക്കണ്ടല്ലോ. എനിക്കെന്താ? എന്റെ ഭാഗ്യ, നിന്റെ ഭാഗ്യമില്ല. അവര് സമയത്തിന്
നീ കുടിച്ച ചോക്ലേറ്റ് സിഗരറ്റ് എന്റെ ഭാഗ്യം. ചുക്കപ്പൊക്കത്തില്ല, അവരൊക്കെ ഗുഡ് കഴിച്ചുള്ളവരാണ്. ഇംഗ്ലീഷും മാത്സ് എക്സാം എഴുതിയിട്ട് പരീക്ഷത്തിൽ പൊട്ടുമ്പോൾ പരീക്ഷ പൊട്ടി കുടിച്ച് ചോക്ലേറ്റ് നടക്കുന്നവരാണ്. ഒരു ഗ്രൂപ്പിൽ പണ്ട് പീച്ചിൽ ഉണ്ടായവർ തന്നെയാണ് ഈ വൃത്തിയുടെ ശീലേനെ കൈകാഴ്ചയാണ് അല്ലേ? തിരിച്ചു പ്രതീക്ഷിക്കാണ്ട് സ്നേഹിക്കുന്നതെന്ന് അവർക്കറിയില്ല. തിരിച്ചു പങ്കുവയ്ക്കുന്ന അവർ പാതിരികളുടെ ആവശ്യമില്ലാതെ വിലയാണ്ട് ചെയ്യുന്ന പറയുമ്പോൾ യാക്കോബിനെ കൊണ്ട് നടക്കാണ് ഇപ്പോൾ പാതിരികളെ. അതിന് ആവശ്യം ഉണ്ടാ? ഇല്ല, ആവശ്യമില്ലാത്തത് നിങ്ങൾ ചെയ്യുള്ളൂ. അതിന്റെ ആവശ്യം ഉണ്ടാ? ഞാൻ നിങ്ങളെ കുറിച്ച് പറയുന്നത് നാവിന് വളിവിട്ട് പെട്ടെന്ന് മോഹൻലാലും ഷിജീനും കോപനും ശിഖണ്ഡി ശോഭനും ശിഖണ്ഡി ഷാറുഖാനും ഷാറുഖാനും ഗാണ്ടു അള്ളയും ഗാണ്ടു ശിവനും ഗാണ്ടു അയ്യപ്പനൊക്കെ നടക്കുന്ന കാര്യം എന്താ? ചാക്കവും കൂക്കും മോട്ടോ ജോർജും ഇതന്നെ പറഞ്ഞ നീ പറയിപ്പിച്ച് പിടിത്തം നാവിന് വളിവിട്ടിട്ട് അവർ പണ്ട് തൊട്ട് കൂട്ട് കഴിച്ച് നടക്കണവർ തന്നെയാണ് അല്ലേ? അവർ തന്ത തളച്ചത്താൽ അവർ കുടിച്ച് ബിയർ എന്തെങ്കിലും പാത്ത് പതുങ്ങി കുടിച്ചിരിക്കും. ഇവരുടെ തന്ത തളച്ചത് അവർ കുടിച്ചിട്ടാണ്. ഞാൻ കുടിച്ചിട്ടാണെന്നാ? ഞാൻ 15 വയസ്സിൽ തോറ്റു, കുറേ വയസ്സ് തോറ്റു. നിങ്ങൾ നഗടിച്ചു കൊടുത്ത് നടക്കണ പോലെ, കോപ്പറേറ്റ് ചെയ്യിക്കണ പോലെ, പിന്നെ തോൽക്കണ പോലെ ഞാൻ ഉണർവോടെ പഠിച്ച് 10 ദിവസം പാരൻസ് ശ്രദ്ധ തെറ്റാണ്ട് 62 വരെ എത്തിച്ചില്ലേ? 41, 48 നിന്നും നിങ്ങളോ 70% കോപ്പറേറ്റ് ചെയ്യിച്ചത് നേരെ 55-ലെത്തി. അപ്പൊ അവർ ചോദിച്ചു, അതിനെക്കുറിച്ച് ചോദിച്ചു. ഞാൻ പറയാൻ പോയില്ലേ? നിങ്ങളുടെ തോൽവി, നിങ്ങളുടെ തെറ്റ്, നിങ്ങളുടെ കുറവ് എന്നോട് ചോദിച്ചിട്ട് എന്താ കാര്യം? നിങ്ങളുടെ കുറവ് പറഞ്ഞു തരുമെങ്കിലും നികത്താൻ പഠിക്കും. ആൾക്കാർക്ക് ഇതില്ല കുടിച്ചിട്ട് നിങ്ങളാണ് നിശ്ചിത അവസ്ഥ, നിങ്ങളുടെ ആവശ്യപ്പെട്ട് നിങ്ങളുടെ വീട്ടിൽ ഹുങ്ക് ഇതൊക്കെ അത് നിങ്ങൾ പറയുന്നത് മാറാണ്ട് വീണ്ടും ശിഖണ്ഡി വൃത്തിഹീനമായ ശിഖണ്ഡികളെ ജീവിച്ചത് തെറ്റ്. എന്നിട്ട് ഇതിലൊക്കെ ആലോചിച്ച് നടക്കാണ്. ഈയിടെ ബാക്കിയുള്ള എന്തിനാണ് നിങ്ങൾക്ക് അതിനെ അറിയാം. ആവശ്യം ഇവിടെ റെക്കോർഡ് ചെയ്യണം, TV പലതും ഉണ്ടോ? നിനക്കെന്താ? നിങ്ങൾ പലതും നിങ്ങളുടെ നാവിൽ വളി വിടുന്നത് നിങ്ങൾക്ക് കടിയാണാൻ പറ്റുള്ളല്ലോ. പിന്നെ എൻ്റെ അടുത്ത് നിന്നിട്ട് എന്താ കാര്യം? അപ്പം ചോദിക്കും നിങ്ങൾക്ക് അതിനെ അറിയാം പ്രൂഫും ബാക്കി അതിട്ടാണ് ചോദിച്ചത് വിലയാണ് ചെയ്തത്, അതിന് എനിക്ക് അതിൻ്റെ ആവശ്യമില്ല, ഡിസ്കൗണ്ട് ചെയ്തോ പറയുന്നുണ്ട്. അത് വേണമെങ്കിൽ അങ്ങനെ കമ്മീഷൻ തന്നോ. നിങ്ങൾക്ക് അങ്ങനെ എന്നെ അറിയണമെന്ന് നിർബന്ധമില്ലല്ലോ. നിങ്ങൾക്ക് എന്നെ അറിയില്ല എന്ന് പറയണം. പിന്നെ നിങ്ങൾക്കറിയാം. ഞാൻ ചോദിച്ചാൽ നിങ്ങൾക്ക് ആരെ കുറിച്ച് പറയണമെന്ന് അറിയില്ലേ? അവർ കുറച്ച് നാല് നിൽക്കേണ്ടത് ഇവിടെ അവിടെ ഞാൻ ഡിസ്കസ് ചെയ്യാനുള്ള ബാക്കിയൊന്നും ഡിസ്കസ് ചെയ്യാനുള്ള. പിന്നെ എനിക്ക് അതിനെ കൊള്ളാൻ പറഞ്ഞു. നിങ്ങൾക്ക് ആരെ കുറിച്ച് പറയണേ ഞാൻ ചോദിച്ചു. ഞാൻ നിങ്ങളോട് പറയാൻ വന്നിട്ടില്ലേ, എന്നെ വിളിക്കണമെന്ന് പറയാൻ ഞാൻ വന്നിട്ടില്ല. നിങ്ങൾക്ക് ഓർമ്മ കുറവുണ്ടോ? ചിലപ്പോൾ നിങ്ങൾക്ക് വയസ്സായിട്ടേ ഓർമ്മ കുറവുണ്ടോ? നിങ്ങളോടാണ് പറയാൻ, ഞാൻ പറയാൻ വന്നിട്ടില്ല. എന്നെ വിളിക്കണം പറഞ്ഞിട്ടില്ലേ? നിങ്ങൾ എന്നോട് 4 പേരോട് ചോദിക്കാൻ പോയത് ഇങ്ങനെയാണ് ഞാൻ പറയാൻ. നിങ്ങൾ വരുത്തിക്കാൻ പലത് അറിയാൻ പറഞ്ഞില്ല, അതുകൊണ്ടനുസരിച്ച് പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോൾ 4 പേര് വന്നപ്പോൾ ഞാൻ ചെറിയ പിള്ളേ 24 വയസ്സുള്ള പറഞ്ഞു ഇവിടെ ആര് വിളിക്കണത്? അപ്പോൾ മോളിയോ ഹാരിസ് നമ്പർ. അപ്പോൾ ആരെയും മുഖം കണ്ട് തിരിച്ചാൽ അവർക്ക് അറിയില്ല. അപ്പോൾ ഷിഖണ്ഡികൾ ഇങ്ങനെ ആയിരിക്കണവരും ഷിഖണ്ഡികളായിരിക്കണം പഴയ പറയും ഹാരിസ് അങ്ങനെ ഉണ്ട് കാട് എന്നൊക്കെ പറയും. അപ്പോൾ നിങ്ങൾ മുഖം കണ്ട തിരിച്ചറിയാൻ വിളിക്കണം, മലയാളിയല്ല. അപ്പോൾ നമുക്ക് പോയി സംസാരിച്ച് വരാം എന്നാ പറഞ്ഞാൽ ആരും പറയണം. അപ്പം നിങ്ങൾ ആരെ കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ല. അപ്പം നിങ്ങൾക്ക് അതിനെ കുറിച്ച് എങ്ങനെ അറിയാം? പല ഹാരിസുകളും ആഫ്രിക്കൻസ് തടിച്ച് വീർത്തിരിക്കണം, തലയ്ക്ക് സുഖില്ലാത്തവരും നിന്റെ കൂടെ കുടിച്ച് തകർച്ചിറക്കണവരും പലരും കുറേ ടൈപ്പുള്ള ഹാരിസുകൾ മുസ്ലിമും ഹിന്ദു റോമൻ കാത്തലിക്കും ശരിക്കുള്ള ക്രിസ്ത്യാനിറ്റിയുടെ അർത്ഥം കണക്ഷൻ വരാത്തവർ പലരും ഉണ്ടോ? അവരനുസരിച്ചിട്ടാണോ അവരുടെ മുഖം? അവർ വേറെ രീതിയിൽ നൽകി നീങ്ങിയവർ. ഇത് അങ്ങനെയല്ല എന്നറിയാം. പിന്നെ എന്തിനാ നിന്റെ വളിവിട്ട നാവ് കടിഞ്ഞാണ്ടാണ്ട് ഇങ്ങോട്ട് വന്നിട്ട് കാര്യം? ഞാനെന്താ കോഴിക്കോടാണ് ജനിച്ചത്? കോഴിക്കോട് വാണ്ടൂര് മലപ്പുറം സ്ഥലത്ത് ഞാൻ കാലുകൾ കുത്തിയിട്ടില്ലല്ലോ. അത് ചോദിക്കണം. നീ ഏത് വെഡിനെ സ്വപ്നം കാണണേ? നീ ബാംഗ്ലൂർ പോയി ചാടാ. ഡൽഹിയിൽ വല്ല ഇവിടത്തും ഹോസ്റ്റലിൽ തരികി നീങ്ങുണ്ടോ? പൊടി പിടിച്ച സ്ഥലത്ത് ചെളി പിടിച്ച സ്ഥലത്ത് പലതും ഉണ്ട്. മുംബൈ പൂന എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ എനിക്കറിയില്ല സ്ഥലങ്ങളൊന്നും, ഞാൻ പോയിട്ടില്ല. അപ്പൊ അതും വിചാരിച്ചിട്ട് ഇങ്ങോട്ട് പഴകിയ മനസ്ഥിതി കൊണ്ട് വികസിക്കാൻ അറിയാണ്ട് ഇങ്ങോട്ട് വന്നിട്ടത്തെ കാര്യം? നീ വരെ കുടിച്ചിട്ടുണ്ടാവും, പക്ഷെ ഞാനങ്ങനെ ചെയ്തിട്ടില്ലേ. അപ്പൊ നീ ശരിക്കും ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടാവുന്നു. അതിന്റെ അർത്ഥം എന്താ? നിങ്ങൾക്ക് താഴേക്ക് സുഖമില്ല. നോണ പറയാൻ വേണം, പഠിക്കാൻ ഇത് വേണം, മനസ്സിലുണ്ടോ? ഇത് കേട്ടത് ഞങ്ങൾ പോകാണ്ട് ഞാൻ സ്വന്തം കാര്യം എന്ത് ചെയ്താലും പെർഫെക്റ്റ് ഭക്ഷണമാണോ എന്താണോ എവിടെയാണോ എന്ത് ചെയ്യാണെങ്കിലും ഇത് പഠിച്ച് തിരിച്ച് പരീക്ഷയിൽ തോറ്റാലും ഞാൻ ഇങ്ങനെ കുടിച്ചെടുക്കാൻ പറ്റില്ല. ബോധത്തോടെ 10 ദിവസം എല്ലാം കറക്റ്റ് പഠിച്ചിട്ട് അങ്ങനെ വേണം 48, 41, 62 കിട്ടാൻ. അതായത് കുടിച്ച് തകർച്ച സിഗരറ്റ് പിടിച്ച് പരീക്ഷ തോറ്റി മിട്ടമിൽ പൊട്ടി പറഞ്ഞിട്ട് കോപ്പി അടിച്ച് 70% മേടിച്ചിട്ട് ലാസ്റ്റ് എക്സാം എഴുതുമ്പോൾ നേരെ 55ലേക്ക് പോകുന്നതല്ല ശരിക്കുള്ളത്. 70-ന് 55% കിട്ടുന്നതല്ല കോപ്പി അടിക്കാണ്ട്. പിന്നെ എന്നിട്ട് അതൊക്കെ എന്നോട് വന്ന് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല.
അത് നിങ്ങൾക്ക് അറിയണ കാര്യം നിങ്ങൾക്ക് അറിവുള്ളതാണ്. പിന്നെയും അറിവില്ലാത്ത പോലെ തമ്മിൽ കുഴി ചാടിച്ച് അട്ടഹസിച്ചിരിക്കാൻ വേണ്ടിയുള്ളവർക്ക് തമ്മിൽ കൊല്ലിച്ച് പോട്ടെ എന്ന് പറയുന്നവരുണ്ടോ? അട്ടഹസിച്ചിരിക്കുന്നവരും നിന്റെ മുന്നിൽ നാടകം കളിച്ച് കരയണവരും. എന്നിട്ട് തമ്മിൽ കൊല്ലിച്ചിരിക്കണം. വേറെ ഡ്രഗ് അഡിക്സിന്റെ കയ്യിൽ നിന്റെ ജീവിതം ഈ എന്താ വേസ്റ്റ് ധരിച്ചത് ഇങ്ങനെ നരകി നീങ്ങാൻ വേണ്ടി എന്തിനാ അങ്ങനെ ചെയ്യണത്? നരകി നീക്കി തമ്മിൽ കൊല്ലിക്കാൻ. അപ്പൊ നിങ്ങളുടെ വെഡിത്ത് എന്താ മനസ്സിലാക്കുക, ഇങ്ങനെ മാറാൻ പഠിക്കും. അല്ലെങ്കിൽ ഈ ജീവിതത്തിൽ വിഗ്രഹാരതയും പറഞ്ഞാൽ നിങ്ങൾ പോകും. വിഗ്രഹം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഭയങ്കര വലിയതാണെന്ന് വിചാരിക്കണം. വിഗ്രഹം എന്ന് പറഞ്ഞാൽ ജീവനില്ലാത്ത വസ്തു. ആ ജീവനില്ലാത്ത വേസ്റ്റിനെ ആരാധിക്കുന്നത് നിങ്ങൾ എന്തിനാണെന്ന് ചോദിക്കണം. അത് മൊത്തം ശിഖണ്ഡികളാണ്, നിങ്ങൾക്കറിയാം. പിന്നെ എന്തിനാ അതിനെ വേസ്റ്റ് അരച്ചിട്ട് ഇങ്ങനെ പുനർജന്മോ ഇല്ല ഒന്നുമില്ല നിങ്ങൾക്ക് തന്നെ അറിയാം. പിന്നെ എന്തിനാ നരകി നീങ്ങാൻ തമ്മിൽ കൊല്ലിച്ചുകൊണ്ടിരിക്കുക. അവരെന്നാലും ദൈവങ്ങൾ പറയുന്നത്. പിന്നെ എന്തിനാ ദൈവവിശ്വാസം ക്രിസ്ത്യാനിറ്റിയിൽ വിശ്വാസമില്ല, ഹിന്ദുവിൽ വിശ്വാസമില്ല, റോമൻ കാത്തലിക്കിലും വിശ്വാസമില്ല, മുസ്ലിമിൽ വിശ്വാസമില്ല. ഈ പടുവെട്ടികളുടെ കൂടെ നടക്കണത്. അതിന്റെ അർത്ഥം എന്താ? ഹിന്ദു മുസ്ലിം റോമൻ കാത്തലിക് തെറ്റാന്ന് പറയാം, പക്ഷെ അവർക്ക് ക്രിസ്ത്യാനിറ്റിയിലും വിശ്വാസമില്ല. അതെന്തുകൊണ്ടാ? ശരിക്കുള്ളത് അവർക്ക് ശരിക്കും അറിയില്ല. പിന്നെ നിരീശ്വരവാദം എന്ന് പറഞ്ഞാൽ വിഡ്ഢികളെ വിശ്വസിക്കേണ്ട കാര്യം എന്താ? നിങ്ങൾ നിരീശ്വരവാദം വ്യത്യാസമുണ്ട്. അവർ ശരിക്കുള്ള ജീവനുള്ള ദൈവത്തിനെ കുറിച്ച് അറിയില്ല. അവരെന്താ പറയണ? ഹിന്ദു മുസ്ലിം ശിഖണ്ഡികളെ ആരാധിക്കുന്നത് അവർ പൂർണ്ണ അറിവില്ല. എങ്ങനെയാ അപ്പൊ അവിടെ നിന്ന് വരണതെന്ന്. മുസ്ലിമും ഹിന്ദു റോമൻ കാത്തലിക് എന്താ പറയണേ? ഈ ശിഖണ്ഡികളെ ആരാധിച്ച് കഴിഞ്ഞ് ചിലർ ശിഖണ്ഡികളെ ആരാധിച്ചിട്ട് പേര് ബർത്ത്ഡേറ്റ് മാറ്റാണ്ട് ഡ്രഗ് അടിച്ച് പറപ്പിച്ച് പറയണവരാണ് തമ്മിൽ കൊല്ലിച്ച്. അതാണ് നിരീശ്വരവാദം. നിരീശ്വരവാദം എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടും വിഡിത്താണ്. നിരീശ്വരവാദം ദൈവത്തിൽ വിശ്വസിക്കണം, ഇതുവരെ ശിഖണ്ഡികളെ നശ്വരമായതിന് വിശ്വസിക്കണം. രണ്ട് ദൈവങ്ങളെ വിശ്വസിക്കണം. നിരീശ്വരവാദവും ഹിന്ദു മുസ്ലിം റോമൻ കാത്തലിക്കും വിപരീത ചെയ്യണം. രണ്ടും ഒരു കളത്തിലെ പെടണേ. നിരീശ്വരവാദവും വൃത്തികെട്ട പോയി സാധനം നോക്കടി. ഹിന്ദുസ് മുസ്ലിംസ് റോമൻ കാത്തലിക്സ് ജീവൻ ശിഖണ്ഡികളെയും മൃഗങ്ങളെയും മന്ദബുദ്ധികളെ ആരാധിക്കാന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും ഒരു വിഡിത്തണ്ട്. ഈ മന്ദബുദ്ധികളെയും നിരീശ്വരവാദം ഒരു കളത്തിൽ പെടാത്താണ്. മനസ്സിലുണ്ടോ? രണ്ടുപേരും തമ്മിൽ കൊല്ലിക്കുന്നതാണ്. ഇതല്ല തിരിച്ച് പ്രതിഷ്ഠയാണ് സ്നേഹിക്കുക, ശോഷിച്ച വാക്കുകൾ പറയാണ്ട്, ശോഷിച്ച കഴിക്കാണ്ട് പങ്കുവെക്കുക, തിരിച്ച് പ്രതിഷ്ഠയാണ് സ്നേഹിക്കുക, പങ്കുവെക്കുക, സ്പിരിച്വൽ പ്രൈഡ്, വിവാഹത്തിന്റെ ഉടമ്പടിയിലാണ്. അതൊക്കെ ഒരു ക്രിസ്ത്യാനിറ്റി എന്താ? അത് റിലീജിയൻ അല്ല, മെറ്റീരിയലിസം അല്ല. അതെന്തുകൊണ്ടാണ് ഫീസ് മേടിക്കണം അവിടെ നിങ്ങൾ ഇല്ല. അപ്പൊ ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞാൽ റിലീജിയൻ അല്ല, മെറ്റീരിയലിസം. അതൊരു ആഗോള എന്ന് പറയാം യൂണിവേഴ്സൽ ട്രൂത്ത്, അതായാലും യൂണിവേഴ്സൽ ചേഞ്ചിനുള്ള കാര്യമാണ്. അതൊരു റിലീജിയൻ അല്ല. അപ്പൊ അതാണ് ജീവനുള്ള ദൈവം. അതുകൊണ്ട് ഹിന്ദുസും മുസ്ലിംസും റോമൻ കാത്തലിക്സും നിരീശ്വരവാദം ഒരു ഗ്രൂപ്പിൽ പെടണം, വിഡ്ഢി ഗ്രൂപ്പിൽ പെടുന്നവരാണ്. രണ്ടും ദൈവങ്ങളെ അല്ല ആരാധിക്കണം, രണ്ടും തമ്മിൽ വിഡ്ഢിത്തത്തെ ആരാധിക്കണം, വിവരത്തെ അല്ല ആരാധിക്കുന്നത്. അപ്പൊ ഈ രണ്ടും വിവരമാണ് കൂടികൊള്ളുന്നത് വേൾഡ് മൊത്തം നിലനിൽക്കാൻ. ഈ വിഡ്ഢിത്തത്തെ തമ്മിൽ കൊല്ലിച്ച് നടന്നുകൊണ്ടിരുന്ന നിരീശ്വരവാദം പോവും, ഹിന്ദുസും മുസ്ലിംസും റോമൻ കാത്തലിക്സും പോവും. അപ്പൊ കാര്യമില്ല. അപ്പൊ പെന്തക്കോസ്തും യഹൂദ ക്രിസ്ത്യൻസും റിലീജിയസ് വളർത്തപ്പെടും. എന്താ വെച്ചാൽ അവർക്ക് വേറെ മെറ്റീരിയലിസം ഇല്ല. അവരെന്തെങ്കിലും ജോലി ചെയ്യണ്ടെങ്കിലും അതിന് മെറ്റീരിയലിസം എന്ന് പറഞ്ഞാൽ എന്താ പറയാന്, ഈ ജീവനില്ലാത്ത വസ്തുക്കൾ ആരാധിക്കണതില്ല. അവർ വേറെ ജീവിക്കാൻ വേണ്ടി ചെയ്യണ്ടോ? അതാണ് ക്രിസ്ത്യാനിറ്റി. നിത്യജീവൻ എന്ന് പറയും. അതിലാണ് സാക്രിഫൈസ് ചെയ്തതാണ്. അത് നിന്റെ പോലെ റോമൻ കാത്തലിക് ക്രിസ്ത്യാനിറ്റി വിപരീതം ചെയ്യണം. ഹിന്ദു മുസ്ലിമും ഇതും നിരീശ്വരവാദത്തിൽ പെടണല്ലേ. മ്യൂസിക് ഒക്കെ ഇവിടെ പാടുന്നത് ഞാൻ ജീവനില്ലാത്ത വിഗ്രഹങ്ങളെ ജീവനില്ലാത്ത വസ്തുക്കളെ ആലോചിച്ചിട്ടാ, നശ്വരമായതിനെ ആലോചിച്ചിട്ടാ അല്ല. അപ്പൊ നീ വിഡ്ഢി അന്ന് നീ സ്വയം സമ്മതിച്ചിട്ടുണ്ട്, അത് ഒന്നുകൂടി സമ്മതിച്ച കുഴപ്പമില്ല. ഞാൻ ക്രിസ്ത്യാനിറ്റിയെ കുറിച്ച് പറയുമ്പോൾ നിന്റെ ഹിന്ദു മുസ്ലിം റോമൻ കാത്തലിക് നിരീശ്വരവാദം ഇവിടെ വരേണ്ട കാര്യമില്ല. ബാഡ് പ്രസൻസ് മനസ്സിലുണ്ടോ? പോലീസുകാർ മൊത്തം ഡ്രഗ് അടിച്ച് കുടിച്ചാൽ ഡ്രഗ് അഡിക്സിന് വീണ്ടും ജയിലിട്ട് വീണ്ടും ഡ്രഗ്സ് കൊടുക്കണ വിഡ്ഢികളാണെങ്കിൽ അവർ നിരീശ്വരവാദികളാണ്. അവരും തന്നെയാണ് ഹിന്ദു മുസ്ലിം റോമൻ കാത്തലിക് നിരീശ്വരവാദം ഒരു കളത്തിൽ പെടുന്നത്. അത് ഇവിടെ കൊണ്ടുവരേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഇത് കേൾക്കാൻ താല്പര്യമില്ലെങ്കിൽ ചൊറിച്ചിൽ വരണ്ടെങ്കിൽ നിങ്ങൾ സുഖമായിട്ട് 10 വർഷം കിടന്നുറങ്ങിക്കോ, എന്നിട്ട് തമ്മിൽ കൊല്ലിച്ചായിരുന്നോട്ട് വായിക്കോ. ഇവിടെ പറയുന്നത് നിനക്ക് ബാധകമല്ലെങ്കിൽ നിങ്ങൾക്ക് കേൾക്കാനും ബാധ്യസ്ഥല്ല. കേൾക്കാനുള്ള ഒരു കേക്കും വേറെ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാവുന്നുണ്ടോ? അതാണ് യൂണിവേഴ്സൽ ട്രൂത്ത്, യൂണിവേഴ്സൽ ചേഞ്ച് എന്ന് പറയുന്നത്. അവിടെ നിരീശ്വരവാദം എന്ന് പറഞ്ഞ് ഇപ്പോഴും നീ പിടുത്തം കൊണ്ട് കേട്ടിട്ടുണ്ടായിരുന്നില്ല. വളിവിട്ട നാവ് നിങ്ങളുടെ ഭാര്യയുടെ മക്കൾ നേരാക്കാണ്ട്. ആ ഹിന്ദുസും മുസ്ലിംസും റോമൻ കാത്തലിക്സും സ്ട്രെങ്ത് ഇല്ലാത്തവരും നിരീശ്വരവാദം കൊണ്ട് തമ്മിൽ കൊല്ലിച്ച് നടക്കുന്നത് സ്ട്രെങ്ത് അല്ല. അത് രണ്ടും ഭീരുത്വ ഗണത്തിൽ പെടുന്നത്, ധൈര്യം ഇല്ലാത്തത്. ആ തമ്മിൽ കൊല്ലിച്ചിട്ട് ഒരു കാര്യം ഉണ്ടാവുള്ളൂ. പിന്നെ വേസ്റ്റ് ജോലി കൊണ്ട് ചെയ്തിട്ട് നിരീശ്വരവാദവും ഹിന്ദു മുസ്ലിം റോമൻ കാത്തലിക് ആണെങ്കിൽ ഇവിടെ വരേണ്ട കാര്യമില്ല. ഇവിടെ മീൻസ് ഇവിടെ പ്രസൻസ് കാര്യമില്ല. എന്തായാലും ആയിക്കോട്ടെ, അതിനുള്ള ചോദിക്കാനൊക്കെ ഉള്ളത് എനിക്കറിയാം. ഞാൻ കുടിച്ചിട്ടൊക്കെ ചേർക്കണല്ലോ കാക്കരീതിൽ. അത് ഞാൻ നിങ്ങളുടെ തൂർന്നുള്ളത് ഞാൻ നോക്കി അങ്ങനെ നോക്കാനൊന്നും പോകണല്ലേ. നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പ്രശ്നം? നിങ്ങളെ നോക്കിയിരിക്കണല്ലേ. അപ്പോൾ എൻ്റെ ക്യാമറയ്ക്ക് അങ്ങനെ വെഡ്ഡി പ്രൂഫ് നിങ്ങൾ കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹം, ഭയങ്കര വെഡ്ഡി ആഗ്രഹമൊക്കെ ഉണ്ടാവും മിക്കവാറും. അത് കൊണ്ടുവരണമെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവരാം. അതിന് വരുത്തിക്കാനൊക്കെ ഇതൊക്കെ അറിയാം, വരുത്തിക്കാനും ഓടിപ്പിക്കാനും അറിയാം എനിക്ക്. അപ്പോൾ അതനുസരിച്ച് ഞാൻ ചെറുപ്പത്തിൽ മുതൽ അങ്ങനെയാണ്.
വരുത്തിക്കാനും അറിയാം, ഓടിപ്പിക്കാനും അറിയാം. അപ്പോൾ ഈ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കാൻ പഠിക്കുക. മുണ്ട് പൊക്കിയോടും, മുണ്ട് മടക്കിയോടും, ചിലപ്പോൾ മുണ്ട് അഴിഞ്ഞ പലതൊക്കെ ഉണ്ടാവും. ഞാൻ അഴിപ്പിക്കണമെന്നില്ല. മനസ്സിലാക്കി വരുത്തിക്കാനും അറിയാം, ഓടിപ്പിക്കാനും അറിയാം. നീ വേറെ വല്ല വെഡികളെ സ്വപ്നമായിട്ട് ഒരു കാര്യമില്ല. അപ്പം അതുപോലെ നിങ്ങൾക്ക് അങ്ങനെ വെഡി പ്രൂഫ് കൊണ്ട് ഏത് ഗണത്തിൽ ഏത് ജെൻഡർ ശിഖണ്ഡി ആയ പോലും നിങ്ങൾ വരുത്തിച്ച ആദിവാസിയാണ് ഏതാണെങ്കിലും നിന്റെ വേസ്റ്റ് ജോലി നീ ഹിന്ദു മുസ്ലിം റോമൻ കാത്തലിക് നിരീശ്വരവാദമാണെങ്കിൽ പറയേണ്ടത് എപ്പോൾ പറയണോ എന്ത് പറയണമെന്ന് മനസ്സിലാക്കുക. ഇതുവരെ നിരീശ്വരവാദത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്, പക്ഷെ ഞാൻ ഇപ്പം ആ വാക്ക് ഉപയോഗിച്ചതാണ്. ഇതുവരെ കുറേ വിഡ്ഢികൾ കുറേ ഡ്രഗ് അടിച്ചത് വിചാരിച്ചു ഞാൻ നിരീശ്വരവാദിയാണ്. അല്ലടാ വിഡ്ഢി, അല്ല. നിരീശ്വരവാദം ഹിന്ദുസും മുസ്ലിംസും റോമൻ കാത്തലിക്സും ഈ ശിഖണ്ഡികളെ ആരാധിക്കണവരും മൊത്തം നിരീശ്വരവാദത്തിൽ പെടും. നിരീശ്വരവാദികൾ കുറച്ച് ചെകുത്തമായി പറയില്ലേ ഹിന്ദുസും മുസ്ലിംസും റോമൻ കാത്തലിക്സ് ചെയ്യുന്ന തെറ്റ ദൈവത്തിൽ വിശ്വസിക്കുന്ന പറഞ്ഞേ. ഈ രണ്ടുപേരും നിരീശ്വരവാദം എന്താണെന്ന് വെച്ചാൽ ശരിക്കുള്ള ക്രിസ്ത്യാനിറ്റിയെ കുറിച്ച് അവർക്ക് അറിയില്ല. ഹിന്ദുസും മുസ്ലിംസും റോമൻ കാത്തലിക്സും പ്രത്യേക സെൽഫിഷ്നെസ് എല്ലാം ചെയ്യണം. ജീവിതത്തിൽ വൃത്തിഹീനമായ ശിഖണ്ഡികൾ ആരാധിക്കുന്നതും ഈ ശിഖണ്ഡി ശിവനും ശിഖണ്ഡി അള്ളയും പിന്നെ നിരീശ്വരവാദികളെല്ലാം മൊത്തം ഒരു വിഡ്ഢി ഗ്രൂപ്പിലാണ്. അതാണ് എല്ലാം കൂടി ഈ ടൈപ്പിലുള്ളവരാണ് ആയിരുന്നു കൂട്ടി സാവുന്നത്. അപ്പം എനിക്ക് വരുത്തിക്കാനും അറിയാം, ഓടിപ്പിക്കാനും അറിയാം. അപ്പം നിങ്ങൾക്ക് ഇത് കേൾക്കാൻ ഭയങ്കര ചൊറിച്ചിലുണ്ടെങ്കിൽ പൊക്കോ. അല്ലെങ്കിൽ ഇവിടെ ഈ ബാഡ് പ്രസൻസിൻ്റെ ആവശ്യമില്ല. 10 വർഷം ഇത് നിർത്തിയിട്ട് നിർത്താലും നിങ്ങൾ ആയിരുന്നു കുട്ടി വാങ്ങുന്നത് എവിടെയാണെങ്കിലും കിട്ടും. ചുക്കപ്പൊക്ക മുമ്മല്ല, മനസ്സിലുണ്ടോ നിനക്ക്? അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെന്താ പറഞ്ഞ അപ്പം ശിഖണ്ഡികൾ ആരാധിക്കുന്നതൊന്നും ഇവിടെ വരില്ല. ഹിന്ദി കുട്ടികളും ഒന്നും ഇവിടെ വരില്ല. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? അപ്പോൾ അവരൊക്കെ ഒരു ഗണത്തിൽ നിരീശ്വരവാദത്തിൽ പെടും തന്നെ. നിങ്ങൾ ഈ വെടിത്തം ആരാധിച്ചുകൊണ്ടിരുന്ന പല വെടിക്കെട്ട് നിർത്തലാവും, പലതും പൊളിഞ്ഞു വരാൻ പോകാൻ സാധ്യതയുണ്ട്. അത് നിങ്ങൾക്ക് നല്ല ഉറപ്പിൽ നിൽക്കണ്ടോന്ന് വിചാരിക്കും. പക്ഷെ പലതും പല രീതിയിലും നടുവേ പിളർന്നില്ല ഒടിഞ്ഞ് താഴേക്ക് വീണ് കഴിഞ്ഞാൽ പിന്നെ അറിയും നിങ്ങൾ. അതാണ് അറിയാത്ത പിള്ളേക്ക് ചൊറിയുമ്പോൾ അറിയുന്നുള്ള സമയം. അറിയാത്ത പിള്ളേക്ക് ചൊറിയുമ്പോൾ അറിയും എന്നുള്ള സമയത്തല്ല ചെയ്യേണ്ടത്. ബോധത്തോടെ മെച്ചൂർ ലെവൽ എന്തെങ്കിലും അത് ചെയ്യാം. മനസ്സിലാവണ്ട? അപ്പോൾ കുറേ കാര്യങ്ങളുണ്ട് അതിൽ. അപ്പോൾ ക്രിസ്ത്യാനിറ്റിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ തമാശ അനുസരിച്ചിരുന്നിട്ട് നിരീശ്വരവാദം ഹിന്ദു മുസ്ലിം റോമൻ കാത്തലിക് കൊണ്ട് നടന്നു കഴിഞ്ഞാൽ ഒരു കാര്യമില്ല. അപ്പോൾ നിന്റെ വേസ്റ്റ് ജോലി കൊണ്ട് നിർത്താൻ പഠിക്കില്ല, തൂറാൻ പഠിക്കും. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് ഇതിൻ്റെ ഇടയിൽ വന്നത്. അപ്പോൾ അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഈ 37 എന്ന് പറഞ്ഞാൽ ഒരു കണക്ഷൻ വെച്ച് ആ സമയം തൊട്ട് വന്നത് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. പക്ഷെ ഇപ്പോഴത്തെ പിള്ളേർക്ക് എന്താ മനസ്സിലാവാത്തത്? ഇപ്പോഴത്തെ പിള്ളേർ ഒരു 2003 കഴിഞ്ഞ് ജനിച്ചവർ, അല്ലെങ്കിൽ 2004 കഴിഞ്ഞ് ജനിച്ചവർ, 2008 കഴിഞ്ഞ് ജനിച്ചവർ മനസ്സിലാവും, തിരിച്ചൊക്കെ അറിയും. ഇവിടെ BJP സമ്മേളനത്തിൽ ഏത് 100 പേര് ഇരുന്നാലും അവർക്ക് അസെനിക്ക് കേൾക്കണം, അരമണിക്കൂർ കേൾക്കാതിരുന്നാലും പക്ഷെ അവർക്ക് ചിരി വന്നിട്ട് തിരിച്ചൊന്നും പറയാൻ പറ്റില്ല. ആ ടൈപ്പിലാണ്. പിന്നെ ഏതെങ്കിലും കന്നഡ അവർക്കൊക്കെ ഹിന്ദുസ് മുസ്ലിംസ് നമ്പൂതിരികൾ ജൂയിഷ് നമ്പൂതിരി അങ്ങനത്തെ കണക്ഷൻസ് ഏത് ഒഴുക്കോടെ പറയണ മനസ്സിലാക്കുക. അല്ലാണ്ട് അവർ കുടിച്ച് റകടിച്ച് നടക്കവർ CG റോയ്കളും കുറേ പേര് കന്നഡ ഇപ്പോഴത്തെ ചെറിയ പിള്ളേരുണ്ടെങ്കിലും അവർ ഹിന്ദു മുസ്ലിം റോമൻ കാത്തലിക് പേര് ശശാങ്ക, കുശാങ്ക, കുജിത്ത, അമിത് എന്നുള്ള പേരുകളൊക്കെ ആരായിരിക്കും. അവർക്ക് ഇവിടെ ഒരു കണക്ഷൻ ഇല്ല. ബർത്ത്ഡേറ്റ് ആരും അവർ കോപ്പി ചെയ്യാനും പോകണല്ലേ. അവരുടെ വിചാരം അവരുടെ കന്നഡയും അവരുടെ ഫേക്ക് ശിഖണ്ഡിയിൽ ആരാധിക്കുന്നതും അവരുടെ ചാണക്യ വെഡ്ഡിയും ചാണക്ക മണ്ടത്തരവും ഗാണ്ടു ഷാറുഖ് ഖാനൊക്കെയാണ് ജയിക്കാൻ പോണതെന്ന് അല്ല. അതുകൊണ്ട് അവർക്ക് ഒരു മിഥ്യധാരണ ഉണ്ട്. എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഞാനൊന്നും പറയില്ല എന്ന്. അതുകൊണ്ട് കുറേ വിഡ്ഢിത്തരം കുറേ കൃത്രിമം ഉണ്ടാക്കി വെച്ചിട്ട് അല്ല മിണ്ടാണ്ടിരിക്കേണ്ട സമയം അറിയാം, മിണ്ടാണ്ടി തുടങ്ങുന്ന സമയം അറിയാം. അതനുസരിച്ച് പോകണം. ബോധമുള്ളവർക്ക് അങ്ങനെയാണ്. അല്ല ബോധമില്ലാത്തവർ കുടിച്ച് ഡ്രഗ് അടിച്ച് കെട്ടിരിക്കണ പോലെയല്ല. ഞാൻ ജനിച്ചത് കുടിച്ച് ഡ്രഗ് അടിച്ച് MDMA കഴിച്ച് ഹിന്ദുസും ശിഖണ്ഡിനെ അരച്ചിട്ടാണോ? അതാണ് മിഥ്യധാരണ. ഉള്ള കാര്യം പറയാണ്ട് വേറെ എന്തൊക്കെയോ പറയാം. അതാണ് ഡ്രഗ് അടിച്ച് നടക്കണവരുടെ വിഡ്ഢിത്തം. ഒരിക്കലും തെറ്റ് ജയിക്കാൻ പോകണില്ലേ. നിങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ഈവൻ വിജയ് എന്ന് പറഞ്ഞൊരു വിഡ്ഢി VJ റോസമ്മയാണെങ്കിൽ വിജയ് എന്ന് പറഞ്ഞ തമിഴ് മുഖ്യമന്ത്രിയാണോ ചെരുപ്പേറ് കിട്ടിയ ശാപത്തിന് അവൻ വീട്ടിൽ നിന്ന് ഡ്രഗ് അടിച്ചും കുടിച്ച് ലക്ക് കെട്ട് നിന്നിട്ട് ഈ വിഡ്ഢി ശൂന്യമായ വൃത്തിഹീനമായ ഡ്രഗ് അഡിക്സിനെയും കോണത്തിനെയും ആരാധിക്കാൻ നടക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും അബോർഷൻ ചെയ്ത പാർവതിയും ശൂർപ്പണഖേനെയും ആരാധിക്കാൻ നടക്കുകയാണെങ്കിൽ ഗുർഗാനും ശൂർപ്പണഖേനെ ആരാധിച്ച് മിഥ്യ കളി കളിക്കുകയാണെങ്കിൽ അവൻ വരെ സ്റ്റേജിൽ ഞാൻ തെറ്റ് ചെയ്തിട്ടുള്ള അവരോട് ജയിക്കുന്ന പറഞ്ഞാൽ അവരും വരെ ചെറുപ്പേറല്ല കിട്ടണം, പാറയേറ് കിട്ടും ചിലപ്പോൾ. മനസ്സിലാവാ? പാറ വീണ തല സ്റ്റേജിലാണ്ടോ. ഇങ്ങനെയുള്ളവർ മുഖ്യമന്ത്രി ആയിരിക്കേണ്ട കാര്യമില്ല. ഒരു 5 അടി 6 ഇഞ്ചുള്ള കറുത്ത ശവങ്ങളെ തിരഞ്ഞെടുക്കുന്നത് വലിയ രസമൊന്നുമില്ല. അവർ MDMAക്കും ഡ്രഗ് അഡിക്ട്സ് ആണെങ്കിൽ വീട്ടിൽ നിന്നിട്ട് എന്തൊക്കെ ചെയ്യണമെന്ന് നോക്ക്. എന്നിട്ട് അവർ മുഖ്യമന്ത്രിയാക്ക്. മനസ്സിലായേ? അല്ലെങ്കിൽ വിഡ്ഢി മന്ത്രി എന്ന് പറയും. മുഖ്യമന്ത്രി എന്നല്ല പറയേണ്ടത്. ചാണക്യ വിഡ്ഢി മന്ത്രി എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? ആ ടൈപ്പുള്ള മന്ത്രികളായിരിക്കും നമ്മളെ. അപ്പോൾ ഉള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. വീണ്ടും അവരുടെ കുണ്ടി മണക്കാൻ പോയി കഴിഞ്ഞാൽ
കാല് തൊട്ട് മണക്കാൻ പോയി കഴിഞ്ഞാൽ ഇവരുടെ MDMA കഴിച്ചുള്ള ചരിത്രം നീ മണക്കും. ഇങ്ങനെയുള്ള വെളുത്ത ഉയരത്തുള്ളവരൊക്കെ കുണ്ടി മണക്കാൻ പോകും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യമില്ല. അപ്പം മനസ്സിലാക്കാൻ പാടില്ല. പെണ്ണുങ്ങളും ശിഖണ്ഡികളും പിലിസ് അബോർഷൻ അടിച്ച് നടക്കുന്നവരും സ്വയം തെറ്റില്ല എന്ന് പറഞ്ഞ് വീട്ടിൽ മൊത്തം ഡ്രഗ് അടിച്ച് കുടിച്ച് നടക്കുന്നവരാണ്. അത് ഓർത്തില്ലെങ്കിൽ പലരും അവിടെ വീണ്ടോടത്ത് തമ്മിൽ കൊല്ലിച്ച് ഇല്ലാണ്ടാവും. അപ്പോൾ അതിൽ കൊല്ലിച്ച് ധൈര്യം ഇല്ലാണ്ട് ചാവണയും ഭേദം ജനിക്കാതിരിക്കുന്നതാണ്. ഞങ്ങൾ ജനിച്ച ശിഖണ്ഡികളെ ആരാധിക്കാനും ശശാങ്കും അമിത്തും തമ്മിൽ വൃത്തിയോട് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഇംഗ്ലീഷിൽ വൃത്തികെട്ട വേർഡ്സ് ഷോർട്ട് കട്ടും ഉപയോഗിച്ചിട്ട് ഇരുന്നിട്ട് പൂർണ്ണ അറിവുള്ള കാര്യങ്ങൾ വരാണ്ട് നാവുകൊണ്ട് വളി വിട്ട നാവുകൊണ്ട് ഷോർട്ട് കട്ട് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരു കാര്യമില്ല. അതുപോലെ അവർക്ക് അറിവുണ്ടാവും ഇവിടെ വന്നിട്ട് ഇതാണെന്ന് പറഞ്ഞിട്ട് നടന്നിട്ട് കാര്യമില്ല. ഇതൊക്കെ വേറെ ഇവിടെ നിന്ന് കാര്യങ്ങൾ വരുന്നതാണ്. എന്ന് വെച്ചാൽ കോപ്പി അടിച്ച് ജയിക്കണം ഇത് സ്വാഭാവികം. കോപ്പി അടിക്കും ഒരു ചെറിയ ടെസ്റ്റ് ആണെങ്കിൽ പോലും ചെറിയ പക്ഷെ അങ്ങനെ കോപ്പി അടിക്കില്ല. നല്ല മാർക്ക് കിട്ടിയാലും ചില മാർക്ക് കിട്ടിയില്ലെങ്കിലും ഞാൻ ഇപ്പോൾ തന്നെ സിഗരറ്റ് വലിക്കണം, ഡ്രഗ് അടിക്കണം, കോപ്പി അടിക്കണം, 70% കോപ്പി അടിച്ച് കിട്ടണം കിട്ടും. പിന്നെ ഫൈനൽ എക്സാമിൽ 55 കിട്ടിയിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ അന്ന് 49 കുത്തിയിരുന്ന് 19 ദിവസം പഠിച്ചിട്ട് അതെന്ന് വെച്ചാൽ വേറെ സൈക്കിളുമ്പോൾ വേറെ ഡിസ്ട്രാക്ഷൻ നോക്കണം. അതുകൊണ്ട് എല്ലാ സബ്ജക്റ്റും ഇവിടെ എല്ലാ ഈക്വേഷൻ ഫിസിക്സ് ഒന്നും ഇഷ്ടമില്ലെങ്കിലും ഈക്വേഷൻ അവിടെ ഇവിടെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി 3 ദിവസം കിട്ടിയാൽ അതിൻ്റെ ഉള്ള ഒരു 10 സബ്ജക്റ്റ് തീർത്തിട്ട് 10 ടൈറ്റിൽ തീർത്തിട്ട് അടുത്ത സബ്ജക്റ്റിൽ കിടക്കും. അപ്പോൾ 4-5 സബ്ജക്റ്റ് അപ്പോഴേക്കും പഠിച്ചു തരും. അപ്പോൾ അതിൽ മാത്സ് ഇല്ല. അപ്പോൾ അതിന് സാധാരണ വേവികം ഹിസ്റ്ററി ഇതൊക്കെ ആണെങ്കിലും എന്നിട്ട് അങ്ങനെ കുത്തിയിരുന്ന് പഠിച്ച് ജയിക്കുന്നതാണ് അങ്ങനെ. അപ്പോൾ അവർ ചോദിക്കും മലയാളത്തിൽ ഹിന്ദി വേറെ പറയുന്നത് കുടിച്ചിട്ടൊക്കെ അവർ പരീക്ഷയിൽ പൊട്ടി എന്നൊക്കെ പറഞ്ഞ് ഡ്രഗ് അടിച്ച് നടക്കണം. 21 ദിവസം ബെഡ് ടെസ്റ്റ് നടക്കണവർ ഡ്രഗ് അടിച്ച് നടക്കണവർ പറയും ഞങ്ങൾക്ക് പഠിച്ച് 70% ഇപ്പോൾ 55% ഫൈനൽ എക്സാമിൽ. നിങ്ങൾക്ക് 49 കിട്ടിയാൽ നീ 48 കിട്ടിയാൽ നീ ഇപ്പോൾ ഈ കിട്ടണത് എനിക്ക് ഇപ്പോൾ 62 ഫസ്റ്റ് ക്ലാസ് 60%, 61 കഴിഞ്ഞ് 62 ആയി. അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ അവർ ഞാൻ പറയുന്നൊന്നുമില്ല. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ പറയണം. അപ്പോൾ എനിക്ക് പറയേണ്ട കാര്യം എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. സർക്കംസിഷൻ ചെയ്തിട്ടില്ല. എനിക്ക് സർക്കംസിഷൻ ചെയ്ത കാരണം ചെറുപ്പത്തിലെ പിന്നെ ഇങ്ങനെ പീഡിയാണ് 15 വയസ്സിൽ കുടിച്ചിട്ട് അകടിച്ച് നടക്കണം. സർക്കംസിഷൻ ചെയ്തിട്ടില്ലേ? 24 വയസ്സ് വരെ സർക്കംസിഷൻ ചെയ്തിട്ടില്ലേ? അപ്പോൾ എങ്ങനെ മുസ്ലിം ആവാ? മുസ്ലിംസാണ് 8 ദിവസത്തിൽ ഇത്ര ചെറിയ ഒരു ചെറിയ ഇതിൻ്റെ ഷേപ്പിലുള്ളപ്പോൾ കൈപ്പത്തിയുടെ നീളത്തുള്ളൂ. അപ്പോൾ 8 ദിവസത്തിൽ സർക്കംസിഷൻ എന്താണ്? അത് തൊലി എന്ന് പറഞ്ഞ സാധനം കണ്ടിട്ടില്ലേ ആദ്യം? അങ്ങനെ വളർന്ന് വേറെ ടൈപ്പിലല്ലേ വളർന്നേ? ഹിന്ദുസാണ് തൊലി താഴേക്ക് ഇറങ്ങി പോകും. ഇതങ്ങനെയല്ല. മൂത്രമൊഴിക്കാൻ ബാത്റൂം പോകാത്തത് അതുകൊണ്ടാണ്. എന്തിനും അവതരിപ്പിച്ചാൽ നിങ്ങൾക്ക് തിരിച്ചൊന്നും പറയാനില്ല. ഗ്രൂപ്പ് ആയിട്ട് അവതരിപ്പിച്ചാൽ കോൺസലേഷൻ എന്തെങ്കിലും ചെയ്താൽ സുഭാഷ് ബി മേനോൻ ഇങ്ങോട്ടൊന്നും പറയാനില്ല. ബ്ലോക്കാണ് ഏത് രീതിയിൽ ബ്ലോക്കാണെങ്കിലും മിണ്ടാണ്ടിരിക്കും. അവരുടെ വായിൽ സെല്ലോട്ടേപ്പ് പൊട്ടിച്ചിട്ടുണ്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ മേനോണായാലും ഏത് കൃത്രിമമായ മേനോൺ എവിടെ എഴുതി വെച്ചാലും എനിക്ക് മനസ്സിലാവും. അത് ചെറിയ ഇതിൽ ആൾക്കാർ നോട്ടീസ് ചെയ്തിട്ടുള്ളെങ്കിലും ഏത് കണക്ഷനിലുള്ള മ്യൂസിക്കാണോ ഡാൻസാണോ എന്താണെങ്കിലും എല്ലാ രീതിയും കോഴിക്കോടെ പോണത് അവിടെ തൊട്ട് ഏത് രീതിയിൽ വരണം മനസ്സിലാവും. അതുകൊണ്ട് അവിടെ ഇവിടെ കിടക്കുക കന്നഡയും തെലുങ്കും ഒന്നും ഇവിടെ വരണല്ലേ മനസ്സിലാക്കാൻ പഠിക്കുക. എന്നിട്ട് അപ്പോൾ ഏത് രീതിയിൽ എന്ത് അവതരിപ്പിച്ചാലും നിങ്ങളതാണ് ചെയ്യുന്നത്. എന്ത് ഗ്രൂപ്പായിട്ട് അവതരിപ്പിച്ചാലും നിങ്ങൾ പാടിയിലും വണ്ടിയിൽ ഏത് സമയത്ത് ഏത് 3 ഇടവിട്ട് ക്ലാസ്സുകൾ എന്ത് കോൺസലേഷൻ എന്ത് ചെയ്താലും പറയിപ്പിച്ച് കൃത്രിമം എന്ത് ചെയ്താലും കോൺസലേഷൻ സ്വീകരിച്ചാലും എന്ത് ചെയ്താലും ആ സമയത്ത് നിങ്ങൾക്ക് ഇങ്ങോട്ട് ഒരു തരം ഇത് വേണ്ടേ? അത് നിങ്ങൾക്കില്ല. നിങ്ങൾക്ക് ആൾക്കാർ തമ്മിൽ കൊല്ലിക്കുന്നതാണിത്. നിങ്ങൾക്കാണ് നിഷേധാവസ്ഥ. അത് എന്നിൽ കാണിച്ചിട്ട് കാര്യമില്ല. എൻ്റെ ഒരു വ്യത്യാസമുണ്ട്. നിങ്ങളുടെ നിഷേധാവസ്ഥ, നിങ്ങളുടെ വെഡിത്തത്തിൽ നിൽക്കണ ഹുങ്ക്. ഇപ്പോൾ ഞാൻ പറഞ്ഞ് കേൾക്കുമ്പോൾ മനസ്സിലാക്കും, നിങ്ങൾ വീഡിയോ പോലെ കാണാം. പക്ഷെ നിങ്ങൾക്ക് പിന്നെ എന്താ മനസ്സിലാവാത്തത്? ഉറങ്ങി എനിക്ക് കഴിഞ്ഞാൽ നിങ്ങളുടെ വളി വിട്ടനാവും, ഭാര്യയുടെ മക്കളുടെ വളി വിട്ടനാവും നിങ്ങൾ ശരിയാക്കാറില്ല. അതിന് സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ, വളി വിട്ട ഡ്രഗ് അഡിക്സിന് സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളും അതുപോലെയോ. അപ്പോൾ അതിൽ കാര്യമില്ല. അപ്പോൾ പറയേണ്ടത് പറയുന്നുണ്ട്. മാറിയില്ലെങ്കിൽ നിങ്ങളുടെ അവസ്ഥ മാറില്ല, അവിടെ കിടക്കും. അപ്പം ഇങ്ങോട്ടില്ല. പിന്നെ എന്താ നിങ്ങളുടെ കടുംപിടുത്തം, ആവശ്യപ്പെട്ട് വരാൻ പറ്റാത്ത അവസ്ഥ അതൊക്കെ അന്നേ തൊട്ട് കാണുന്നുണ്ട്, ഏത് സമയം തൊട്ടാണെങ്കിലും. അപ്പോൾ എനിക്കറിയാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോരോ എന്താ ഞാൻ ചെയ്യേണ്ടത് ചെയ്തിട്ടുണ്ട്. എനിക്ക് നല്ല പ്ലസൻ്റ് പറഞ്ഞു. നിങ്ങളുടെ കൂർപ്പിച്ച് വരിക്കണം ഉണക്കമോ എന്താ മനസ്സിലായി? അത് ആദ്യം മനസ്സിലാക്കുക. അത് നിങ്ങൾ മുസ്ലിംസാണ്, ഹിന്ദുസ്, റോമൻ കത്തോലിക്സ് 5 അടി 6 ഇഞ്ചുള്ളവരുടെ കൂടെയൊക്കെ കുടിച്ച് ഡ്രഗ് അടിച്ചിരിക്കാനും ഏത് പരീക്ഷ പൊട്ടിയാലും കൂടെ ഇരിക്കുന്നുണ്ട്. നിങ്ങൾ ബോധം കെട്ട് വീണാലും ആരെങ്കിലും 3-4 പേര് ചോദിക്കാൻ വന്നാലും നിങ്ങൾക്ക് ബോധമില്ലാണ്ട് കടന്ന് ഡ്രഗ് അടിച്ച് കുറേ കുപ്പികളും അകത്താക്കി കള്ളും കുടിച്ച് കുട്ടിയും സിഗരറ്റ് വിളിച്ച് അകത്താക്കും. നിങ്ങളുടെ അത് ധൈര്യമല്ലേ? ബോധമില്ല. 4 പേര് ചോദിക്കാൻ വന്ന് നിങ്ങൾക്കൊന്നും പറയാൻ പറ്റാത്തതാണ് ധൈര്യം.
അല്ല പറയാൻ പറ്റാത്തതാണ് ധൈര്യമില്ലായ്മ. അല്ലെങ്കിൽ കുറേ നിങ്ങളുടെ ഭാര്യമാരും പെണ്ണുങ്ങളും കുടിച്ചിട്ടൊക്കെ അടിച്ച് ബോധമില്ലാണ്ട് കടന്നു കഴിഞ്ഞാൽ അബോർഷൻ പിൽസ് കഴിച്ച് പോയിട്ട് കുറേ പേര് വന്ന് അതാണോ ധൈര്യം? അല്ല, അതാണ് ധൈര്യമില്ലായ്മ. നിങ്ങൾ അതാണ് ധൈര്യം എന്ന് വിചാരിച്ചിരിക്കുന്നുണ്ട്. എന്നിട്ട് കുറേ പേര് ചോദിക്കാൻ കഴുത്തറുത്ത് നിങ്ങൾ ചോര ചീറ്റ് നിങ്ങൾ ഇല്ലാണ്ടായി, നിങ്ങൾ ചത്തതുപോലും, നിങ്ങൾ സ്വയം ചത്തതുപോലും നിങ്ങൾ അറിയില്ല. അതാണ് ധൈര്യമില്ലായ്മ. കുടിച്ചിട്ടൊക്കെ അടിച്ച് ലക്കൊക്കെ ഇട്ട് ബോധമില്ലാണ്ട് കിടക്കുക. തിരിച്ചാരെങ്കിലും ചോദിക്കാൻ വന്നാൽ, ബോധമുള്ളവർ ചോദിക്കാൻ വന്നാൽ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ, സൂക്ഷ്മാവസ്ഥ. അപ്പോൾ അതിൽ കാര്യമില്ല. അപ്പോൾ നിങ്ങൾ കുറേ വിചാരിച്ചിട്ടുണ്ട് കുടിച്ചിട്ട് ലക്കൊക്കെ ഇട്ട് ഡ്രഗ് അടിച്ചിരിക്കുന്നതാണ് ധൈര്യം എന്ന് വെടുത്തം മിഥ്യാവിശ്വാസം വെച്ചിരിക്കുന്നുണ്ട്. അതിലെല്ലാം കാര്യം. പിന്നെ അതുപോലത്തെ തന്നെയാണ് കുറേ കാര്യങ്ങളും അതിനു മുമ്പ് പറഞ്ഞത്. അപ്പോൾ നിങ്ങളുടെ കൂടെ ഡ്രഗ് അടിച്ച് നടക്കണമെങ്കിൽ ലക്കൊക്കെ ഇട്ട് പോട്ടെ 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 അത് പോട്ടെ ശരിയാ കുഴപ്പമില്ല എന്താന്ന് പറയാം, പോട്ടെ പോട്ടെ ശരിയാ പറയണത്. നിങ്ങൾ ചോര ഛർദ്ദിച്ചാൽ പോലും പോട്ടെ പോട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ശരി എൻ്റെ കൂട്ടുകാരനോട് പോട്ടെ പോട്ടെ പറയാണ്ട്, ചോര ഛർദ്ദിച്ച ബോധം കെട്ട് വീണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ ഒരു ദിവസത്തോളം ചത്തു കഴിഞ്ഞാൽ ചിരിച്ച് ഭയങ്കര ചിരി കുറേ തമാശ പോലെ ഇളിഞ്ഞ പോലെ കാണിക്കുക. എന്താ വെച്ചാൽ നിങ്ങൾ തമ്മിൽ വിലയിലാണ്ട് കൊല്ലിക്കുക. എന്തിനാ ഈ ഡ്രഗ് അഡിക്സിന് കൂടെ വിലയിലുണ്ടാക്കാൻ തമ്മിൽ കൊല്ലിച്ച് എന്ത് ഇല്ലാണ്ടാവാൻ ഒരു രീതിയിൽ ഇരിക്കണത്? എടാ മായും കുഞ്ചുമായൊരു ഫേക്ക് പേര് ശിഖണ്ഡികൾ അരിച്ച് നടക്കുന്നവരാണ്. ഈ ദിലീപിന്റെ കൂടെയും വൃത്തികേട് ചെയ്ത് നടന്നവരാണ്, പിൽസ് അബോർഷൻ നടന്നവർ. അവർക്കിത് പറയേണ്ട കാര്യമില്ല. അവർ പറപ്പിച്ച് എന്തെങ്കിലും പറയുള്ളൂ, മെറ്റീരിയലിസ്റ്റിക് ഡയലോഗുകൾ. ഒരു ഡ്രഗ് അഡിക്സ് എന്തെങ്കിലും വേറെ രീതിയിൽ ആരെയും കണ്ടിട്ട് പറപ്പിച്ചാൽ അത് പറയും. ശരിക്കും അവർ പറഞ്ഞ് കേൾക്കില്ല. കുറേ വിഡ്ഢികൾ നിത്യായ രീതിയിൽ അത് കണ്ടിട്ട് വിശ്വസിച്ചിട്ട് ഈ വിഡ്ഢിത്തനം തുടരും. അപ്പോൾ അതിൽ കാര്യമുണ്ടാ? റോങ് മെസ്സേജ് കൊടുക്കണേ. നിങ്ങളോ അത് അവരും അത്. അപ്പം അതിൽ മെസ്സേജ് കൊടുക്കുന്ന കാര്യമുണ്ടോ? ഇത് ഞാൻ അങ്ങനത്തെ വിഡിത്തത്തിൽ കൈയിട്ടിട്ടില്ലേ, തലയിട്ടിട്ടില്ലേ, അപ്പം പറയുന്നതാ. നിങ്ങൾ വേറെ വീട്ടിൽ സ്വപ്നം കണ്ടിട്ട് കാര്യമുണ്ടാ? ഉള്ള കാര്യം പറയുമ്പോൾ നീ വിപരീത പറയണം. ഇതിന് എത്ര നേരം പറഞ്ഞത്? അപ്പം 5 അടി 6 ഇഞ്ചുള്ളവരും അങ്ങനെയുള്ളവരും കുറേ പേര് അങ്ങനെ തന്നെയാണ്. കുരുട്ട് ഉണക്ക മോന്തകളും അങ്ങനെയാണ്. അവർക്കിത് പറഞ്ഞു കഴിഞ്ഞാൽ അവരിത് വൃത്തികേടും കുടിച്ചിട്ട് അകടിച്ച് ഇതൊക്കെ പറഞ്ഞു അവർ പെടും. ബാക്കിയുള്ളവരും തമ്മിൽ കൊല്ലിക്കും. അതെല്ലാം പറഞ്ഞു. അപ്പോൾ ശരിക്കുള്ളത് കാര്യം പറഞ്ഞാൽ അത് പറയുമ്പോൾ മനസ്സിലാക്കാൻ പഠിക്കുക. പിന്നെ അത് നിങ്ങളെ വരുത്തിക്കാൻ തന്നെ ഇത്. അല്ലാണ്ട് പരീക്ഷയിൽ പൊട്ടിയിട്ട്, ഒരു പരീക്ഷയിലോ ടെസ്റ്റിൽ പൊട്ടിയിട്ട് കോപ്പി അടിക്കാൻ ഞാൻ ഈ ഒരു കാര്യം പറയുമ്പോൾ ഈ ഒരു കാര്യം ഈ കൊണ്ടിട്ടല്ലേ പറയണേ. അപ്പം പിന്നെ ഞാൻ അങ്ങനെ ചെയ്യില്ല, ഫ്യൂച്ചറിൽ അങ്ങനെ ചെയ്യില്ലെന്ന് അറിയാം. 112 വയസ്സായാലും എത്ര വയസ്സായാലും അങ്ങനെ കുടിച്ചിറക്കട ധൈര്യമില്ലാത്ത ഓപ്പോസിറ്റ് ചെയ്യില്ല, വിപരീതം ചെയ്യില്ല. അങ്ങനെ തന്നെയാണ്. അപ്പം അങ്ങനെ തന്നെ പറയുമ്പോൾ മനസ്സിലാക്കാൻ പാടില്ല. എനിക്ക് എൻ്റെ സ്വന്തം കാര്യങ്ങളും എന്ത് സ്പെഷ്യൽ സാധനങ്ങൾ ഉണ്ടാക്കാനും, ഏത് സ്പെഷ്യൽ സാധനങ്ങൾ ആലങ്കോലൊക്കെ ഉണ്ടാക്കില്ല പെർഫെക്റ്റ് ആയിട്ട് ഓരോ ചേരുവ എവിടെ വേണം കെമിസ്ട്രി കേട്ടില്ല, കെമിസ്ട്രി രസതന്ത്രം ആ രീതിയിൽ തന്നെ ചെയ്യും. ഇപ്പോൾ മോഹൻലാലിൻ്റെ രസതന്ത്രം സിനിമ ഉണ്ട്. അതിലിപ്പോൾ മോഹൻ പറയില്ലേ, നീ ഇതാണ് പെണ്ണല്ല ഫേസ് ഇതാണ് പക്ഷെ ആണ് പോലെ മീരാസ്മിനോട് പറയണ പോലെ അതൊരു രീതിയിൽ കാണിക്കുന്നതാണ്. അപ്പോൾ അതിൽ ആ രീതിയിൽ എന്താണ് എനിക്ക് കെമിസ്ട്രിയിൽ വിചാരിച്ച മാർക്ക് കിട്ടുന്നതുകൊണ്ടാണ്. അത് ലൂലിയ മിസ് പറയണ മിസ് മേരീസ് കോളേജിലത്തെ ഗസ്റ്റ് ലെക്ചറർ വരുമ്പോൾ ഉള്ള കളി മാറിയിട്ടില്ല പറയുന്നത്. അതിന് എനിക്കൊന്നും അവരോടൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അവർ പറയാം ഞാൻ വീണ്ടും അതനുസരിച്ച് നീങ്ങുള്ളൂ. ഇല്ല അപ്പോൾ അതുപോലത്തെ കാര്യങ്ങൾ ഇപ്പോൾ കുംബ്ലി മിസ് ഓടിയ പോലെ തൂറാൻ പിടിച്ച് പരീക്ഷയിൽ തോറ്റു കഴിഞ്ഞാൽ മാത്സിൽ മാർക്ക് ഞാൻ കുടിച്ചിട്ട് അടിക്കാൻ പോകുന്നവരുടെ പോലെ അവരാണ് അവർ ഞങ്ങൾ എന്തെങ്കിലും അവതരിപ്പിച്ച് ഇങ്ങോട്ട് അതില്ല, ബ്ലോക്ക് ചെയ്യണ പോലെയാണ്. അവരെന്ത് നല്ല ചേഷ്ട കാണിച്ചാലും അവർക്ക് ഉള്ളിൽ കുശുമ്പ് കുറ്റാണ്. അവർ എന്നെ കണ്ട് മാത്രമേ അവരൊന്നും ചെയ്തില്ലെങ്കിലും അവർ പൊട്ട തിരഞ്ഞെടുത്തില്ലെങ്കിലും അവർക്ക് ഇതുണ്ടല്ലോ, അതായത് വിഡ്ഢി നന്മ എന്ന് പറയും. വിഡ്ഢി നന്മ എന്ന് പറയുന്നത് എന്താ? ഒരു കാര്യം കണ്ടു ശരിയാന്ന് മനസ്സിലാക്കി, പക്ഷെ പുറമേയിൽ അവരെന്തെങ്കിലും നല്ല ചേഷ്ടകൾ കാണിക്കും, പക്ഷെ ഉള്ളിൽ ഇപ്പോഴും ശിഖണ്ഡികൾ അയച്ചുകൊണ്ടിരിക്കുകയാണ് അവർ. അതാണ് വിഡ്ഢി നന്മ. എവിടെ ഗൾഫിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ജോലിക്ക് മാത്സിലും പക്ഷെ പ്രാവീണ്യമായിട്ട് പുറത്ത് പോയാലും അവർക്ക് പിന്നെ എന്തെങ്കിലും നല്ലത് കേട്ടാൽ അപ്പം ബ്ലോക്ക് ആക്കും. പക്ഷെ ഡ്രഗ് അഡിക്സിന് കൂടെ ഇരുന്ന് വളി വിട്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അവർക്ക്. നീ എന്തിനാണ് വീണ്ടും ഷിജീന് മാമക്കോയനെ കൊണ്ടുവരണേ? നിങ്ങൾ അവർ മുസ്ലിംസും ഹിന്ദുസും ജസീമാണ് നിങ്ങൾ അവരുടെ കൂടെ കുടിച്ച് ഡ്രഗ് അഡിക്സ് പലരും ഉണ്ട് അവരുടെ കൂടെ. അതല്ല അവർ ഇറങ്ങിയിരിക്കണത് പറപ്പിച്ച് പറയണവര്. സ്വന്തം പേരല്ല, സ്വന്തം ബർത്ത് റേറ്റ് ഇല്ലാത്തവര്. ഈ ഉണക്കമോന്നുള്ള പറയുമ്പോൾ ബോധക്കേടുണ്ടോ നിനക്ക്? ഇത് ഏത് രീതി ജമ്മ ഹർഷാരിച്ച് പറഞ്ഞു ഇവർക്ക് അങ്ങനെ ഒരു മോഹഭാവം ഉണ്ടോ വിട്ടി? അവർ എല്ലാവരും കണ്ടിട്ടില്ല എങ്കിൽ പറഞ്ഞിട്ട് അവരുടെ വേറെ ടൈപ്പാണ്. ഒരു ജമ്മ ഹർഷ വിടർന്ന് പോകാൻ പറയണതിന് ഇപ്പം ഈ രീതിയിൽ വെസ്റ്റേൺ രീതിയിൽ പറയണ മനസ്സിലാക്കാൻ പറ്റില്ല നിങ്ങൾക്ക്. അപ്പോൾ ശരി, അങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോഴാണ് ഇത്. ഇപ്പം അമ്പിളി മിസ് ഓടാൻ പോയില്ലേ, ഇവിടെ പെട്ടെന്ന് കണ്ടില്ലേ ലൈബ്രറിയിൽ തൂറ ഓടെ പോലെയാണത്. അന്ന് പണ്ട് ഓല മേഞ്ഞ ഓടിട്ട വീട് നീളത്തിലുള്ള ഒരു പണ്ടത്തെ ടൈപ്പ് ബ്രിക്സും അങ്ങനത്തെ ടൈപ്പ് ഒരു തരം അങ്ങനെ
വുഡൻ ക്രാഫ്റ്റ് ഒക്കെ വെച്ചിട്ടൊരു ക്ലാസ് അന്ന് അതൊക്കെ ആയിരുന്നു ഒരു 98, 99, 2000 വരെ. അപ്പോൾ ഇങ്ങനെ ഒരു ടൈപ്പ് ഇതില്ലേ, ഒരു ഇങ്ങനെ മഴവെള്ളം വീണ് അതിനുള്ളിൽ വെള്ളം ഒലിച്ച് വരും, ഒരു വൈറ്റ് പെയിന്റ് തരം. ഈ പഴയ ബീച്ച് ഏരിയ അല്ലേ, ഗോവൻ ബീച്ച് ഏരിയയിലൊക്കെ എങ്ങനെയാണ് ഒരു തരം ഓല മേഞ്ഞിട്ട് ഇങ്ങനെ വൈറ്റ് വുഡൻ വൈറ്റ് ബ്രിക്സ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ടൈപ്പ് ഇതുണ്ടാവില്ലേ, ആ ടൈപ്പിലായിരുന്നു പണ്ട്. പിന്നെയാണ് ലൈബ്രറിക്ക് 3-4 പേരുണ്ട്. പിന്നെ 2003 കഴിഞ്ഞിട്ടാണ് തോന്നുന്നു, 2002 കഴിഞ്ഞിട്ടാണ് തുടങ്ങിയത് ബിൽഡിംഗ് പണിതത് പുതിയത്. അപ്പോൾ മനസ്സിലാക്കാൻ പഠിക്കുക എന്താ ഇവിടെ കാര്യങ്ങൾ. നിങ്ങൾ വേറെ ഏത് സമയത്ത് എവിടെ ശോഷിച്ച അവസ്ഥ ഇറങ്ങി നീങ്ങിയാലോ അത് വിചാരിച്ച് ഇവിടെ എന്താ പറഞ്ഞിട്ട് കാര്യം. അന്ന് ഇപ്പം അവിടെ നിറച്ച് ബ്രിക്സും ഇതൊക്കെ അല്ലേ ആ സ്കൂളിൽ താഴെ, എന്നിട്ട് ക്രാവിങ് ഒക്കെ. പണ്ട് ഇവിടെ ഫുൾ മണൽ, അപ്പോൾ ഒരു കുഴി പോലത്തെ ഒക്കെ ഉണ്ട്, അവിടെ വെള്ളം നിറയും, പോണ്ട് പോലെ. കുറേ വ്യത്യാസങ്ങളുണ്ട്, അന്നും ഇന്നും വ്യത്യാസമുണ്ട് കുറേ കാര്യങ്ങൾ. അത് മനസ്സിലാക്കാൻ പഠിക്കുക എന്താ ഒരു കാര്യത്തിൻ്റെ സമയത്ത്. എന്താ പഴയൊരു പള്ളിയായിരുന്നു അവിടെ, നീ വേറെ ഗോത്തിക് ഏരിയ പോലത്തെ വേറൊരു പള്ളിയായിരുന്നു. ഇങ്ങനെ വെണ്ടൂർ പള്ളിയില്ലേ, ആ ടൈപ്പിലൊരു പള്ളി തന്നെയായിരുന്നു. ഒരു തരം നീല പെയിൻറ്റും ഓയിൽ പെയിൻ്റ് അടിച്ചിട്ട് കുറേ സ്റ്റെപ്സ് ആയിട്ട് അങ്ങനത്തെ. ഇപ്പം വേറെ ടൈപ്പാണ്, സാധാ മോഡേൺ ടൈപ്പാണ് കിടക്കണം. അപ്പോൾ എല്ലാത്തിനും വേറെ പ്രത്യേകത ഉണ്ട്. ഓരോ സമയത്തും എന്താ ഇവിടെ കിടക്കണമെന്ന് മനസ്സിലാക്കുക. പഴയവളിയുടെ പിന്നിൽ എന്താ അതൊക്കെ വേറെ ടൈപ്പ് മരുന്ന് കമ്പനിയാണ് തൊട്ട് പുറകിൽ. അപ്പോൾ അങ്ങനത്തെ മനസ്സിലാക്കാൻ പഠിക്കുക എന്താ എവിടെയാണ് മരുന്ന് കമ്പനികൾ മണം എപ്പോഴും അവിടെ തങ്ങി നിൽക്കുന്നുണ്ട്. ചോറ് കഴിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും എപ്പോഴും അവിടെ ഒരു മരുന്ന് കമ്പനിയുടെ മണമാണ് ആ ഭാഗത്ത്. അത് മനസ്സിലാക്കണം എന്താ ഇവിടെ എന്താ തോന്നാത്ത എന്താ ചെയ്യാത്ത. ഇന്നും സാറിന് സർക്കംസിഷൻ ചെയ്തിട്ടില്ലേ ഒന്നാമത്. അതിന് സംശയം ചെയ്തത് വ്യത്യാസം ഉണ്ടോ എന്ന് എനിക്കറിയില്ല അതിനെക്കുറിച്ച്. അത് ചോദിക്കേണ്ട കാര്യമില്ല, അങ്ങനെ തോന്നണമില്ല. അപ്പോൾ അതൊന്നും ചെയ്യണമില്ല, അത് വേറെ. പിന്നെ അതുപോലത്തെ നിങ്ങൾ എന്താ അവതരിച്ച് നിങ്ങളോട് വരണില്ല അതൊക്കെ പറഞ്ഞു, അതൊക്കെ വേറെ. നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനെ തോന്നണ്ട, എനിക്ക് നോക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഹിന്ദുസും മുസ്ലിംസ് റോങ് കാത്തലിക്സ് എന്തൊക്കെ ആയിരിക്കും. അപ്പോൾ ഇപ്പോഴും അങ്ങനത്തെ കുറേ കാര്യങ്ങളും കുറച്ച് സാമ്യത ഉണ്ടെങ്കിലും കുറച്ച് മോഡേൺ തന്നെ അവിടെ. അപ്പോഴത്തെ സമയമല്ല ഇപ്പോഴത്തെ സമയം. അന്ന് ഡിജിറ്റൽ ഒന്നും ഒരു കാര്യം, ഒരു തരം ചെറിയൊരു പഴയ ന്യൂസ് പേപ്പർ ഉണ്ടാവും, അല്ലാണ്ട് വേറെ ഒന്നും ഇല്ലല്ലോ ഇവിടെ ഒരു കമ്മ്യൂണിക്കേഷന്. അത് വേറെ കാലം. അല്ലാണ്ട് 1987, 1991 തൊട്ട് കുറച്ചുകൂടി പുതിയതായിട്ടുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട്. സിനിമ രീതിയിലാണെങ്കിലും വേൾഡിൽ നടക്കുന്ന കാര്യങ്ങൾ ആണെങ്കിലും അടുത്തടുത്ത് 2006 വരെയെങ്കിലും പ്രത്യേക സ്ഥലത്ത് പോകണം വരെയെങ്കിലും കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ. പക്ഷെ അത് മോഡേൺ ടൈപ്പ് കുറച്ച് 1947 തൊട്ട് 1987 വരെ അല്ലെങ്കിലും കുറച്ച് മോഡേൺ MODERN എന്ന ടൈപ്പിൽ നടക്കുന്നുണ്ട്. 6 സൈഡിലും കൊണ്ട് ഞാൻ സ്പെല്ലിങ് പറഞ്ഞു. അപ്പോൾ മനസ്സിലാക്കാൻ പഠിക്കുക എന്താ ഇവിടെ നിന്ന്. അത് മോഡേൺ എന്ന് പറയാൻ ഇല്ല. അപ്പോൾ മനസ്സിലാക്കാൻ പഠിക്കുക എന്താണെന്ന്. അപ്പം നിങ്ങൾ ഉപയോഗിക്കണം കുറേ ലാംഗ്വേജ് പോലെയല്ല ഞാൻ ചെയ്യുന്നത്, വ്യത്യാസമല്ലേ. അപ്പോൾ ഒരു ഗ്രേ പാൻറ്, ബ്ലൂ, അതിൻ്റെ സാമ്യതയുള്ള വൈറ്റ്, താഴെയുള്ള കാര്യങ്ങൾ പറയട്ടെ, മുകളിലിടാൻ പറഞ്ഞ എങ്ങനെയത് എന്നിട്ട് പറഞ്ഞ സ്കൈ ബ്ലൂ അല്ല എന്നിട്ട് സീ ബ്ലൂ എന്ന് പറഞ്ഞ കളർ വ്യത്യാസമുണ്ട്. പക്ഷേ നമ്മൾ റോക്ക് ഇങ്ങനെ കളർ റോക്ക് ഗോവയിൽ നിന്ന് ഒരു വഴി താഴേക്ക് പോകും, അത് സീ ഏരിയ ഇങ്ങനെ കഴിയുമ്പോൾ സീ ബ്ലൂ ആണ്. അതിൻ്റെ ഇപ്പുറത്ത് നീല പെയിൻറ്റ്, ഓറഞ്ച്, യെല്ലോ പെയിൻ്റൊക്കെ ആയിട്ട് കുറേ വീടുകളുണ്ട്. അപ്പോൾ മല ഇങ്ങനെ ഏരിയയിൽ ആ ഒരു വഴിക്കോടെ ഇങ്ങനെ പോകുമ്പോൾ ആ സീ ഇങ്ങനെ കാണാം, വെള്ളം തിരിച്ച് പോകുമ്പോൾ നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ. അപ്പം ഇങ്ങനെ വളരെ അവർ വേറെ ഫോറസ്റ്റ്. അപ്പോൾ ഒരു തരം ഈ നമ്മൾ ബ്രസീലും ആ സ്ഥലത്തൊക്കെ യാത്ര ചെയ്യില്ലേ, ആ ടൈപ്പിൽ അവിടുത്തെ കാർവിങ്സും ആർക്കിടെക്ചറും അടുത്തടുത്തുള്ള സ്ഥലങ്ങളും അങ്ങനെയാണ്. അപ്പം നിങ്ങൾ വേറെ ഏതോ മറാഠി സ്ഥലവും ബംഗാളി സ്ഥലവും തെലുഗു സ്ഥലവും ബാക്കിയല്ല ഇതിന് ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് ഒരു കാര്യമില്ല. പോർച്ചുഗീസ് കോളനീസ് പണ്ട് തൊട്ടുള്ളത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക ഏത് രീതിയിലാണ് എല്ലാം കണ്ടുവരണം എന്തൊക്കെയാണ്. അവിടുത്തെ ബസ്സുകളൊക്കെ വരണ ടൈപ്പും ഒരു ഇങ്ങനത്തെ ടൈപ്പ് കണ്ടക്ടേഴ്സ്, ഇങ്ങനത്തെ ടൈപ്പ്. അവിടെ ടൂറിസ്റ്റ് കേന്ദ്രമായതുകൊണ്ട് പല രീതിയിലുള്ള വ്യത്യാസമുണ്ട്. അന്നത്തെ ടൈപ്പ് ബസ്സുകൾ തന്നെ ഇപ്പോഴും 97 ടൈപ്പ്, 97, 95, 94 ഇങ്ങനെ തരം ചെറിയ ബസ് ഇങ്ങനെ കയറുമ്പോൾ അറിയാം അന്നത്തെ നമ്മൾ അവിടെ യാത്ര ചെയ്തതൊക്കെ. അന്നത്തെ അതോടെ നടന്ന സ്ഥലവും മഡ്ഗാവ് സൻവാഡും കുറിച്ചാണ്. ആ സ്ഥലം നമുക്ക് അപ്പോഴേ അതിൻ്റെ ഉള്ളിൽ തങ്ങി നിൽക്കും അവിടെ ചെല്ലുമ്പോൾ. ഇപ്പോഴും ഉണ്ട് സബ് കോൺഷ്യസിൽ അവിടെ ഉറങ്ങണം. ഞാൻ മലപ്പുറം ഒന്നുമില്ല, ഇവിടെ ആ ഫോറസ്റ്റ് ഏരിയയും അവിടുത്തെ സ്ഥലം സ്മെല്ലും അവിടുത്തെ ഒരു തരം പറഞ്ഞില്ലേ ഗോവൻ സ്മെല്ല് എന്ന് പറഞ്ഞ പ്രത്യേക സ്മെല്ല്. അവിടുത്തെ ഭക്ഷണ സാധനങ്ങൾ കലർന്നിരിക്കുന്നുണ്ട്. എന്താ അവിടുത്തെ ഫോറസ്റ്റിൽ നിന്ന് ഒരു സ്മെല്ല് വരും. എന്നിട്ടാണെന്നറിയില്ല പോർച്ചുഗീസ് പണ്ട് തൊട്ട് ഇങ്ങനെ ആൾക്കാർ അവിടെ താമസിച്ച്. എന്നിട്ട് തന്നെ പറയാം നല്ലൊരു പ്രത്യേക ഒരു സ്മെല്ല്. അതിന് വർണ്ണിക്കാൻ പറ്റില്ല. ഒരു ഡ്രഗ്സ് ഒരു തരം ഈ ഇലകൾ കേരളയിൽ പോലെയല്ല, ഒരു തരം ഭക്ഷണത്തിൻ്റെ അല്ല, ഒരു തരം ഇത് വരില്ലേ ഈ പഴയ ടൈപ്പ് ഒരു തരം ഇലകളുടെ റൂട്ടുകളുടെ എന്തോ ഒരു
ഈ മണലിൻ്റെ അല്ലേ ഒരു തരം തങ്ങി നിൽക്കുന്നുണ്ട്. ഫോറിൻ സ്മെല്ലെന്ന് അറിയില്ല, എന്തൊരു സ്മെല്ല് ഇരിക്കുന്നുണ്ട് അവിടെ, എനിക്കറിയില്ല പറഞ്ഞു. അപ്പോൾ അതിലിരിക്കുന്നുണ്ട് അവിടുത്തെ ഗോതമ്പ് മാവ് പപ്സൊക്കെ ഇല്ല, പപ്സൊക്കെ കഴിക്കില്ലേ, ആ കഴിക്കുമ്പോൾ തന്നെ ഒരു തരം എന്തോ ടേസ്റ്റ്. ഞാൻ ചിലപ്പോൾ കളയും, അന്ന് കളയാറില്ലെങ്കിലും നമ്മളത് ജീവിച്ചു വന്നതല്ലേ, അവിടെ കുറേ ചെയ്യും. പക്ഷെ ഇപ്പം എനിക്ക് ഇതൊരു ഇഷ്ടമില്ലായ്മ ഉണ്ട്. അപ്പോൾ ഞാൻ അത് ഇത് എന്താ അപ്പം തന്നെ കളയും. എന്തിന് 10-20 രൂപയ്ക്ക് മേടിച്ചതാണെങ്കിൽ അപ്പം തന്നെ അവിടെ കളയും. അപ്പോൾ അത് അന്ത കാലം ഇന്ന കാലം എന്നല്ല പറയണേ, ഇപ്പോഴും അതുപോലെ തന്നെയാണ്. അപ്പോൾ നല്ലതാവും, കഴിക്കണ ഫുഡൊക്കെ നല്ലതായിരിക്കും. പക്ഷെ ആ മണം ഇങ്ങനെ പിന്നെ കുറേ നാൾ കഴിഞ്ഞ് നമുക്ക് നോക്കുമ്പോൾ അവിടെ കുറേ നാൾ കുറച്ച് 2-3 മാസം നിന്ന് അവിടെ നമ്മൾ വീണ്ടും അങ്ങോട്ട് പോകുമ്പോൾ തങ്ങി നിൽക്കുകയാണെങ്കിൽ പിന്നെ നമുക്കത് ഫുഡിനോട് കഴിച്ചുകൊണ്ടിരിക്കും, കുഴപ്പമില്ല. പക്ഷെ പെട്ടെന്ന് പോയിട്ട് കാണുമ്പോൾ നമുക്കത് കളയാൻ തോന്നും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ഗ്രേ പാൻസിൻ്റെ താഴെ എന്താ പറഞ്ഞത്, സീ ബ്ലൂ പാൻസ് അല്ല വൈറ്റ് ഷർട്ട്, ഹാഫ് ഷർട്ടിൻ്റെ വ്യത്യാസം എന്താ? പഴകിയ ഷർട്ടല്ല, ഒരു ഇങ്ങനെ തങ്ങി ഒരു വിടർന്ന് ഒരു തരം ബോഡിയുടെ ഷേപ്പിനനുസരിച്ച് ഇങ്ങനെ ഒന്തിയും താഴെ നിൽക്കുന്ന ടൈപ്പിലൊരു തരം നിൽപ്പുണ്ടല്ലോ, ഏത് ഉയരാണെങ്കിലും. ഒരു ഗ്രേ പാൻ്റ് ആണെങ്കിലും ഒരു ബക്കൾ പാൻറ് എന്ന് പറയുന്നത് ഒരു തരം ആ ഷേപ്പിൽ നിൽക്കില്ലേ, അല്ലെങ്കിൽ എന്താ പറയുക ലൈറ്റ് എന്താ പറയുക സീ ബ്ലൂ പാൻസ് ആണെങ്കിൽ ഏതാണെങ്കിലും ഒരു അതിന് എന്താ പറയണേ വിരിവ് എന്ന് പറയും, ഒരു തരം ഇതല്ലേ, അതിനും വ്യത്യാസമുണ്ട്. ആ തുണിയുടെ മണം സ്ലൈറ്റ് തുണിയും പാൽ ടേസ്റ്റും അതില്ലേ ഒരു പ്രത്യേകത ഉണ്ട്. അത് തയ്പ്പിക്കുകയാണെങ്കിൽ സൂപ്പർ, അല്ലെങ്കിൽ തയ്പ്പിച്ച് ഇങ്ങനെ തുണി മേടിച്ച് തയ്പ്പിക്കണതിന് ഒരു പ്രത്യേകത ഉണ്ട്, അളവനുസരിച്ച് അതിനനുസരിച്ച് വെക്കും. അപ്പം മൂത്തൊഴിക്കുമ്പോൾ സർക്കംഷൻ ചെയ്തിട്ടില്ല, ബാത്റൂം പോയിട്ടില്ല. അത് എന്താ ധരിപ്പിച്ചാൽ ഇങ്ങോട്ട് ഇല്ലാത്തത്, അതാ നിങ്ങളുടെ ഒരു വെഡ്ഡി നന്മ എന്ന് പറയും. അതുപോലെ ഗ്ലീഷുകളും എല്ലാം അതിനെ കുറിച്ചിട്ട് അകടിച്ച് നടക്കുന്നവർ കുറേ ഹിന്ദുസായി മാറിയുണ്ട്, കുറേ കാര്യങ്ങളുണ്ട്, വ്യത്യാസമുണ്ട്. അതുപോലെ കുറേ കാര്യങ്ങളും കറുത്ത പ്രാവും വെളുത്ത പ്രാവും വരുന്നതും അങ്ങനത്തെ കുറേ കാര്യങ്ങളും. പിന്നെ ഓരോരോ ഇതിനും നിങ്ങൾ ഇപ്പോൾ ഗാണ്ടു ഷാർക്ക എന്ന് പറയും, പറപ്പിച്ച് കള്ള് കുടിച്ച് നടന്നവർ പറപ്പിച്ച് മാത്രമേ പറ്റുള്ളൂ. അവരുടെ തന്തയും തള്ളയും കൊല്ലിച്ച അനിയന്മാർ കുറേ വീടുകൾ അത് കൈയടിക്കും. ഇപ്പോൾ ശോഭനയും ആരായാലും ഞാൻ അവരെ കുറിച്ചിട്ട് അവർ കള്ള് കുടിച്ചിട്ടൊക്കെ അടിച്ച ശോഷിച്ച വാക്കുകൾ ഭാഷ ചെയ്യാൻ പറയാനും ഒറ്റയ്ക്ക് ഫീൽ ചെയ്യണവരും ചിന്തഭാരമുള്ളവരും ക്ഷീണവും മറവിയും ആർട്ടിഫിഷ്യൽ മറവി വേണ്ടവരും ക്ഷീണം വിവരം ഉണ്ടായിരുന്നില്ല, വിഡിത്തം വിശ്വസിച്ചു, പരീക്ഷ തോറ്റു അങ്ങനെയുള്ളവർക്കാണ് ഏതോ തന്തയ്ക്ക് തളക്കി ജനിച്ചവർ. ശിഖണ്ഡികളെ ആരാധിക്കണവർക്കൊക്കെ എന്തിനോ വേണ്ടി ജീവിക്കണം, എന്തിനോ വേണ്ടി ജനിച്ചു എന്നുള്ള പോലെ. ആർക്ക് വേണ്ടി ജീവിക്കണമെന്ന് അവർക്ക് തന്നെ അറിയില്ല. സ്വയം തമ്മിൽ കൊല്ലിക്കുക, ധൈര്യമില്ലാണ്ട് നാടകം കരയണം നാടകം കളിക്കണം കണ്ടിട്ട് തമ്മിൽ അർത്ഥമില്ലാണ്ട് തമ്മിൽ കൊല്ലിച്ച് ജീവിക്കണവർക്ക് ഇതിൽ പങ്കില്ല. അപ്പോൾ പറഞ്ഞു അവിടെ ഇവിടെ സോഷ്യൽ വാക്കുകളുണ്ട്, അവിടെ ഇവിടെ പറഞ്ഞു എനിക്കിങ്ങനെ മനസ്സിലാക്കി കേൾക്കാനാണ്. എന്തിന് വാല 10 ദിവസം തുറന്നിട്ടാലും 3 ദിവസം തുറന്നിട്ടാലും നിങ്ങൾ ബെല്ലടിക്കണം ബുദ്ധിമുട്ടുള്ള വാല തുറന്നിട്ട് പറ്റണല്ലേ, അകത്ത് വരാൻ പറ്റണല്ലേ. അപ്പോൾ അത് പറഞ്ഞു. ഇതിപ്പോൾ സാധാരണ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അങ്ങനത്തെ ഓരോ കാര്യങ്ങളും. ഇപ്പോൾ ഷാറുഖ് എന്നാ പറഞ്ഞത് എങ്ങനെയാണ്, ഫേക്ക് പേരാണ്. പണ്ട് അഫ്താബും അവിടെ ചേച്ചീനെ കൊല്ലിച്ചിട്ട് ഈ ശിഖണ്ഡികളെ അരച്ച് നടക്കണവർ തന്നെയാണ് അസല് കാണ്ടുകളും ഇതൊക്കെ. ഞാൻ സോഷ്യൽ വാക്കുകൾ പറയാത്താണെങ്കിൽ പറയാം. അവർ ഡ്രഗ് അടിച്ച് അഭിനയിച്ച് നാച്ചുറലായിട്ട് പേരാണ്, അതിന് കൃത്രിമമായി കാണിക്കേണ്ട കാര്യമില്ല. പിന്നെ ഒരു ഫ്രഷായിട്ട് നിൽക്കുന്നതും ഒരു വെളുത്ത ഉയരത്തിൽ അനിയന്മാർ പോലെയിടാണ്ട് വെളുത്തിട്ട് ഉയരത്തിൽ 3ാമത് ജനിച്ചിട്ട് ഒരു വിഡിത്തം പറയിപ്പിച്ച് പറയണവരാണ് ഗ്ലീഷുകളും എല്ലാം. എന്ത് തിരിച്ച് പ്രതീക്ഷിക്കാണ്ട് സ്നേഹിച്ചാലും എന്തെങ്കിലും ഇങ്ങോട്ട് പറയിപ്പിച്ച് പറയണതിന് നേരത്തെ കുട്ടി വാങ്ങണവർ കുട്ടി കഴിക്കണവർ നമ്മുടെ വീട്ടിൽ 15 വർഷം കുട്ടി കഴിച്ചാലും 5 വർഷം കുട്ടി കഴിച്ചാലും പിന്നെ നിർത്തിയാലും അത് അവരുടെ പ്രത്യേകത, അവർ നേരത്തെ കുട്ടി വാങ്ങുന്ന ടൈപ്പാണ്. പിന്നെ അതുപോലെ വെളുത്തവർ ചെറിയൊരു ആ ടൈപ്പിൽ നിൽക്കണം, അല്ലാണ്ട് വേറെ എനിക്ക് അങ്ങനെ ഞാൻ നോക്കില്ല. ഞാൻ കറുത്തൊരു നിഴൽ പോലെല്ലാം മിറാജ് മുഖമൊന്നും കാണില്ല. ഇവിടെ നിന്നാൽ കുറേ പേരുണ്ട്. ഇവിടെ ഡെസേർട്ടിലൊരു മിറാജ് ഒറ്റയ്ക്ക് വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും സംസാരിച്ച് അടുത്ത് വരുമ്പോൾ ആരും അവിടെ ഇല്ലാത്തപ്പോൾ ചെയ്യണ പോലെയല്ലേ നമുക്ക് തമ്മിൽ പ്രശ്നം, നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതല്ല, ഇവിടെ കുറേ പേരുണ്ട്. ഇവിടെ മിറാജ് പോലെ നിഴൽ പലരും പല സ്ഥലത്ത് കാണുന്നുണ്ട് ഇല്ലേ, പല സ്ഥലത്ത് പലരും ഉണ്ട്. വെളുത്തവരാണ് പ്രത്യേകിച്ച് അതിന് വേണ്ടി തരണം. നിങ്ങൾ തമ്മിൽ നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ടെങ്കിലും അവിടെ ചെയ്യണം, ഞാൻ നോക്കേണ്ട കാര്യമില്ല. എനിക്ക് ക്യാമറ കണക്ഷൻ ഉണ്ടെങ്കിൽ ഞാൻ നോക്കാൻ പോകണല്ലേ. നിങ്ങൾ തുറന്നുമ്പോൾ ഞാൻ നിൽക്കുന്നത് പേടിച്ചിട്ടാണെങ്കിൽ ഞാൻ അങ്ങനെ നോക്കാനും പോകണല്ലേ. ഞാൻ നോക്കിയാലേ അവിടെ വയ്ക്കും. എനിക്കിത് കാണുമ്പോൾ ഇപ്പോൾ ഞാൻ മോളി ഫ്ലൈസ് ബോറടിക്കുകയാണെങ്കിൽ ഞാൻ ചെയ്യില്ല, എനിക്ക് ആവശ്യമില്ല. അങ്ങനെ എനിക്ക് അല്ലെങ്കിൽ മനസ്സിലാവും ഒരു ഡയമെൻഷൻ വെച്ച് ഇപ്പോൾ 32ാമത്തെ ഫ്ലോർ നോക്കുകയാണെങ്കിൽ ഡിസ്റ്റൻസ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പറ്റുമെങ്കിൽ അത് മതി. അല്ലാണ്ട്
ആവശ്യമില്ലാത്തത് ഞാൻ 3 ദിവസം എന്തെങ്കിലും നിങ്ങൾ പ്രൂഫ് കൊണ്ടുവന്നാലും വിഡ്ഢി പ്രൂഫ് കൊണ്ടുവന്നാലും അത് എൻ്റെ കയ്യിലിരുന്നാലും 3 ദിവസം കഴിയുമ്പോൾ പറയും എനിക്കിപ്പോൾ ആവശ്യമില്ല എന്ന് പറയും. എനിക്ക് ആവശ്യമില്ല, ഞാൻ നോക്കാനും പോകില്ല, എനിക്ക് അതവിടെ ഇരിക്കും, വേറെ കാര്യങ്ങൾ ഒരു ഡീറ്റെയിൽ വേറെ രീതിയിൽ നോക്കാൻ എനിക്ക് ഇഷ്ടം. അപ്പോൾ ഇത് വേണ്ട, ഇതിൻ്റെ ആവശ്യമില്ല എന്ന് പറയും. അല്ലെങ്കിൽ മനസ്സിലാവുന്ന വീണ്ടും പറയും. അന്ന് പറഞ്ഞ പോലെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയേണ്ട രീതിയിൽ അന്ന് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ പറയും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വരും. അപ്പം നിങ്ങൾ എനിക്ക് ആവശ്യമില്ലാത്ത കാര്യം വീണ്ടും പറഞ്ഞ് പറയിപ്പിച്ച് ആവശ്യമില്ലാത്ത കാര്യം ആവശ്യമുള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് വീണ്ടും ഇല്ല എന്ന് പറയണതുകൊണ്ടാണ് നിങ്ങൾ അരുന്നൂട്ടി വാങ്ങുന്നത് അല്ലേ? കുടിച്ചിട്ടകടിച്ച് നടക്കണില്ലേ? അപ്പം ഈ കുടിച്ചിട്ടകടിച്ച് നടക്കുന്നത് ഞാൻ നടന്നിരുന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്നോട് നിങ്ങളുടെ MDMA കൊണ്ട് ഇവിടെ വരുമ്പോഴാണ് ഇവിടെ ചിലവാകാത്തത്. മനസ്സിലാവണ്ട. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ വരുത്തിക്കാൻ വേണ്ടി, അല്ലാണ്ട് MDMA ശതമാനം ഡിപ്പെൻഡ് ചെയ്യണല്ലേ, അങ്ങനെ വരുത്തിക്കാൻ വേണ്ടി ഞാൻ ഇതിന് വേണ്ടിയായിരുന്നു ഇതെന്ന് പറഞ്ഞ് ബാക്കി കാര്യങ്ങൾ ബാക്കി കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങുമ്പോഴാണ് പാരഗ്രാഫ് എന്തെങ്കിലും സെൻറ്റൻസ് കുത്തും കോമയും സ്പേസ് വെച്ച് ഘട്ടം ഘട്ടമായിട്ട് പറയുമ്പോഴാണ് അതിൽ നിങ്ങൾ വീണ്ടും മരുന്ന് കൂട്ടി വാങ്ങുന്ന രീതിയിൽ വേറെ സ്ഥലത്ത് കിട്ടുന്നത്. മനസ്സിലാവും. ആവശ്യമില്ലാണ്ട് വിഡിത്തത്തിൽ മുങ്ങി താഴാൻ പോകണ കാല് വിഡിത്തത്തിൽ നിലനിൽക്കില്ല. അവിടെ കൊണ്ടുവച്ച് മുങ്ങി താഴെയുള്ളൂ ശ്വാസം മുട്ടി. വിവരം പറയുമ്പോൾ വിവരത്തിൽ ചെളി മണ്ണിൽ മുങ്ങി താഴാണ്ട് വിവരമുള്ള ഗ്രൗണ്ടിൽ നിൽക്കുക. വിവരമുള്ള ഗ്രൗണ്ട് എന്താ? പാറമേ നിൽക്ക്. ഇടിഞ്ഞ് താഴണ ഗ്രൗണ്ടിലല്ല നിൽക്കേണ്ടത്. ഇടിഞ്ഞ് താഴ്ന്ന ഗ്രൗണ്ട് എന്താ അർത്ഥം? താഴെ എത്ര വെള്ളം കൂടിയിട്ട് എത്ര കുഴിച്ചിട്ട് വെള്ളം പോവാത്ത സ്ഥലം വെച്ചാൽ അവിടെ കൂടി വെള്ളം നിന്ന് ഇടിഞ്ഞ് പൊളിഞ്ഞ് വരേണ്ട സമയം വന്നു കഴിഞ്ഞാൽ കാര്യമില്ല. എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് മൈക്ക് കിട്ടിയാലും എന്തെങ്കിലും പെയ്യണം മഴ പെയ്യണ കാര്യം എന്തെങ്കിലും വേറെ രീതിയിൽ പറഞ്ഞാലും അർത്ഥശൂന്യമായ വളവിട്ട നാമം കൊണ്ട് നടന്നു കഴിഞ്ഞാലും ഷോർട്ട് കട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. വീഡിയോ പറഞ്ഞിട്ട് തിരിച്ചറിവില്ല ചോദിക്കുമ്പോൾ പറഞ്ഞുകൊണ്ട് വീണ്ടും തിരിച്ചറിവ് ഇല്ലാത്ത വാക്കുകൾ എനിക്ക് കിട്ടണമെങ്കിൽ എനിക്കെങ്ങനെ നിങ്ങളുടെ മനസ്സിലാവുക? നിങ്ങൾ എഴുതിയാലും നിങ്ങളുടെ പഴയ മലയാള അക്ഷരങ്ങൾ അവർക്ക് തിരിയില്ല പേപ്പറിൽ എഴുതുന്നത്. പിന്നെ എന്താ കാര്യം? ആവശ്യമുണ്ടെങ്കിൽ നോക്കാൻ വരിക, അല്ലെങ്കിൽ മോളിൽ നിന്ന് നോക്കണം. അത് ഞാനും ആവശ്യമില്ലാണ്ട് ഇവിടെ നോക്കിയാൽ അയ്യോ കണ്ടില്ല എന്ന് പറഞ്ഞാൽ ശരി എന്ന് പറഞ്ഞാൽ പോയിട്ട് കാര്യമുണ്ടാ? മുൻപന്തിയിൽ നിൽക്കുന്ന കാര്യം എന്താ പറയുക? മുൻപന്തി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ മുൻപന്തി ഒരു സ്ഥലത്ത് ഒരു അരമണിക്കൂർ 2 മണിക്കൂർ അവിടെ തന്നെ അവരോട് സംസാരിക്കും. ഇപ്പോൾ ഡാഡി ആണെങ്കിലും മമ്മി ആണെങ്കിലും മൗസി ആണെങ്കിലും ബേബി ആൻറ്റി ആരി നാന വലിയ പപ്പ ഡെന്നീസ് ആരെങ്കിലും ആയിക്കോട്ടെ, ഫ്രണ്ട്സ് സെബിൻ ആരെങ്കിലും ഉണ്ടാ മുൻപന്തിയിൽ നിൽക്കുന്നവരോട് സംസാരിക്കും. അവിടെ 2 മിനിറ്റ് എന്തുകൊണ്ട് കണ്ടില്ല ചെയ്തില്ല പോയി മുക്കിൽ കയറിയിരുന്നു അവരോട് കണക്ഷൻ ഉണ്ടെന്ന് സംസാരിക്കും. ഒരു മുൻപന്തി എന്നൊക്കെ പറഞ്ഞാൽ എന്താ പറയുക ഒരു സ്ഥലത്ത് ഒരു ലെവല് ബിസി എന്താ പറയുക ഒരു മുൻപന്തി എന്ന് പറഞ്ഞാൽ എന്താ? ഫ്രണ്ടിൽ നമ്മൾ ഇങ്ങനെ കറ ചെയ്യാൻ നിൽക്കില്ലേ, അവരോട് സംസാരിക്കുക. മുക്കിൽ കയറി ഇരിക്കണം അവരോട്. ഓരോ പൊസിഷനും ഓരോ ചെയ്യണതിനും ഓരോ രീതിക്കും ഓരോ വ്യത്യാസമുണ്ട്. അല്ലാണ്ട് ബോധത്തോടെ ചെയ്യണവരായിട്ട് കളിക്കാൻ നിൽക്കരുത്, അത്രേ ഉള്ളൂ. ഇപ്പോൾ ഡെന്നീസും ബാക്കി അടുത്തൊന്നും സംസാരിക്കും ആ ടൈപ്പിൽ എങ്ങനെ സംസാരിക്കണം ആ രീതിയിലാണ് അവരും ചെയ്യാൻ പോകുന്നില്ലേ. കല്യാണം കഴിഞ്ഞിട്ട് ചെയ്യാൻ പോകുള്ളൂ, അങ്ങനെ ഓക്കെ അങ്ങനെയാണ്. അതുപോലെ വെളുത്ത ഉയരത്തിൽ എന്തെങ്കിലും ഉണ്ടോ നമ്മൾ അതിനു വേണ്ടി അതിനുവേണ്ടി നമുക്ക് വേണ്ടി തയ്യാറെടുക്കണം പലരുണ്ടോ. അല്ലാണ്ട് നിഴലിനും കുറേ പേരുണ്ടോ? പലരുണ്ടോ? അവരൊന്നും ആരും വേറെ നോക്കിയിരിക്കണം അവർ പലരുണ്ടോ? ഫോട്ടോ പഠിച്ച് ഓൺലൈൻ കണ്ടു കഴിഞ്ഞിട്ട് ഇവിടെയാണ് ഇവിടുന്ന് കണ്ടിട്ട് പിന്നെ വരുന്നതിൽ അർത്ഥം ഉണ്ടാവും. ശരിയാ, എന്നുവെച്ചാൽ നമുക്ക് കണ്ടിട്ട് ഇപ്പോൾ അടുത്താണ് ആരും കൂടി അപ്പം ആണെന്ന് പറഞ്ഞ് കാണാൻ വരും. അല്ല അതിന് 2 ആഴ്ച കാത്തിരിക്കില്ല, അല്ലെങ്കിൽ കുറേ സംസാരിച്ചിട്ട് പറയും. അതൊരു ഭാഗ്യലക്ഷ്മിയുടെ കാര്യം. ഭാഗ്യലക്ഷ്മി എന്താ ചെയ്യാതെ 1989 വന്നതാണ്. 1989 മായ എന്ന് പറഞ്ഞ ക്യാരക്ടറിന് വെച്ച ശബ്ദം തുടങ്ങിയത്. പിന്നെ ശോഭനയുടെ ശബ്ദമല്ല, ശോഭനയുടെ ശബ്ദം തമിഴ് വേറെ ടൈപ്പുള്ള ഇംഗ്ലീഷ് വേറെ ടൈപ്പുള്ള ശബ്ദമാണ്. അത് സംയുക്ത ഓർമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ട്. പലർക്കും ആ ഭാഗ്യലക്ഷ്മി പല രീതിയിലും പല സ്ഥലത്തും കിട്ടിയിട്ടുണ്ട്, കൊഞ്ചുവാരിനെ ഒഴിച്ച് ഫേക്ക് പേര് കൊടുക്കുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു സെയിംനെസ്. ആനിയുടെ ശബ്ദം കണ്ടിട്ടില്ല, ആനിക്ക് വേറെ ശബ്ദം കൊടുക്കേണ്ട കാര്യമില്ല. ആനിയുടെ ശബ്ദം ഒരു തരം ഭാഗ്യലക്ഷ്മിയുടെ ചേർന്ന് പോകണ്ടെങ്കിലും കൊഞ്ചുവാരിയും അതിൽ വരുന്നുണ്ടെങ്കിൽ വേറെ ടൈപ്പിൽ ആരും ഒബ്സർവ് ചെയ്ത് വരുന്നതാണ് അല്ലേ, അല്ലാണ്ട് അവരുടെ സ്വന്തം ശബ്ദമല്ല. അപ്പോൾ ഭാഗ്യലക്ഷ്മി ഞാൻ പണ്ട് വലിയ മാനിക്കാൻ വിചാരിച്ചായിരുന്നു. ഇപ്പോൾ അരുന്ധതിക്ക് പോട്ടെ, ഞാൻ മലയാള തർജ്ജമ ഞാൻ നോക്കണില്ലേ, ഒരു പാട്ട് മാത്രം, ഒരു ഡയലോഗ് മാത്രം. അപ്പോൾ അതിൽ പിന്നെ ന്യൂസ് ചാനലൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ എന്തൊരു വൃത്തികെട്ട ലാംഗ്വേജ് അവളുടെ വായിന്ന് വരണത്.
ഓരോരോ ക്രിട്ടിസൈസ് ചെയ്ത് എന്തൊക്കെ വൃത്തി തള്ളയെന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ ശബ്ദങ്ങളൊക്കെ ക്യാമറയുടെ മുന്നിൽ ഇവൾക്ക് ഒന്നും പറയാൻ അനുവാദം ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ വൃത്തികെട്ട തെറിയൊക്കെ അതിൻ്റെ ഉള്ളിൽ പറഞ്ഞുകൊണ്ടിരിക്കണേ. അതൊക്കെ ചെയ്ത് കണ്ടു നോക്ക്. അവയോ ശരിക്കും ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് എന്തൊക്കെയോ ചേഷ്ടകളെ കാണിച്ചിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. പണ്ട് വലിയ മാന്യത്യം വിചാരിച്ച ഡയലോഗ് കേട്ടപ്പോൾ ഞാൻ ഡയലോഗും ആ ടൈപ്പിലുള്ള സംസാരം കേട്ടപ്പോൾ ഭയങ്കര മാന്യത്യം നല്ല പ്രത്യേക രീതിയിലുള്ള സ്ട്രെങ്ത്തിലുള്ള ക്യാരക്ടറാണെന്ന് വിചാരിച്ചായിരുന്നത്. ആ ന്യൂസ് ചാനൽ വന്നിട്ട് ഓരോ കണ്ടിട്ട് ന്യൂസ് ചാനൽ വന്നിട്ട് വൃത്തികെട്ട രീതിയിൽ സംസാരിക്കണം കേൾക്കുമ്പോൾ അതൊക്കെ വൃത്തികെട്ട ഒരു ഇതുള്ളതാണ്. പണ്ടത്തെ എന്തെങ്കിലും നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇങ്ങനെ സംസാരിച്ചിട്ടുള്ള കാര്യമുണ്ടോ? അപ്പം നിങ്ങൾ പണ്ട് വിചാരിച്ചത് വേറെ ആരെയോ വിചാരിച്ചത്. എനിക്കറിയില്ല നിങ്ങൾ ആരും സ്വപ്നമാണ്. അവർ ഇതിൽ ഒബ്സർവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ വരണം. അല്ലാണ്ട് ബ്ലീഷനും ആരെയും 1957 വരെ ആരെയും കോപ്പി ചെയ്യാൻ വന്നിട്ടുണ്ടോ? ഇല്ല. അപ്പം നിങ്ങൾ ഇല്ല എന്ന് പറയും, പിന്നെ വെഡി പ്രൂഫ് കൊണ്ടുവരും, പിന്നെ എൻ്റെ വായെന്നുള്ളത് കേൾക്കും, പിന്നെ നല്ല കാര്യമില്ല. അപ്പം ഇതിനു വേണ്ടി നോക്കണം. ഞാൻ ഒരു കുറച്ച് 5 മിനിറ്റ് ഞാൻ നിങ്ങളെ ശ്രദ്ധിച്ച് കേൾക്കും എന്താ ഞാൻ പറയണത്. പിന്നെ ഞാൻ പറഞ്ഞു തുടങ്ങിയാൽ നിങ്ങൾ ചുരിദാറല്ല പൊക്കി ഓടണം, മുണ്ട് വരെ പൊക്കി ഓടുക നിങ്ങൾ. അത് മനസ്സിലാക്കാൻ പഠിക്കാം. പിന്നെ അങ്ങനത്തെ കാര്യങ്ങൾ ഓങ്ങ് കൊടുക്കാൻ തോന്നുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ വേറെ എല്ലാവരെയും പഴകിയവരും സ്വപ്നം കണ്ടിട്ട് ഒരു കാര്യമില്ല. പെട്ടത്തലയന്മാരും വീർത്ത മോന്തകളും. പിന്നെ പെണ്ണും യൂട്രസും പിൽസ് അബോർഷനും കണ്ട മനസ്സിലാക്കാത്തവർ പിരിയളകിയവരാണ്. പിന്നെ അങ്ങനത്തെ ചിന്തിച്ചിട്ട് കാര്യമില്ല. കുടിച്ച് ഡഗഡ്സ് നടക്കണവർ ധൈര്യമുള്ള വിചാരിക്കണം. കുടിച്ചിട്ട് സംസാരിച്ച് ബോധം കെട്ട് വീണവർ പലരുണ്ടോ. നിങ്ങളും ഇതും വിചാരിക്കണം 65 വയസ്സായ ഞാൻ കുടിച്ചിട്ടൊക്കെ അടിച്ച് അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് അയച്ചാവും, മോന്തൊക്കെ വിളറി വേറെ ടൈപ്പിലാവും, മുടിയൊക്കെ കൊഴിഞ്ഞ് ഇങ്ങനത്തെ തരം മുടി വെളുത്ത് ആകെ ചുക്കി ചൊളിഞ്ഞൊക്കെ ആയിരിക്കും വിചാരിക്കണ്ട. ഈ ടൈപ്പിലുള്ള ബോഡി ലക്ഷണം തന്നെയാണ് അന്നും 23 കിലോമീറ്റർ നടക്കേണ്ട രീതിയിൽ എനിക്കുണ്ടാവും. നിങ്ങൾ 100 മീറ്റർ ഇരുന്ന് കുടിച്ച് സിഗരറ്റ് വലിച്ച് AC ഇരിക്കണ പോലെ ആയിരിക്കില്ല. ഞാൻ AC ഉപയോഗിക്കാൻ ഇഷ്ടമല്ല. എത്ര ചൂടെടുത്താലും എന്ത് ചെറിയ കുറച്ച് കാറ്റുള്ള ഫാനാണെങ്കിലും ഞാൻ AC ഇടാൻ എത്ര വയസ്സായാലും എനിക്ക് AC ആവശ്യമില്ല. ഇപ്പോൾ ഹോർഷാമിലായിരുന്നപ്പോൾ പുറത്ത് നല്ല നാച്ചുറൽ തണുപ്പായിരിക്കും, നല്ല ഫ്രീസിങ് തണുപ്പ്, കൈയൊക്കെ മരവിക്കും. ഇത് സെൻസ്ലെസ്സോ ഗ്ലോവ്സ് ഇട്ടാലും തല അങ്ങനെ മരവിക്കും. ഇത്തരം ഐസ് കട്ടലിരിക്കണ പോലെയോ -7 പല ആ തണുപ്പിൽ പുറത്തൊക്കെ നടന്നു വരുമ്പോൾ. പക്ഷെ അകത്ത് വീട്ടിൽ കയറി ലോക്ക് തുറന്ന് വീട്ടിൽ കയറി ഇരുന്ന കാർപ്പറ്റ് നല്ല ചൂടല്ല, ഒരു തരം നല്ല ഒരു വിറക്കില്ല, ഒരു തരം എന്താ പറയുക തണുപ്പിനുള്ള തീ ചൂട് ഇല്ലേ ആ ടൈപ്പ്. സുഖമായി ഉറങ്ങാം, പുറത്ത് നല്ല തണുപ്പ്. അപ്പം ഞാൻ AC ആർട്ടിഫിഷ്യലിന് വേണ്ടി ഞാൻ തുന്നിയില്ല. അപ്പോൾ അത് കഴിഞ്ഞ് അപ്പോൾ ഈ 65 വയസ്സായാലും ഞാൻ അങ്ങനെ അന്നും വല്ല ഗ്രേ ഇങ്ങനത്തെ പാൻറ്റും നല്ല തയ്പ്പിച്ച് അങ്ങനെയൊക്കെ ഇട്ട് നല്ല വഴങ്ങി നടക്കാനും അപ്പോഴും എനിക്ക് പറ്റും. 65 വയസ്സായാലും ഏതായാലും. നിങ്ങൾ വിചാരിക്കാൻ ചുക്കി ചൊളിഞ്ഞ കണ്ണാകെ ഇതായിട്ടുണ്ടാവും. ആ ടൈപ്പുള്ള മുഖം ആ ടൈപ്പിൽ തന്നെ ആയിരിക്കും, വിടർന്ന മുഖം ആ ടൈപ്പിൽ. നിങ്ങൾ വിചാരിക്കേണ്ട വേറെ ഇപ്പോൾ 10 വർഷം കഴിഞ്ഞാൽ സാധാരണ പോണവർ പോലെയാണ് 65 വയസ്സായിട്ട്. നിങ്ങൾ വിചാരിക്കും അയ്യോ ഇങ്ങനെ 112 വയസ്സെന്നൊക്കെ പറയണേ. ഹാർട്ട് അറ്റാക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇല്ലേ, കിഡ്നി ഡിസീസ് അതൊക്കെ വന്നാൽ പെട്ടെന്ന് ഇല്ലാണ്ടാവും. ചിലപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായില്ലെങ്കിലും കുഴപ്പമില്ല, ഉണ്ടായാലും കുഴപ്പമില്ല. പിന്നെ അങ്ങനത്തെ കാര്യങ്ങളാണ് എൻ്റെ ഇടയ്ക്ക് കുറേ പറയാൻ വന്നതൊക്കെ പറഞ്ഞത്. ഇപ്പോൾ ചിലപ്പോൾ പറയും. പോലീസുകാരെന്താ ചെയ്യണേ? പോലീസുകാർ ഡ്രഗ് അഡിക്ട്സിനെ കൊണ്ടുവന്നിട്ട് ഡ്രഗ് അഡിക്ട്സിനെ വീണ്ടും ഹെൽപ്പ് ചെയ്യണം. അവരുടെ പാരൻസ് എന്തെങ്കിലും തലയ്ക്ക് സുഖമില്ലാത്ത പാരൻസ് എന്ന് പറഞ്ഞാൽ കുടിച്ചിട്ട് ലക്ക് കെട്ടി വെക്കുന്ന പാരൻസ് പലരും ഉണ്ടാവും. ഇപ്പോൾ ഈ പണക്കാർ ഇതൊക്കെയാണ്, അവരൊക്കെ പാവപ്പെട്ടവരും പണക്കാരും എല്ലാം ഇപ്പോൾ ഒരേപോലെയാണ്. ഡ്രഗ് അടിച്ചു കൊടുത്ത ആൾക്കാർ MDMA കണ്ടുപോകും. അവർ വരെ കാശ് കൊടുക്കും. ജയിലിട്ടാലും ന്യൂസിൽ 24 ന്യൂസ് പ്രത്യേകിച്ച് ഭാണ്ഡക്കെട്ടുള്ള ഡ്രഗ് സാധനങ്ങളെല്ലാം കൊണ്ട് ടേബിൾ കൊണ്ടുവച്ചിട്ട് വലിയ സ്റ്റൈലിൽ അവരെ കൊണ്ട്
ഫോട്ടോ എടുപ്പിച്ച് വീഡിയോ എടുപ്പിച്ച് അവരുടെ കൂടെ നിർത്തും ഡ്രഗ് അഡിക്ട്സിനെ. എന്നിട്ട് ജയിലിട്ട് കഴിഞ്ഞിട്ട് ഫോൺ പേയിൽ 10,000 രൂപ കാശ് വരുമ്പോൾ 3-4 പാക്കറ്റ് അവർക്ക് രാത്രി പതുങ്ങി കൊടുക്കും കയ്യിൽ, അഴികളുടെ അപ്പുറം. എന്നിട്ട് അവരവിടെ ബോധം കെട്ടെടുക്കുക. അത് ഭേദം ഇങ്ങനെയുള്ള ഒരു വീട്ടിൽ നിർത്തിയാൽ പോരെ. വീട്ടിൽ നിർത്തിയ അപകടം വിചാരിച്ചിട്ടാണ് ജയിലിൽ കൊണ്ടുവരുന്നത്. ശരി, എന്ത് അർത്ഥം പോലീസ് യൂണിഫോം ഇടണം അതിന്? നിങ്ങളും ഡ്യൂട്ടി കഴിഞ്ഞ് കള്ളും സിഗരറ്റും വലിച്ച് വീട്ടിലിരിക്കണം കുടിച്ച്. അത് മുണ്ടും എന്തിനീ യൂണിഫോം ഇട്ടിരിക്കേണ്ട ആവശ്യം? വല്ല ഉണക്കൊക്കെ കള്ളി മുണ്ടും വല്ല പഴയ ഷർട്ട് ഇരുന്നാൽ പോരെ കസേരയിൽ, ഓഫീസ് കസേരയിൽ. അതാണ് നിങ്ങൾ എന്ത് ഉണ്ടായാലും നിങ്ങൾ എന്നെ തുറന്നു വിടുക. ഞാൻ ഈ ഷോർട്സ് കഴിക്കാനും പോയിട്ടില്ലേ, നിങ്ങൾ ശിഖണ്ഡികൾ ആരാധിക്കാനും പോയിട്ടില്ല, പരീക്ഷയിൽ തോറ്റ കുടിച്ചിട്ട് ആരാധിക്കാൻ ഞാൻ പോയിട്ടില്ലേ. നല്ലത് വേണ്ടി വന്നു. അപ്പോൾ എനിക്ക് സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാം. എന്ത് ചെറിയൊരു കാര്യം തുറന്ന് അകത്താക്കുമ്പോഴേക്കും നിങ്ങൾ തുറന്ന് അപ്പോൾ ഞാൻ ശരി ഏത് രീതിയിൽ പോകാൻ എനിക്ക് പറ്റും, നിങ്ങൾ വിടും. അത് ഞാൻ തന്നെ പോകുന്നതല്ല. എവിടെ സംസാരിക്കണം, എവിടെ 4 വർഷം സംസാരിച്ചില്ലെങ്കിലും, എവിടെ 3 വർഷം സംസാരിച്ചില്ലെങ്കിലും, എവിടെ 6 മാസം സംസാരിച്ചില്ലെങ്കിലും, എവിടെ എന്ത് പറയണം എനിക്കറിയാം. നിങ്ങൾ ബോധമില്ലാണ്ട് സംസാരിക്കാണ്ട് കിടക്കണ പോലെയല്ലേ. ബോധത്തോടെ ഇരിക്കണവർക്ക് എപ്പോൾ സംസാരിക്കാം, ഏത് സമയം കഴിഞ്ഞിട്ട് സംസാരിച്ച് തുടങ്ങാം, ഏത് 5 മിനിറ്റ് കഴിഞ്ഞാണോ 2 മിനിറ്റ് കഴിഞ്ഞാണോ എപ്പോൾ എന്ത് പറയണം എന്നുള്ള നല്ല ബോധത്തുണ്ടാവും. അതിനനുസരിച്ച് നിൽക്കും. അപ്പോൾ മുൻപന്തിയുടെ കാര്യം മറക്കരുത്. മുൻപന്തിയിലുള്ളവരോടാണ് സംസാരിക്കുക. പിന്നെ എന്താ പറഞ്ഞാൽ അതിലത്തെ കുറേ അതിൻ്റെ ഇടയിൽ വൃത്തി നയങ്ങൾ, പിന്നെ BJPക്കാരുടെ കാര്യം. BJPക്കാർ ആരായാലും ഇപ്പോൾ ഞാൻ ഫാൻസി ഫാബ്രിക്സിൻ്റെ അടുത്ത് പേടിക്കാൻ പോയാലും അവരുടെ സമ്മേളനം നടക്കുമ്പോൾ നിങ്ങൾക്കും അവർ പറയുന്നത് തിരിച്ചറിയണല്ലോ, എനിക്കും പറയുന്നത് തിരിയണല്ലോ. അപ്പോൾ ഞാൻ എന്തായാലും ഒരു കസേര തരുന്ന അവിടെ നിന്ന് ഇരിക്കും. നിങ്ങൾക്കറിയാം എവിടെ സമ്മേളനം നടക്കണത്, മുനിസിപ്പൽ ഓഫീസിൻ്റെ മുന്നിൽ. അപ്പോൾ അവിടെ ഫാൻസി ഫാബ്രിക്സ് അപ്പുറത്തെ ചെറിയൊരു സ്റ്റെയർ കേസ് കയറി പോകുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് ആരാണോ തിരിച്ചറിഞ്ഞാലും അങ്ങനെയൊക്കെ നിങ്ങൾ വിചാരിക്കണേ. നിങ്ങൾ സങ്കോചിതമായ അവസ്ഥ കാരണം വികസിക്കാറിയാണ്ട് 1/2 മണിക്കൂർ കഴിഞ്ഞ് അവിടെ എഴുന്നേറ്റ് പോയാലും, ഇവിടെ ജാഥ നടന്നാലും, ജാഥ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടെ നിന്നാലും, 1/2 മണിക്കൂർ കഴിഞ്ഞ് നിങ്ങൾ തിരിച്ചറിഞ്ഞാലും എഴുന്നേറ്റ് പോയാലും ഞാൻ പറയും ആ ജാഥ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, എനിക്ക് ഇത്ര നേരം നിന്നില്ല 1/2 മണിക്കൂർ, എനിക്കൊരു ഫീസ് വല്ലതും തരുമോ, 100 രൂപ ഭക്ഷണം കഴിച്ചില്ലേ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തരണുള്ളൂ. അതുവരെ നിങ്ങൾ പിടുത്തം ചെയ്യും, ഉള്ള കാര്യം സംസാരിക്കാണ്ട്. എപ്പോൾ സംസാരിക്കണം, നിങ്ങളുടെ സംസാരം തീർന്നിട്ട് നിങ്ങളുടെ പിടുത്തം ആദ്യം നിർത്തി, എന്നിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മാറ്റില്ലേ. ഇപ്പോൾ അലങ്കോലമായി നടക്കുന്ന BJPക്കാരും കാര്യമില്ല. ഞാൻ ഗേറ്റ് അടച്ചിട്ട് ഗേറ്റ് തുറക്കട്ടെ, ഞാൻ അകത്ത് കയറട്ടെ എന്ന് പോകും. ഒരു കാര്യം ശരി എന്തെങ്കിലും ഉണ്ടായിട്ട് അതിന് നോണ പറയിപ്പിച്ചിട്ട് കാര്യമില്ല. ഉള്ള കാര്യം നിങ്ങൾക്കറിയാം, ഉള്ള കാര്യം നിങ്ങൾക്ക് മുഖത്തേക്ക് സംസാരിക്കാൻ അറിയില്ല, നിങ്ങൾ തലയ്ക്ക് സുഖമില്ലെന്ന് അറിയാം. അർത്ഥം ചികിത്സിക്കാൻ പഠിക്കുക. അത് പറയുന്നോടത്ത് പറയാം, അല്ലാണ്ട് ആവശ്യമില്ലാത്ത ബളയല്ല. പറഞ്ഞത് കേട്ടുണ്ട്, പിന്നെ മാറാൻ പറ്റണില്ല ഇങ്ങനത്തെ കാര്യങ്ങൾക്ക്. അയ്യോ 18 പിന്നുണ്ടായുള്ളൂ 35. ഇപ്പം ഘട്ടം ഘട്ടമായി പറയുന്നത് അതുകൊണ്ടാണ്. നിങ്ങളുടെ സങ്കോചിതമായ മനസ്സ് വികസിക്കറിയില്ല. നിങ്ങൾ അതേപടി ഏതോ നിങ്ങൾ 20 വർഷം മുമ്പ് 20 വർഷം കള്ളം കുടിച്ചിട്ടൊക്കെ അടിച്ച് വിവരമില്ലായ്മയിൽ കുടിച്ച് വന്നതിൻ്റെ മോളാണെങ്കിൽ പാർവതി അബോർഷൻ ചെയ്യണവരെയും തമ്മിൽ കൊല്ലിക്കണ പോലെ വെടുത്ത മാറ്റി കൊടുക്കാണ്ട് ഇതന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്ന. എന്തായാലും നിങ്ങൾ ജനിച്ചത് ഈ വൃത്തിഹീനമായ ശിഖണ്ഡികളെയും ഡ്രഗ് അഡിക്ട്സിനെയും തലക്സ് വീഴാതെ നാവുകൊണ്ട് വിടണ ശിഖണ്ഡികളെയും നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ അവരെ അരച്ചുകൊണ്ടിരിക്കുമോ? വൃത്തിഹീനമായ അവിടെ മുതൽ മൂത്രമൊഴിച്ച് അവിടെ തന്നെ കുട്ടികൾ തുപ്പിയിട്ടിട്ട് അവിടെ പല്ല് തെച്ച് തുപ്പിയിട്ടിട്ട് 3 വർഷം കുളിക്കുക കഴുകാണ്ട് കാശ് മേടിച്ച് നടക്കണവർ, ആശ ഡ്രസ്സ് നടക്കണവർ, ആരെങ്ങനെയുള്ള ശാപങ്ങൾ ആരാധിക്കാൻ പോണത്? അതുപോലെ മുസ്ലിംസും ഹിന്ദുസും റോമൻ കാത്തലിക്സും ഈ വിഡിത്തത്തിന് സപ്പോർട്ടാണ്, വിപരീതം ചെയ്യണവർ. എത്ര പറഞ്ഞാലും അവരുടെ സ്വന്തം പാതിരി കുൾത്താര കുട്ടിയാവാൻ നിൽക്കണവരെന്താണ് അതിൻ്റെ ആവശ്യമില്ല. അവരെന്താ പറയണേ, പാതിരികൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എന്താണ് അവരാവശ്യമില്ലാന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ വല്ലാണ്ട് റിപ്പീറ്റ് ചെയ്ത് നക്കപ്പിച്ച സാലറിക്ക് ചെയ്യാത്ത വിഗ്രഹങ്ങളുടെ കൂടെ ആരാധിച്ച് നടക്കരുതെന്ന്. അപ്പോൾ അവരെന്താ പറയണത്? കടന്നുപോക്കൽ കഴിഞ്ഞു, അതാണ് അവിടെ അവസാനിച്ചു, പഴയ നിയമം പോയി എന്ന് പറയുന്നത്. അങ്ങനെയല്ല, അങ്ങനെ ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ലേ. പഴയ നിയമം പോയി എന്ന് പറയുന്നത് എന്താ? പഴയ യാക്കോബൈറ്റ് എന്നൊക്കെ പറയുന്നത് അങ്ങനത്തെ പ്രൈസ്ഹുഡ് നിന്നതാണ്. സാധാ ജോലി പോലെ നിന്ന് വിലയില്ലാണ്ട് റിപ്പീറ്റ് ചെയ്യരുത്. എന്താണെങ്കിലും മാതൃകയൊന്നും ഇവിടുത്തെ ഒരു വിക്കാരിയസ് ആക്ഷൻ്റെ ആവശ്യമില്ല. മനസ്സിലായ?
അതിൻ്റെ ഒരു മാതൃക, അതിൻ്റെ ഒരു ആസ്വാദനം കാണിക്കേണ്ട ഒരു ആവശ്യമില്ല. റിപ്പീറ്റഡ് സാക്രിഫൈസ് തന്നെയാണ്, അതിൻ്റെ ആവശ്യമില്ല. പാതിരികൾ കടന്നു പോക്കൽ കഴിഞ്ഞു. അതാണ് പഴയ നിയമം പോയി എന്ന് പറഞ്ഞാൽ വെഡിത്തല പറഞ്ഞു കൊടുക്കുന്നത്. അതാണ് കുറേ കുൽത്താരം കുട്ടികൾ കുറേ ഡ്രഗ് അടിച്ച് കള്ളു കുടിച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു അവിടെ നിൽക്കേണ്ട കാര്യമുണ്ട്. എനിക്ക് സ്പെഷ്യലായി വന്നിട്ടുള്ള സമയത്തിന് ഇല്ല. ഹിന്ദി കുട്ടികളും എല്ലാം തന്നെ ചെയ്യണം. കുറേ റോമൻ കാത്തലിക്സും ഹിന്ദുസും മുസ്ലിംസും. നിങ്ങൾ ഒരു വർഷം കാണുന്നത് പറഞ്ഞു. പിന്നെ ഖത്തർനാക്ക് പറഞ്ഞു. ഉറപ്പില്ലാണ്ട് അവർ പറഞ്ഞിട്ടെന്താ കാര്യം? ഏതോ വിഡ്ഢി വയസ്സന്മാരെയാണ് നിങ്ങൾ സ്വപ്നം കാണുന്നത് അല്ലേ? നിങ്ങൾക്ക് കേൾക്കുന്നത് ക്രിസ്ത്യാനിറ്റിനെ കുറിച്ച് ഉള്ള യോജിച്ച് പറയണ രീതി പറയണത്, അതിനനുസരിച്ച് സന്ദർഭ രീതിയിൽ നിങ്ങൾ അനുസരിച്ച് നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ ചൊറിച്ചിലുണ്ടെങ്കിൽ, കേൾക്കാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ 3 വർഷം 10 വർഷം ഓഫ് ചെയ്ത് കടന്നിറക്കി. ഞാൻ എനിക്ക് ക്യാമറ കണക്ഷൻ തന്നാലും ഞാനത് നോക്കിയിരിക്കാൻ പോകില്ല. അതുപോലെ നിങ്ങൾ ചെയ്തോ. നിങ്ങൾക്ക് ഇവിടെ ബാഡ് പ്രസൻസ് നിങ്ങൾക്ക് സ്വയം ഇവിടെ വിൽക്കേണ്ട കാര്യമില്ലെങ്കിൽ ഹിന്ദുസും മുസ്ലിംസ് റോമൻ കാത്തലിക്സും ക്രിസ്ത്യൻസും അല്ലാത്തവർ പൂട്ടി കടന്ന് ഇത് കാര്യങ്ങൾ അടച്ച് ഉറങ്ങിക്കുക. നോക്കേണ്ട കാര്യമില്ല. നിങ്ങളിവിടെ ക്ഷണിച്ചിട്ടും ഇല്ല. ഇവിടെ റെക്കോർഡിങ്. ഇത് എൻ്റെ പേഴ്സണൽ, ഇത് എൻ്റെ റൂം. മനസ്സിലായ? ഇത് കേൾക്കേണ്ടവർ ചിലപ്പോൾ യഹൂദിയരാ പെന്തക്കോസ്ത അവർ തർജ്ജമ ചെയ്ത് യഹൂദിയ ക്രിസ്ത്യൻസ് പലരും കേട്ടോളും. അവർ കേട്ട് അവരുടെ കാര്യം വേറെ എന്തെങ്കിലും പറഞ്ഞോട്ടെ, ചെയ്തോട്ടെ. പക്ഷെ നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ ചൊറിച്ചിലാണ് തോന്നുന്നുണ്ടെങ്കിൽ വിഡിത്തത്തിലുള്ള ചൊറിച്ചിലും കൊണ്ട് നിങ്ങൾ ചൊറിഞ്ഞേ തീരും. മനസ്സിലായേ? അവരുടെ വിവരം കെട്ടിട്ട് മാറാൻ തയ്യാറായില്ലെങ്കിൽ, സ്ട്രെങ്ത് ആയിട്ട് നടക്കാറില്ലെങ്കിൽ ഈ മുസ്ലിംസും ഹിന്ദുസും റോമൻ കാത്തലിക്സ് പോലത്തെ കുറേ കുഞ്ചുകാരും ശിഖണ്ഡികളെ ആരാധിക്കണവർ പോലെ പിൽസ വർഷം പ്രഗ്നൻ്റ് ആയി നടക്കാല്ലാണ്ട് ചൊറിഞ്ഞിരിക്കാന്നല്ലാണ്ട് സ്വയം അല്ലാണ്ട് വേറെ ഒന്നും നടക്കാൻ പോകണേ. അതുപോലെ തന്നെയാണ് 37+37 എന്ന് പറഞ്ഞാൽ 74 എന്ന് പറയുമ്പോൾ 74/28 ആണ്. അത് ഞാൻ പറയണത്. ഇപ്പം ഞാനിപ്പോൾ എൻ്റെ ഇപ്പോഴത്തെ NH ഈ നമ്മുടെ ഹൈവേയിൽ NH 544 എന്ന് പറയണത് അല്ലേ? NH 540 N എന്നുള്ള Hൻ്റെ കൂടെ ചേർക്കണതിന് കാര്യമുണ്ടോ? 544 എന്ന് പറഞ്ഞാൽ പണ്ട് NH 47 ആയിരുന്നു. ഒരു 2005 2008 2009 വരെയെങ്കിലും NH 47 എന്നായിരുന്നു ഈ ഹൈവേ ആയിട്ട് നമ്മുടെ തൃശ്ശൂരുള്ള ഹൈവേ. അത് സേലം അവിടെ വരെ എത്തണത്. അപ്പോൾ കൊച്ചി ഇവിടെ തൊട്ട്. അപ്പം NH 47 അതിൻ്റെ കണക്ക് നോക്കി. N എന്ന് പറഞ്ഞാൽ 14ാമത്തെ അക്ഷരമാണ്. H എന്ന് പറഞ്ഞാൽ 8ാമത്തെ അക്ഷരമാണ്. പിന്നെ 47 ആണ് വരുന്നത് അല്ലേ? 4+7 എത്ര? 4+7 8 9 10 11. 4+7 8 9 10 11 ആണ് അല്ലേ? അപ്പോൾ 11 വയസ്സെന്ന് ആ വഴി വെണ്ടൂരും ഒല്ലൂരും ചെയ്യാൻ അടുത്ത് കിടക്കണതിൻ്റെ നടുക്കിൽ 11 വയസ്സ്. അപ്പോൾ 4x7 എന്ന് പറഞ്ഞാൽ 28 അല്ലേ? 4x7 28. അതുപോലെ N എന്ന് പറഞ്ഞപ്പോൾ 14 എന്ന് പറഞ്ഞ ലെറ്റർ N H 8. അപ്പോൾ 14 എന്ന് പറഞ്ഞാൽ 2 എന്ന സമയമാണ് അല്ലേ? 8 ക്ലോക്കിൽ. അന്ന് അത് മോഡേൺ ക്ലോക്കില്ല, ചെറിയ ഹൈവേ ഉള്ളപ്പോൾ 2/8. അപ്പോൾ 2/8 4x7 47 28. അപ്പോൾ 2888 പോലെ ആയില്ലേ? 3 8 2 8 2 8 28 28 28 428 NH 47. അപ്പോൾ ഈ 28 3 അതിൻ്റെ 2 888 നിൽക്കുന്നുണ്ട് അല്ലേ? 2x8 16 2x8 16 16 × 2 32. 32 വയസ്സിൽ എന്തെങ്കിലും നടക്കുന്ന പോലെ 16+16. അപ്പോൾ അത് തന്നെയാണ് ഇപ്പോൾ 2006 2009 ഒരു മറ്റേ പാർവതി തിരുവനന്തപുരം കൊട്ടിട്ട് പ്രൊപ്പോർഷൻ ചെയ്ത് നടക്കണല്ലേ? ഫിലിംസ് കഴിച്ച് നടക്കണവർ ആണും പെണ്ണും സിനിമയിലൊക്കെ അഭിനയിച്ചിട്ട് പിന്നെ അവൾ അഭിനയിച്ചിട്ടില്ലേ? ആണും പെണ്ണും സിനിമ പണ്ട് എപ്പോഴോ നടന്നതാണ്. അപ്പോൾ 2017 എപ്പോഴാണോ? 2017 ആണോ 2018 ആണോ 2021 അറിയില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കുറേ കറുത്താണോടൊക്കെ ബോർഷ ചെയ്ത് നടക്കണവരും പലർക്കും മേടിച്ച് കൂട്ടാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ പാർവതിയിലോട്ട് 37 വയസ്സ് തന്നെയാണ്. അപ്പോൾ 37 74 പോലെ. പുനീത് രാജ്കുമാർ ഞാൻ 2021 ചന്ദാപുര ബൊമ്മസാന്ദ്ര KA59 7302 2021 തന്നെയാണ്. 7302 തിരിച്ച് നോക്കി. അപ്പോൾ T37 മറിച്ചുള്ളത് തന്നെയാണ് 7302. അപ്പോൾ 37 74 വീണ്ടും വരുന്നുണ്ട്. 74/28 എന്ന് പറയും. അവിടെ കൂടെ ഹൈവേ ഫുള്ളും വന്നത് ഇലക്ട്രോണിസിറ്റി ഓടിച്ച് നടന്നതും. അപ്പോൾ പോലീസുകാർ വെട്ടിച്ച് ചെയ്യുന്നതും പിന്നെ പറഞ്ഞ് വിട്ടയക്കുന്നതും ഫൈൻ മേടിച്ചിട്ട് പറയുന്നതും. അപ്പോൾ എനിക്ക് ആ സ്ഥലം ഇഷ്ടമില്ലെങ്കിലും അവിടെ നിൽക്കണതും വ്യത്യാസമുണ്ട്. അപ്പോൾ വ്യത്യാസമുള്ളത് എന്തുകൊണ്ടാണ്? അവിടുത്തെ ബാഡ്ലി അറ്റ്മോസ്ഫിയർ എനിക്ക് കൊള്ളാത്തതുകൊണ്ട്, കുടിച്ചിട്ട് നടക്കാത്തതുകൊണ്ട്. എന്ന് പറഞ്ഞിട്ട് ബോധമില്ലാത്തൊരു
അപ്പോൾ സത്യം ഇല്ലാണ്ടാക്കിയതല്ല. അതല്ല ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത്. ബോധത്തോടെ കാര്യങ്ങൾ സഹിക്കുകയാണെങ്കിലും പുനരുദ്ധരിക്കുകയാണെങ്കിലും അത് ഡ്രഗ് സർക്കാർ അപ്പം അവിടെ വീഴും സോറ ഛർദ്ദിച്ച്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ കൊട്ടൂര് നടക്കണം 37 അല്ലേ? അപ്പോൾ NH-47 കാര്യം പറഞ്ഞു. അപ്പോൾ 2006 അവളുടെ പുതിയ സിനിമ ഇറങ്ങി, പുനീത് രാജ്കുമാർ അപ്പം മരിക്കുന്നത് 2021. എനിക്ക് അന്ന് 33 വയസ്സാണ്. അപ്പോൾ 3 × 3 9, 3 + 3 6, 69 വീണ്ടും ഉണ്ട്. മരിച്ച 69, 6 + 9 15, 3 6 സമയം 362, 3 6 7 8 9 11 12 13 14 നമ്പർ 15 1 × 5 3 എന്ന സമയം 6 1 + 5 6. അപ്പോൾ 2006 അവൾ കയറുമ്പോഴും സെപ്റ്റംബർ 9 അപ്പോൾ ചിക്കൻ ബോക്സ് കിട്ടിയ ഒരു കുറേ പേര് അവിടെ നിന്ന് പോയി. ഡിസംബറിൽ 3 മാസം തിരിയുമ്പോൾ 70 ബോയ്സ് 2 പേര് അവിടെ ഉണ്ടായിരുന്നുള്ളൂ. സർക്കംസിഷൻ ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നുള്ളേ. അപ്പോൾ അങ്ങനെ ചിന്തിക്കണില്ല അതിനെക്കുറിച്ച്. അപ്പോൾ അത് കഴിഞ്ഞ് നിങ്ങൾ ഓരോ വെടുത്ത ചിന്തിക്കണം, അതിൽ വ്യത്യാസമുണ്ട്. പിന്നെ എന്താ ഞാൻ പറഞ്ഞത്, 2009 പിന്നെ അവളുടെ വേറെ സിനിമ ഇറങ്ങുന്നത്, ഈ പുനീത് രാജ്കുമാറിൻ്റെ കൂടെ തന്നെ വേറെ നീനും ഘടികാര സമയം എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ പാട്ടുകൾ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ അവൾ അവിടെ അഭിനയിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. പിന്നെ ഇങ്ങോട്ട് മലയാളത്തിൽ തന്നെയാണ്. അപ്പോൾ ശ്രേയ ഘോഷാൽ പിന്നെ ഇവിടെ പാടി തുടങ്ങി 2010 കഴിഞ്ഞ് 2009 കഴിഞ്ഞ്. അപ്പോൾ കേരളത്തിൽ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തങ്ങി നിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ 2006 to 2009 തന്നെയാണ്. അതുപോലെ 2016 ഛത്തീസ്ഗഡ് ഫസ്റ്റ് ടൈം സെക്കൻഡ് ടൈം എന്ന രീതിയിൽ പോകുമ്പോൾ 2017 18 നടക്കുന്നുണ്ട് സെക്കൻഡ് ടൈം 7 8. 2019 എന്ന് പറയുമ്പോൾ 7 എന്ന സമയം. 2016 എന്ന് പറയുമ്പോൾ 1 + 6 7 4 7. 2019 കൊറോണ പ്രാക്ടീസ് ചെയ്ത 2019 7 എന്ന സമയം. 16 4 സമയം. വീണ്ടും 7 × 4 28 വരുന്നുണ്ട്. സെക്കൻഡ് ടൈം അങ്ങോട്ട് പോയി തിരിച്ച് വന്നിട്ട് ഈ 2020 2020 4 4. 2016 2017 2018 2019 4 2020 2024. അത് അതിൻ്റെ അർത്ഥം 4 × 4 16 4 × 4 16 16 × 2 32. അപ്പോൾ 2019 കഴിഞ്ഞിട്ടാണ് 32 വയസ്സാവുന്നത് എനിക്ക്. അതുപോലെ 2017 2018 എന്ന് പറയുമ്പോൾ 5 6 17 6 8 18 6 എന്ന സമയം. അപ്പോൾ ഈ 5 6 എന്ന് പറയുന്നത് ഈ ഇപ്പോൾ 32 വയസ്സ് പറഞ്ഞു 2020. 3 × 6 3 × 2 6 2 3 2 3 6 3 + 2 5 എന്ന് പറഞ്ഞാൽ 5ഉം 6ഉം 95 96 എനിക്ക് വന്നിട്ട് തേർഡ് സ്റ്റാൻഡേർഡ് സെക്കൻഡ് സ്റ്റാൻഡേർഡ് സർട്ടിഫിക്കറ്റ് ഇട്ടാണ്ട് സെക്കൻഡ് സ്റ്റാൻഡേർഡ് തേർഡ് സ്റ്റാൻഡേർഡ് 2 3 6 2 3 2 + 3 5 എന്ന പോലെ കോണിപ്പള്ളിയിൽ നിന്ന് പഴയ ഗോത്തിക് പള്ളിയിൽ നിന്ന് വെണ്ടൂർ പള്ളിയിൽ നിന്ന് വീഴുന്നതും ആർത്രൈറ്റീസ് കിട്ടുന്നതും. അതുപോലത്തെ 30 വയസ്സിൽ പ്രാക്ടീസ് ചെയ്യേണ്ട 2019 ഏപ്രിൽ 21. അതുപോലെ ഫ്രാൻസിസ് ഏപ്രിൽ 21 2025 മരിക്കുന്നത്. 2 + 5 6 7 തന്നെയാണ് 87 2019 കഴിഞ്ഞ്. അപ്പോൾ ആ രീതി തന്നെ വരുന്നത്. പിന്നെ ഈ ഇപ്പോൾ 2020 3 + 6 3 + 2 5 6ഉം ഈ 17 18 5 6ഉം 5 + 6 7 8 9 11ഉം ആ 95 96 5 6 7 8 9 11ഉം 47 NH-47 വഴി വേണ്ട രൂപ 4 + 7 8 9 11 11. അപ്പോൾ ഈ 3 11 തൊട്ട് 31 വയസ്സാണ്. അതായത് 2020 കഴിഞ്ഞ 2021 എനിക്ക് 33 വയസ്സിൽ കൊറോണ ഓഗസ്റ്റ് 2 ഞാൻ തിരിച്ച് പോരുന്നതും ജൂലൈ 28 അവിടെ തന്നെ വീണ്ടും ജോലി ചെയ്യുന്നതും ഹോം ഐസൊലേഷനിൽ വരുന്നതും കുഴപ്പമില്ല സ്വീകരിച്ചു നേടി കൊറോണ ഡെറൈവേറ്റീവ് എന്ന് കിട്ടുകയാണെങ്കിലും. പിന്നെ ആ രീതിയിൽ പോകുമ്പോൾ അന്ന് 2021 3 4 തന്നെ വരണം 1 + 2 3 3 × 4 അടുത്തത് 34 വയസ്സ്. 2021 2022 34 വയസ്സ്.
അത് 9x3 27 എന്ന 21/9/21 ഞാൻ റിസൈൻ ചെയ്യണു. 9/9 സമയം 9x3 27 പ്ലസ് 8/9 അപ്പാപ്പ മരിച്ച നാനിയും അപ്പാപ്പന കണക്ഷൻ ഫ്രണ്ട്സ് ആൻഡ്രൂസ് താഴത്തും ആൻഡ്രൂസ് തമ്പിയും പുതുക്കാളിൽ നിൽക്കുന്ന പോലെ നാനിയും അപ്പാപ്പനാണ് ചേർത്തത്. 3x9/27 നാനി മരിച്ച 3x9/27 2018 ഞാൻ സെക്കൻഡ് ബാംഗ്ലൂർ രാമകൃഷ്ണ ഹോസ്പിറ്റലിൽ അവിടെ ഞാൻ വർക്ക് ചെയ്ത ഹോസ്പിറ്റലായിരുന്നു മരിച്ചത്. പ്ലെയിൻ കൊണ്ടുവന്ന് ഫോർമാലിറ്റിയായിട്ട് സോഡിയം കുറഞ്ഞിട്ട് Na+ കുറഞ്ഞിട്ട് നാനി. അപ്പോൾ അത് കഴിഞ്ഞാൽ പോയിട്ട് അവർ വേർഡ്സും നമ്പേഴ്സ് കണക്ക് ആർക്കും അറിയില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ് യേശുവിടെ വരവ്. അപ്പോൾ ഒരു സമയം അനുസരിച്ച് വരുന്നത് ഒരു എല്ലാവരും അറിയും, പക്ഷെ അറിയാത്ത പോലെ തന്നെയാണ് വീണ്ടും പിടുത്തത്തിൽ മുഴുകി തീരണം അവർ. ബൂസല്ല അവിടെ വരുന്നത്, ബോധത്തോടെ സംസാരിക്കേണ്ട രീതിയാണ് വരുന്നത്. അതുപോലത്തെ ഈ ഇപ്പോൾ 93 എന്നോട് ആവശ്യമില്ലാണ്ട് ഓർക്കത്തും ഗാഠ നിദ്രയിൽ എഴുതിപ്പിച്ച് ബുക്ക് നോക്കിയല്ല ഞാൻ പറഞ്ഞത്. 1 തൊട്ട് 12 വർഷം 12 ടേബിൾ വരെ നോക്കാണ്ട് പറയിപ്പിച്ചത് 7:30, 8:30, 9:30, 10:30 ഓർക്കത്ത് എഴുതിപ്പിച്ച് നിർബന്ധിച്ച് പറയിപ്പിക്കേണ്ട കാര്യമില്ല. പറയിപ്പിച്ചതിന് 94 അത് കഴിഞ്ഞിട്ട് ചിക്കൻ പോക്സ് വീട്ടുപേരനുസരിച്ച് കിട്ടുന്നത് 94-36 ആണ്. ആ 36 വരേണ്ട സമയമായി, പേര് മാറ്റേണ്ട സമയമായി. മധ്യപ്രദേശിൻ്റെ ബിലായി കിടക്കുന്നത് ഛത്തീസ്ഗഡ്. അപ്പോൾ ഛത്തീസ്ഗഡ് 3-6 എന്നുള്ള രീതി വരുന്നുണ്ട്, തണുപ്പുള്ള സ്ഥലം 3-6. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ ഇപ്പോൾ വയനാട് ഉണ്ടായത് ഊട്ടി പോയി കഴിഞ്ഞിട്ട് അവിടെ ആ സമയത്ത് വരുന്നതാണ്. സമയത്തിനനുസരിച്ച് 2 മണിക്ക് 2:15 വെള്ളം പുറപ്പെടുന്നത്, ബ്രിം വഴി എത്തുന്നത്. ശരിക്കും മുങ്ങിന്ന് വരണം, ബാപ്റ്റിസാണ് മുങ്ങിന്ന് വരാൻ വേണ്ടത്. റോമൻ കാത്തലിക് ഹിന്ദു മുസ്ലിം പോലെയല്ല. മുസ്ലിംസിൽ ബാപ്റ്റിസവും സാക്രിഫൈസും, ക്രിസ്ത്യാനിറ്റിയെ കുറിച്ച് ആൽഫ ഒമേഗ ഒന്നും ഖുറാനിൽ പറയണല്ലേ. അതിനാണ് ഗാണ്ടു ശിവൻ, ഗാണ്ടു ഷാറുഖ് ഖാൻ, വിഡ്ഡി അള്ള, ഗാണ്ടു അള്ള, ഗാണ്ടു ഖുറാൻ എന്നൊക്കെ പറഞ്ഞ തുപ്പുണ്ട്. അത് അവിടെ പറഞ്ഞ പോലെ പറയാൻ പറ്റില്ല എന്തിൽ. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ 2022 തന്നെയാണെങ്കിൽ 34 വയസ്സ് തികയുന്നത്. അപ്പോൾ എല്ലാം തീരാറുടെ സമയം 3x4 അല്ലേ. അപ്പോൾ 12ഉം 44ഉം 44 എങ്ങനെയാണ് വന്നത്? 3/4 12 എന്ന് വെച്ചാൽ ഇപ്പോൾ 2020 നടന്നത് 8/8 44, 18 × 16, 4 × 4 16 + 16 32. ഇപ്പോൾ 8-4 കൂട്ടി നോക്കിയാലും 8 × 4 32 തന്നെയാണ്. അപ്പോൾ 16 20 എന്ന് പറയുമ്പോൾ 4 സമയം, 8 സമയം, 4 × 4 16, 8 × 8 + 8 16, 16 + 16 32. ഈ 8-4 കൂട്ടി നോക്കുമ്പോൾ 32 ആണ് വരുന്നത്. അപ്പോൾ 32 വയസ്സ്, ആ കണക്കിൻ്റെ പെർഫെക്ഷനെ കുറിച്ച് പറയണം. പിന്നെ 33 വയസ്സ് 34 വയസ്സ് +22 ആയി. 33 വയസ്സിൽ കൊറോണ കിട്ടിയിട്ട് 34 വയസ്സിൽ 84ഉം 34ഉം 34 44 കൂട്ടി നോക്കി 8ഉം 3/4 is 5 6 7 7 × 7 + 8 7th August 87. ഡാഡിയുടെ മമ്മിയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി 78 7th August മാമയുടെ തന്നെ പറയണത്. അത് തന്നെയാണ് 3x4 12 എന്ന് പറയുന്നത്. 12 വയസ്സ് 12 ഫുള്ളായിട്ട് ഞാൻ ഇതുണ്ടായത് ഫുൾ 12 × 8 2060 ഉണ്ട്. 96 സമയത്ത് വീഴുന്ന കോണിപ്പടിയിൽ വീഴണ രീതി, ആ കാര്യം 2022 കഴിഞ്ഞ് 2023 അതുവരെ കഴിഞ്ഞു. 2023 11 എന്ന സമയം വീണ്ടും അതിനെ കാണിക്കുന്നത് 8-11 എന്ന രീതിയിൽ വരുമ്പോൾ മനസ്സിലാക്കും. 11ൻ്റെ രീതി അവിടെ വരണം. വെച്ചാൽ സെപ്റ്റംബർ 9th ഞാൻ റിസൈൻ ചെയ്യണം. ഒരു തന്നെ അവിടെ വരണം. 33 വയസ്സ് പറഞ്ഞ 3 × 3 9, 3 + 3 6 എന്ന പോലെ 6 9 എല്ലാം 7th August എല്ലാം കൂട്ടി കയറുന്ന അവിടെ കിടക്കണം. അപ്പം അത്രേ ഉള്ളു പറയാൻ.
മനസ്സിലായ? പരീക്ഷയിൽ പൊട്ടി കുടിച്ചിട്ടടിച്ച് നടക്കുന്നവരാണ്, ഒറ്റയ്ക്ക് ഫീൽ ചെയ്യണവർ, ക്ഷീണം തോന്നണവർ, ചിന്തഭാരം തോന്നണവർ, കുടിച്ചിട്ടടിച്ചിലാക്കി കഴിച്ച് നടക്കുന്നവർ, പിൽസ് അബോർഷൻ കഴിച്ച് നടക്കുന്നവർ, അവർക്ക് പേര് ക്ഷീണം മഴവി ആർട്ടിഫിഷ്യൽ മഴ വേണ്ടവരാണ്. വീണ്ടും നിങ്ങൾ പാലസ് കിടന്ന് അവിടെ കിടന്ന് കുടിച്ചിട്ടടിച്ച് സഹിക്കും. പോട്ടെ പോട്ടെ എന്ന് പറഞ്ഞിട്ട് അതിൽ കാര്യമില്ല. ഒരു നമ്മൾ പുനരുദ്ധരിക്കണ ഒരു കാര്യം പ്രാർത്ഥിക്കുന്ന ഉണർവോടെ ചെയ്യുന്നതൊക്കെ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് കുടിച്ച് ഇംഗ്ലീഷ് മാത്സ് എക്സാം എഴുതി മലയാളം മീഡിയത്തിൽ പഠിച്ചൊരു നല്ല മാർക്ക് മേടിച്ചു, കുടിച്ചിട്ടൊക്കെ അടിച്ച് നടന്നു, ബോധമില്ലാണ്ട് കിടന്നു, അറിവില്ലായ്മ വിവരമില്ലായ്മ അതല്ല ഇവിടെ വരുന്നത്. ബോധത്തോടെ ചെയ്യാറുണ്ട്. ഇപ്പം പഴകിയവരെ കുറിച്ച് അനുകരിച്ച് പേര് വിളിക്കാണ്ട് അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞു, മൂത്തവനെ പറഞ്ഞു ഒന്നും സർവീസ് ചെയ്തിട്ടില്ല, പക്ഷെ വേറെ വിഡിത്തരം വേറെ രീതിയിൽ ചെയ്തു, അതൊന്നും നമുക്ക് തോന്നണില്ല, പക്ഷെ വേറെ രീതിയിലാണ്. ചിലപ്പോൾ പോകുന്നില്ല പറഞ്ഞു. നിങ്ങൾ പറയണം എന്നാലും ഇവിടെ പ്രാർത്ഥിക്കുന്നത് എന്തെങ്കിലും ചെയ്യണ രീതി എനിക്ക് പറയുള്ളൂ. പക്ഷെ ചെയ്യേണ്ടത് നിങ്ങൾ ആവശ്യപ്പെടാണ്ട് ഞാൻ പോകുന്നുണ്ട്. നിങ്ങൾ ആവശ്യപ്പെടാനുള്ള നിങ്ങളുടെ നിശ്ചിതാവസ്ഥയല്ല. ചെയ്യേണ്ട സമയത്ത് പോകും, ചെയ്യാണ്ടിരിക്കേണ്ട സമയത്ത് വൃത്തികേട് ചെയ്തു, വേറെ രീതിയിൽ പോയി അങ്ങനത്തെ എല്ലാം വരുന്നത്. മനസ്സിലായോ? ഒരു പുനരുദ്ധീകരിക്കണ രീതിയിലാണ് വരുന്നത്. മനസ്സിലായി? നിങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ തോൽക്കുക തന്നെ ചെയ്യും. നിങ്ങൾ എത്ര വലിയ അമ്പിളി കാണിച്ചാലും കുമ്പിളി കാണിച്ചാലും കാര്യമില്ല. നിങ്ങൾ ഓടിപ്പോണ രീതിയിൽ ചോരുതാറോ പൊന്നിച്ച് ഓടണം പോലെ തന്നെയായിരിക്കും. മനസ്സിലാവുന്നുണ്ട്? അവിടെ ചെറിയ കാര്യങ്ങൾ പഴയുന്നത് അതിൽ കാരണമുണ്ട്. അതുപോലത്തെ ഒരു കാര്യം പഴയാൻ വന്നത് എന്താണ്, നിങ്ങളെന്ത് ഡീൽ ചെയ്ത് വേറെ എന്തെങ്കിലും ചെയ്താൽ എനിക്ക് കുഴപ്പമില്ല. അതിൽ നമ്മൾ സ്കൂളിങ്ങും മറ്റു വേറെ അപ്പം ചെയ്യുന്ന സ്കൂളിങ് കുക്കിങ്ങും ബാക്കി ഷോപ്പിംഗ് ചെയ്യുന്നത് ആ രീതിയിൽ പോകുന്നതാണ്. ഡീൽ ചെയ്യുന്നത് വേറെ ഡീൽ ചെയ്ത് വരുന്ന രീതി വ്യത്യാസമുണ്ട്. ഒരുമിച്ച് കാര്യം ഡിസ്കസ് ചെയ്ത് പോകണ ഒരു രീതി വ്യത്യാസമുണ്ട്. അത് വെളുത്തവൻ ചിടുങ്ങളെയാണ് അല്ല ഡിസ്കസ്. ഒരു കാര്യം കഴിഞ്ഞിട്ട് അടുത്ത ലെവലിലേക്ക് പോകാം ആവശ്യമുണ്ടെങ്കിൽ. അല്ലെങ്കിൽ കാണാത്തവരെയും നമ്മൾ ആകാശത്തിൽ കാണാത്തവരെയും അല്ല നോക്കുന്നത്. അപ്പോൾ കണ്ട് മനസ്സിലാക്കി പിന്നെ പോണത് രീതിയിൽ വ്യത്യാസമുണ്ട്. ആ രീതിയിൽ തന്നെ എവിടെയാണെങ്കിലും ഏത് സ്ഥലത്താണെങ്കിലും ഏത് പറമ്പിൻ്റെ മുക്കിലാണെങ്കിലും കുറ്റിക്കാട്ടിലാണെങ്കിലും അത് നടക്കേണ്ട സമയത്ത് തിരിച്ച് പ്രതീക്ഷിക്കാണ്ട് സ്നേഹിക്കുക, ബോധത്തോടെ ചെയ്യുക, സൂക്ഷിച്ച വാക്കുകൾ പറയാണ്ട് തിരിച്ച് പ്രതീക്ഷിക്കാണ്ട് പങ്കുവയ്ക്കുക, സ്നേഹിക്കുക, വിവാഹത്തിന് ഉൾപ്പെടെ ഇല്ലാണ്ട് സ്പിരിച്വൽ പ്രൈഡ് എന്നൊക്കെ പറയുന്നത് ഒരു ഒത്തൊരുമിച്ച് കാര്യം ചെയ്യുന്നത്. ചതിപ്പ് പറ്റി, ക്ഷീണം പറ്റി, ആർട്ടിഫിഷ്യൽ മറവി എന്ന് കുടിച്ചിട്ടടിച്ച് നടന്നു, അങ്ങനെയല്ല. ഡൈവേഴ്സായി അങ്ങനെയല്ല. അപ്പം മനസ്സിലാക്കി പഠിക്കുക ഇവിടെ എന്താ ചെയ്യണേ. നമുക്കിഷ്ടമുള്ളവർ മുമ്പേ കണ്ടിട്ട് കൊണ്ടുവരുന്നതാണ് നല്ലത്. കണ്ടു വന്നിട്ട് നിഴലും മെറാജും അവിടെ ഇവർ നിൽക്കുന്നവരൊരാൾ കാണുന്നു. കുഴവരുണ്ട്. ഡെസേർട്ടിൽ ഒരാളെ കണ്ട് സംസാരിച്ച് ചെയ്യണ പോലെയല്ല മഴുഭൂമിയിൽ മെറാജ് കണ്ടിട്ട് ദൂരെ നിന്ന് വരുന്നത് കാഞ്ചെന്ന് പറയുന്നത്. അല്ലാതെ കുറേ പേര് കാണുന്നുണ്ട് നിഴലും ഇതും. നമ്മൾ മുമ്പേ കണ്ട് സംസാരിച്ച് ആഴ്ചയിൽ വേണ്ടും അങ്ങനെയല്ല. പിന്നെ വെഴുത്തിൽ ക്ലേശ പോലെയുള്ളവർ ഞാൻ തിരഞ്ഞെടുക്കില്ല. അത് വേറെയാണ്. കഴപ്പം വേറെ രീതിയിൽ തിരഞ്ഞെടുക്കുക, കാണുന്നതും ചെയ്യുന്നത് വേറെ രീതിയിൽ. അതില്ലെങ്കിൽ വേണ്ട. അവർ ചെയ്യുന്നത് നമ്മൾ നോക്കട്ടില്ലല്ലോ. പിന്നെ എന്തിനും വിളിക്കരുത്, ഇഷ്ടമല്ല, മൈനറാണ്, ഒരു സുഖമല്ല ചെയ്യാണെങ്കിൽ എന്തിനെ കൊണ്ടുവന്ന് നിങ്ങൾ കൊണ്ട് ശരി കൊണ്ടുവരില്ല എന്ന് പറയുള്ളൂ. ജയിലിലാക്കും. അതിൻ്റെ ആവശ്യം നമ്മൾ കണ്ട് കാര്യമില്ലല്ലോ. ഒറ്റ ഒരു ബാഡ് പേഴ്സൺസിൻ്റെ ആവശ്യമില്ലല്ലോ. നമുക്ക് ചെയ്യേണ്ടത് ഇംഗ്ലീഷ് വെളുത്തത് ഒരിടത്തും പറ്റില്ല. നമുക്ക് വേണ്ടി വേറെ നോക്കുന്നത് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് വേറെ രീതിയിൽ എവിടെയും കാണുന്നതും ചെയ്യുന്ന വ്യത്യാസമുണ്ട്. അത് ഇവിടുത്തെ കാര്യമല്ല. മനസ്സിലാക്കുന്നുണ്ട്? ഞാൻ ഇംഗ്ലീഷ് ഫ്ലുവൻസി ഉണ്ട്. അപ്പോൾ തന്നെ ഫ്ലുവൻസി ഉണ്ട്. പക്ഷേ ഇംഗ്ലീഷ് എക്സാംസ് എഴുതാൻ പോർച്ചുഗീസ് ഇംഗ്ലീഷ് ലെറ്റേഴ്സ് ചെയ്തുകൊണ്ട് ഇംഗ്ലീഷ് എക്സാമും മാത്സ് എക്സാം എഴുതി പോകാൻ പറ്റില്ല. അപ്പോൾ ഇംഗ്ലീഷുകളൊക്കെ കുറേ ഹിന്ദുസൊക്കെ മാറി ഈ ശിഖണ്ഡികളെ അടിച്ച് നടക്കുന്നവരുണ്ട്, കുടിച്ചിട്ടൊക്കെ അടിച്ച്. അതുപോലെയല്ല, പലരുമുണ്ട്. അപ്പോൾ അതൊന്നും തന്നെയാവണമെന്നല്ല. മനസ്സിലാവുന്നുണ്ടോ? നീ വിഡ്ഢിയാടി. നിനക്ക് ആവശ്യമാണ് നീ ഇവിടെ വന്ന് സംസാരിക്കണം. നിൻ്റെ ആവശ്യമാണ് അല്ലേ? ഞാൻ പറഞ്ഞു ഒരു ഭയങ്കര പോലെ പലരും വേറെ സ്ഥലത്ത് കണ്ടത് അവർ ഞാൻ അങ്ങനെ കണ്ടപ്പോൾ ഇവിടെ വന്ന് സംസാരിക്കണം വേറെ ഉണ്ട്. അതാ വേറെ അടുത്ത് പറഞ്ഞ പോലെ ഇല്ലെങ്കിലും ജയിലിടുന്നതും മറ്റേ വേറെ ചെയ്തു അങ്ങനെ ചെയ്തു. നീ വേറെ കൊണ്ടുവന്നില്ല ജയിലിടുന്ന ജയിൽ വേറെ അടിക്ക് വരണ വേറെ കുടിച്ചിറവിലൊക്കെ കെട്ട് ബോധമില്ലാണ്ട് ചെയ്യണ പോലെ ഇല്ലത്. മനസ്സിലായ? നിൻ്റെ പളിവിട്ടനാവ് ആദ്യം നീ നിർത്താൻ പഠിക്കുക. അല്ലേ, കൺട്രോൾ ചെയ്യാൻ പഠിക്കും. വളി വിട്ടനാവ് കൊണ്ട് നിൻ്റെ ശ്വാസ പറഞ്ഞു ഞാൻ ഒറ്റയ്ക്ക് വേനിയാണ് ചെയ്യാൻ പവന് മരിക്കാന് ഈ ആർട്ടിഫിഷ്യൽ മാറി വേണം ചിന്തമാരുണ്ട്. ഞാനാണ് അവിടെ പറഞ്ഞു കൊടുക്കണം എന്നെ കുറിച്ച് ബാക്കിയുള്ളവരെ കുറിച്ചും. അല്ല, നിൻ്റെ വളി ഞാൻ വളി വെട്ടനാവാണ്. അത് നിൻ്റെ ശ്വാസ കാണിക്കണം, എൻ്റെ അല്ല. നീ വളി വെട്ടനാവാണ് ഗാഡ് വേർഡ് എന്ന് പറയുന്നത്. നിൻ്റെ പട്ടത്തലയുടെ വളിവിട്ട മോന്തം ഉണ്ടല്ലോ അത് കാണിക്കുകയാണ്. ഉള്ള കാര്യം സംസാരിക്കാണ്ട് ചോദിക്കുമ്പോൾ ആരെ കുറിച്ച് പറഞ്ഞു അതും അറിയാത്തത്. പ്യൂരോ ഞാൻ ആരെ കുറിച്ച് രോഗിയാണ് ഞാൻ പറഞ്ഞിട്ടില്ലേ. നീ വേറെ ബെഡിനെ സ്വപ്നം കാണുന്നത് പരീക്ഷയിൽ പൊട്ടിയിട്ട് ഡ്രഗ് അടിച്ച് കൊടുത്ത് നടക്കുന്നത്. 21 ദിവസം ബെഡ് റെസ്റ്റ് ആയാൽ അത് കഴിഞ്ഞിട്ട് 2 ആഴ്ചയോടെ ഒന്നുകൂടി ലീവ് എടുത്തിട്ട് നോട്ട്സ് ഒന്നും എഴുതാൻ പറ്റാണ്ട് ഡ്രഗ് അടിച്ചിട്ട് ബോധം കെട്ട് ധൈര്യമില്ലാണ്ട് കിടക്കണം അവരോട്.
ഞാൻ അത് ഞൊണ്ടി കൂർപ്പിഞ്ഞ സ്റ്റെപ്സ് കയറി ആരും സഹായിക്കാൻ വന്നില്ലല്ലോ. ആരെയും തോളത്തിട്ട് സഹായിക്കാൻ വന്നു നോക്കിയോ, ഓർത്ത് നോക്കേ. ഞാൻ പറയിപ്പിക്കാണ്ട് നീ ആവശ്യപ്പെടാതെ ചെയ്യുന്നതാ. നീ ആവശ്യപ്പെടാത്തത് നിന്റെ നിശ്ചിതാവസ്ഥ, നിന്റെ പിടുത്തം. ആരും തോളത്ത് ഞാൻ അവിടെ വന്നു കേട്ട് തോളത്ത് സഹായിക്കാൻ എന്തിനാ അവതരിപ്പിച്ചു കഴിഞ്ഞാലും നിന്റെ പിടുത്തം. അവരോട് ബെല്ലടിച്ച് കുടിച്ച് നടക്കാൻ പറഞ്ഞ് തോളത്തിടെ പൊന്തിച്ച് കൊണ്ടുപോകാൻ പലരുണ്ട്. അത് അനിയന്മാരാണ്, വിഡ്ഢികൾ, പറയിപ്പിച്ച് പറയണവർ. അവരിതൊന്നും പറയില്ല. അവർ പറയിപ്പിച്ച് പറയണ്ടെങ്കിൽ ഇതിനെതിരാക്കി പറയില്ല. ആ ബോധം ഇറങ്ങിയിരിക്കണം, തലയ്ക്ക് ബോധം വെക്കാൻ പഠിക്കും. അയ്യേ ഇവിടെ ഇങ്ങനെ അങ്ങനെ പറയണം. എനിക്കറിയാം നിന്റെ ഡ്രഗ് അടിച്ചിരിക്കണം വിഡ്ഢിത്തല്ല ഇവിടെ. പരീക്ഷയിൽ പൊട്ടി ഞാൻ പറഞ്ഞു അവരെ തോളത്ത് ഇടാനും നടക്കില്ല. ഞാൻ എല്ലാം നോട്ടി സ്റ്റെപ്പ് വന്നിട്ട് വീണ്ടും നോട്ട്സ് എഴുതി എടുക്കാൻ ചെയ്ത ഗേൾസിൻ്റെ ബോയ്സിൻ്റെ ആണെങ്കിൽ നിനക്ക് എന്താ ചെയ്യുക? നീ ബെല്ലടിച്ച് എനിക്ക് നോട്ട്സ് ഇട്ട് 2 ആഴ്ച കൂടി ഒന്നുകൂടി ലീവ് എടുത്തിട്ട് അവിടെ കിടക്കും. വേറെ ഉള്ളവരെ കൂടാതെ കൂടി ഡ്രഗ് അടിച്ച് കൊടുത്ത പ്രതികളെ അവിടെ ഇരിക്കും. നീ ഒരു കാലൊടിഞ്ഞ് വീണ് അപ്പോഴും കുറേ എടുത്ത് മുന്തിക്കാണ്ടാവും. ഇതല്ല. നിങ്ങൾക്ക് ഒന്നുണ്ടാകും പോലെ അവതരിപ്പിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്ത് സർവ്വക്ഷയങ്ങൾ എനിക്ക് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഇങ്ങോട്ടില്ല. ഞാൻ എന്തെങ്കിലും അങ്ങോട്ട് പറഞ്ഞാലും പറഞ്ഞാൽ നീ ഇങ്ങോട്ട് ഇല്ല. അത് പലപ്പോഴും കണ്ടിട്ടുണ്ട്. അത് നീ നിന്റെ നിഷേധാവസ്ഥ, നിന്റെ ആൾക്കാർക്ക് ഇതില്ലാത്തത്, നിന്റെ കുറിച്ചിലക്കടിക്കാണ് നിന്റെ വൃഡിത്തത്തിലെ ഹൊങ്ക്, നിന്റെ ബെല്ലോട് സംസാരിക്കാൻ പറ്റാത്തത്, നിന്റെ കുടിച്ചിലക്കടിക്കുന്ന അവസ്ഥ, ശോഷിച്ചാവസ്ഥ, നിനക്കൊന്നും ആവശ്യപ്പെടാൻ പറ്റാത്തത്, ശോഷിച്ചാവസ്ഥ നിർത്തിയില്ലെങ്കിൽ പല ശോഭനകളും എരന്നൂട്ടി ചാവും. മനസ്സിലായണ്ട? അപ്പോൾ ശരിയാണ് നിൽക്കാൻ പി ജിയിൽ താമസിച്ചപ്പെട്ട് പിന്നെ ഞാൻ പി ജിയിൽ വരുന്ന നീ വിചാരിച്ചില്ല അല്ലേ? സെക്കൻഡ് ടൈം ഞാൻ ബാംഗ്ലൂർ വരുന്ന നീ വിചാരിച്ചില്ലല്ലോ. അത് നീയല്ല. നീ കുടിച്ചിട്ടാക്കടിക്കാൻ വിട്ടിത്തല്ല. നീ കുടിച്ചിട്ടാക്കടിച്ച് പൈസകളുടെ കൂടെ ചെയ്യണ്ടെങ്കിൽ അത് എൻ്റെ കുഴപ്പമില്ല. ഞാൻ ആവശ്യമുള്ള KFC ബർഗർ കഴിക്കാൻ എനിക്ക് എത്ര ഞാൻ പറയാം അങ്ങനെയുള്ള എത്ര മുഖത്ത് സംസാരിച്ച് സെലക്ട് ചെയ്യാം. അങ്ങനെയുള്ളവർക്ക് വേണം ഫോം വിളിച്ച് നമുക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ നമ്മുടെ കാശ് കൊണ്ട് കയ്യിൽ ബാലൻസ് ഉണ്ടെങ്കിൽ സോഭക്ഷി വേറെ വല്ല കൂട്ടുകാർ സോഭക്ഷിയിൽ വേറെ അവരും കാണാൻ പോവാം. അത് നിന്റെ ബാധ്യസ്ഥതയല്ല. നീ ക്രിസ്ത്യാനിറ്റി കുറിച്ച് നിനക്ക് കണക്ഷൻ ഇല്ലാത്തത് ശരിയാത്ത കേൾക്കാൻ ഇഷ്ടമല്ലെങ്കിൽ ഇവിടുത്തെ കാര്യം ആലോചിക്കണം. നിന്റെ ബാഡ് പ്രസസ് ഇവിടെ ആവശ്യമില്ല. നിന്റെ ഹിന്ദു മുസ്ലിം റോമൻ കാത്തലിക് കൊണ്ട് നിങ്ങൾക്ക് വേസ്റ്റ് ആയിട്ട് നിരങ്ങി തമ്മിൽ എന്തിനോ വേണ്ടി ജനിച്ചതേ നിങ്ങൾ ജനിക്കേണ്ടായിരുന്നു. ജനിച്ചതോ തെറ്റ്, ജീവിച്ചതോ ജീവിക്കുന്നതല്ല, നിരങ്ങി നീങ്ങുന്നതോ തെറ്റ്. തമ്മിൽ കുഴി ചാടിച്ച് ഒരാൾ ചാവുമ്പോൾ അട്ടസിരിച്ച് നാടകം കളിക്കുന്നത്, ആരെ പറപ്പിച്ച് നാടകം കളിക്കുന്നത്, പിന്നെ നിങ്ങളായിരുന്നു കൂട്ടി ചാവുന്നത് ഏതോ പുനർജന്മം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് മിഥ്യാധാരണയിലായിരുന്നു കൂട്ടി നിരങ്ങി നീങ്ങുന്നത്. പൂന്ന് പറഞ്ഞിട്ട് തലയ്ക്ക് സൂലാണ് നടക്കുന്നത്. ഹിന്ദുസും മുസ്ലിംസും റോമൻ കാത്തലിക്സാണ് കൂടുതലും അവർ ക്രിസ്ത്യാനിറ്റിയിൽ പെടണല്ലേ. അപ്പോൾ അവരും പറഞ്ഞു ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ചിലവാവില്ലേ. ഞാൻ നിലപോലെ ഹിന്ദു ശിഖണ്ഡികളെ ആലോചിച്ചിട്ട് തലയ്ക്ക് സൂലാണ്ട് ബൈക്ക് ഓടിച്ചിട്ട് ബൈക്ക് ആക്സിഡന്റ് എങ്ങനെയും നിരങ്ങി ചത്ത മതി എന്നുള്ള പോലെയല്ല ഞാൻ. മനസ്സിലാണോ നിങ്ങൾക്ക്? നിന്റെ വളഞ്ഞ വീട്ടിൽ MDMA കൊണ്ടുകൂടെ വന്നാണ്ടല്ലോ ഒരു കാര്യമില്ല. ഞാൻ സെലക്ട് ചെയ്ത് എനിക്കറിയണം, ഞാൻ ചെയ്യും. അല്ലാതെ എവിടെയോ കണ്ട കുറേ നിഴലുകൾ അവിടെ നടക്കുന്നുണ്ടാവും. അവരോട് സംസാരിക്കാൻ പോണതല്ല എൻ്റെ ജോലി. മനസ്സിലാണോ നിങ്ങൾക്ക്? എനിക്ക് ആവശ്യമുള്ള ഞാൻ സെലക്ട് ചെയ്തോളും. ഞാൻ പറഞ്ഞു ഗ്ലേശം അങ്ങനെ വെളുത്തൊരു മോൾ എനിക്ക് അങ്ങനെ വലിയ താല്പര്യമില്ലാന്ന്. നീ വേറെ വീട്ടിലുള്ള സ്വപ്നങ്ങളോട് ഇവിടെ നടക്കില്ല. അതിന് ഗ്ലേശോ ഗുഡ്ക ഡ്രഗ് ധൈര്യമില്ലാത്ത വീട്ടിലുള്ള സ്വപ്നമാണ് നീ. ഈ അനിയൻ അവരൊക്കെ ഒരു കാര്യം നിർബന്ധിച്ച് പറയിപ്പിക്കുന്നതല്ലേ. ഒരു വിഡ്ഢിവാക്ക ഒരു കാര്യം മുഖത്തേക്ക് സംസാരിക്കാറേ അതിന് വേറെ ഒന്നല്ലാണ്ട്. എടി വിഡ്ഢി. നിന്റെ പോലത്തെ ബുദ്ധി നിന്റെ വിഡ്ഢി ബുദ്ധി എന്ന് പറയാൻ പറ്റില്ല. വിഡ്ഢി തലയ്ക്ക് സുഖമില്ലാത്ത വിഡ്ഢി അവസ്ഥ ഉണ്ട്, അവസ്ഥ. അത് എനിക്കില്ലെങ്കിൽ നിനക്ക് വല്ല കുഴപ്പമുണ്ടോ? ഞാൻ വല്ല സ്ട്രെങ്ത് ആയിട്ട് നിൽക്കുമ്പോൾ അതിനെ കോപ്പി ചെയ്യുമ്പോൾ നിന്റെ വിഡ്ഢി ബുദ്ധി എനിക്കില്ലെങ്കിൽ നിന്റെ വിഡ്ഢി ബുദ്ധി കാരണം എനിക്ക് വല്ല കുഴപ്പമുണ്ടോ? നിനക്ക് കുഴപ്പമില്ലുണ്ടാവുള്ളൂ. ശിഖണ്ഡിലായിരിക്കാന്ന് ചോദിച്ചാൽ എന്തിനോ വേണ്ടി ജനിച്ചു, എന്തിനോ വേണ്ടി ജീവിക്കണം, നേരെ നീങ്ങണം. ജീവിക്കാന്ന് പറയാൻ പറ്റില്ല. നീ എന്തിനാ DH വേറെ ഒന്നും ചെയ്യേണ്ട? ഞാൻ എന്താ ചെയ്യേണ്ടത്? വെളുത്ത മിറാഴ്ചയും ഇരുണ്ട മിറാഴ്ചയും നിഴലിൽ പലയിടത്ത് കാണുന്നുണ്ട്. 23-18 അത് ഇവിടെ നമുക്ക് എന്തെങ്കിലും ചെയ്യണ്ടെങ്കിൽ അതിന് വേണ്ടി ചെയ്യണോ? ഇവിടെ വല്ല ബർഗർ കേസ് വേറെ എല്ലാവരും ഉണ്ട് പലയിടത്തും. വേറെ ഷോപ്പ് സീറ്റ് എന്തെങ്കിലും നോക്കാം കാണാൻ പോലെ എന്തെങ്കിലും വേറെ ടൈപ്പിലാണ്. അത് വേറെ ഇത്. അത് ഇവിടെ ഉള്ളവർ ഞാൻ നോക്കണ്ട. ഇംഗ്ലീഷോ ഇരുത്തുമ്പോൾ ഇപ്പോൾ കുറേ ഇങ്ങോട്ട് പറയിപ്പിച്ച് പറയണവരും കുറേ വിഡ്ഢികളും ഗുഡ്ക്കി കഴിച്ച് നടക്കണവർക്ക് എങ്ങനെയാണ് ഇവിടെ വരണേ? അവരെന്തെങ്കിലും പറഞ്ഞു വളക്കെ വിളിക്കാൻ പോലീസ് വിളിക്കാന്നൊക്കെ പറഞ്ഞ ആ രീതിയല്ലത്. അവിടെ ഇഷ്ടപ്പെടാൻ കൂടുതൽ അവർ ചെയ്താൽ എൻ്റെ പങ്കെന്താ എന്നുള്ള ചോദ്യം പറയണം. ഞാൻ കൊണ്ടുവന്നിട്ട് വിട്ടിട്ട് ഞാൻ എൻ്റെ സ്വന്തം കാര്യങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി ഞാൻ ചെയ്തു. ഞാൻ എൻ്റെ ഇഷ്ടം ഞാൻ ചെയ്യുന്നതല്ലേ. എന്തൊരു ചെക്കപ്പൊക്കെ നീ അല്ലടാ നിന്റെ നാവിന്ന് വൃത്തികേട് പറയണേ. ഇതൊക്കെ എത്ര മുമ്പേ പറയണ്ട്? ഇവിടത്തെ കണ്ടു കഴിഞ്ഞിട്ടാണോ ഞാൻ ഇപ്പൊ പറഞ്ഞു തുടങ്ങിയതാണോ? ബാളി വിട്ട നാം കൊണ്ട് ഏത് വയസ്സ് വന്നാലും കാര്യമില്ല. അത് നീ വെട്ടി പ്രൂഫ് കൊണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ അതാണ് പ്രൂഫ് നിന്റെ. ഞാൻ നിങ്ങൾക്ക് എന്നെ കുറിച്ച് എങ്ങനെയാ അറിയാന്ന് ചോദിച്ചാൽ അവിടെ തൊട്ട് തുടങ്ങണം. ഞാനൊന്നും നിങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ലേ. മനസ്സിലാണെങ്കിൽ
ഞാൻ ചോദിച്ചു വരാം, ഞാൻ എങ്ങനെ വിളിക്കണേ? അവിടെ തോന്നിയിട്ടില്ല എന്തുകൊണ്ട് പല വേറെ മുകളിലുണ്ട്, അതിന് സോറി സംസാരിക്കാൻ വരാമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആളുകൾ സംസാരിച്ചോടെ അങ്ങനത്തെ കാര്യങ്ങൾ, അങ്ങനെ അർത്ഥങ്ങൾ മുഖത്ത് ചോദിക്കുമ്പോൾ ആരെ കുറിച്ച് പറയണത് നിങ്ങൾ അവർ പറയണല്ലേ? അതാണ് ഞാൻ പറഞ്ഞത് അല്ലേ? നീ ഒന്ന് ഓർത്ത് നോക്ക്, വിഡ്ഢി മറവി ഉണ്ടാകാൻ നോക്ക്. എന്നിട്ട് നിങ്ങൾക്ക് എന്നാ ബ്യൂട്ടി പ്രൂഫ് ഉണ്ടാകും, അത് ഞാൻ കുടിച്ചെടുക്കാൻ പോകണല്ലോ, ആ ബ്യൂട്ടി പ്രൂഫ് ക്യാമറ എൻ്റെ കയ്യിൽ വെക്കാൻ പറയും. അപ്പം ബാക്കിയുള്ള കാര്യം സംസാരിച്ച് വരും. അല്ലാതെ നിന്റെ മുസ്ലിമും ഹിന്ദുവും റോമൻ കാത്തലിക്കും ഇവിടെ വരണില്ല പറഞ്ഞ ഞാൻ. എങ്ങനെയാണ് നിന്റെ ഗ്ലീഷോ മുസ്ലിമും ഹിന്ദു അത് ആത്മഹത്യ ചെയ്തത് നിങ്ങളാണേ? അതിനാണ് ഞാനാണേ. നിന്റെ വയസ്സൻ ബുദ്ധി ഉണ്ടല്ലോ പഴകിയത്, അത് നിന്റെ കയ്യിൽ വെച്ചാൽ മതി. ഇവിടെ കൊണ്ടുവന്ന തൂറണ പോലെ ഒരു 10 ഓർഡർ ഓടും. പിന്നെ ഏത് സമയത്ത് ചെയ്യണമെന്ന് ഇത് മനസ്സിലാക്കുക. ചെയ്യേണ്ടത് ചെയ്യും, ചെയ്യണില്ലെങ്കിൽ ചെയ്യണില്ല. അത് നിങ്ങൾ ആവശ്യപ്പെടാണ്ടാണ്, നിങ്ങളുടെ നിശ്ചിതാവസ്ഥ. യൂട്രസ് ഉള്ളവരും പിൽസ് അബോർഷൻ പ്രഗ്നൻ്റ് ആയവരെയും തിരിച്ചറിയണം. അവരിത് പറയില്ല. റോമൻ കത്തോലിക്ക ആയാലും ഹിന്ദുസായ മുസ്ലിം ആയാലും ഏത് പണ്ടാരം പിടിച്ച നിരീശ്വരവാദി ആണെങ്കിലും പോലീസുകാർ നിരീശ്വരവാദി ഗണത്തിൽ പെടാണെങ്കിൽ അവരും കാര്യമില്ല. ഡ്രഗ് അഡിക്ട്സിന് ഡ്രഗ്സ് മേടിച്ചു കൊടുക്കാനാണ് ജയിലിൽ കിടത്തണമെങ്കിൽ ഡ്രഗ്സ് പിടിപ്പിച്ചിട്ട് എക്സൈസിന് കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നു. അവർ വീട്ടിലിരുത്തിയാൽ പോലായിരുന്നു. വീട്ടിൽ നിന്ന് ഡ്രഗ്സ് അടിച്ച് തമ്മിൽ കൊല്ലിക്കും വിചാരിച്ചിട്ടാവും ഇതിനുള്ളിൽ ഇടുന്നത് ജയിലിൽ. പക്ഷെ ഇപ്പം അങ്ങനെ അല്ലെങ്കിൽ പലരും തമ്മിൽ കൊല്ലിച്ചിരിക്കുന്നുണ്ട്. അവരെല്ലാവരും കൊണ്ട് ജയിലിടാൻ പറ്റുമോ? അപ്പം പറഞ്ഞു കൊടുത്തിട്ട് മാറാത്തവർ പോട്ടയം ചരിക്കും. മനസ്സിലായ? തമ്മിൽ കൊല്ലിച്ചിട്ട് നടന്നിട്ട് കാര്യമില്ല. അതുപോലെ പെണ്ണുങ്ങളും ഇങ്ങനത്തെ ഡ്രഗ് അടിച്ച് കള്ളു കുടിച്ച് നടക്കുന്നവരാണ്. തലേദിവസം വന്ന ബെല്ലടിച്ച് ഫുട്ബോളും പെല്ലെന്നൊക്കെ പറഞ്ഞ് ഡ്രഗ് അടിച്ചിട്ട് ചത്തവരും എല്ലാം ഫ്രൈഡ് റൈസ് വീണല്ല, ഛർദി അവിടുത്തെ ഇറച്ചി വീണാലും അവർ വിചാരിക്കുന്നത് സാലഡും കേടാന്നാണ്. അത് കഴിഞ്ഞിട്ട് അത് ഫ്രൈഡ് റൈസ് മിക്സ് ചെയ്ത് കഴിക്കും. അങ്ങനെയുള്ളവർ ഇവിടെ പറഞ്ഞിട്ട് ഞാൻ ഒരു കള്ളു കുടിച്ച ഫ്രൈഡ് റൈസും കഴിച്ചിട്ടുള്ളേ. അപ്പോൾ അങ്ങനെ കുറേ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ നീ വിഡിത്തവും വിശ്വസിച്ചുകൊണ്ടിരുന്ന ഷിജിനെയും മാമുക്കോയേനെയും കുമുട്ടീനെയും കുറേ കോയകളെയും പറഞ്ഞുകൊണ്ടിരുന്ന പെട്ടതലയും ഗാണ്ടു മോഹൻലാലും ഗാണ്ടു ഷാറുഖ് ഖാനും ഗാണ്ടു ശിഖണ്ഡി ശോഭനയും എല്ലാം ഗാണ്ടു നട്ടരാജികളും കൊണ്ട് പറഞ്ഞുകൊണ്ടിരുന്ന തൂറാൻ പോണ പോലെ അവർ നിൽക്കും. തൂറാൻ പോണ ഓട് ചെയ്യും. അപ്പോൾ ഇതിവിടെ കൊണ്ടുവരേണ്ട കാര്യം. അപ്പോൾ പറയുന്നത് ഏത് സമയത്ത് എന്ത് പറയണമെന്ന് നോക്ക്. നിങ്ങളുടെ പോലത്തെ ഇങ്ങനെ എപ്പോൾ പറയണം എന്ത് ചെയ്യണമെന്ന് മനസ്സിലാക്കാം. അല്ലാണ്ട് നിങ്ങളുടെ പോലെ ഏത് ഈ അപ്പോൾ എനിക്ക് കൊള്ളാത്ത കാര്യം നിങ്ങൾ വളി വെട്ടുന്നാവും ഷോർട്ട് ഫോമും കൊണ്ട് നടന്നിട്ട് നിങ്ങളുടെ ചിടുങ്ങൾക്ക് വരെ വെഡിത്തം പറഞ്ഞ് ഓതി കൊടുത്തിട്ട് 15 വയസ്സായിട്ട് 10 വർഷം ജീവിക്കണ കുറയുന്നതാണ് മനുഷ്യരുണ്ടെങ്കിൽ വെഡിത്തം വിശ്വസിച്ച് മാഷന്മാരുടെ കുടിച്ച് റഗർസ് MDMA 15-16 വയസ്സിൽ ഇപ്പം ചെറുപ്പം നടക്കണല്ലേ, 15-16 വയസ്സിൽ MDMA എല്ലാം അഡിക്റ്റ് ആവും അവർ കള്ളം കുടിച്ച്. അതുപോലെ ആക്കുന്നത് നിങ്ങളുടെ തെറ്റാണ് അല്ലേ? സെൽഫിഷ്നെസ്സും കുറ്റബോധവും ഏഷ്യം വൈരാഗ്യം കൊണ്ട് നടക്കണ മക്കളെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കുന്നത്. അത് ആൾക്കാർക്ക് ഇതുള്ളതല്ല, ആൾക്കാർ തമ്മിൽ വിഡ്ഢിക്കുന്നതാണ്, വിഡ്ഢികളായിട്ട് ഇതുള്ളത് നിഷേധാവസ്ഥ. ഒരു ശരിക്കുള്ള ചോദിച്ചറിയാണ്ട് ഡ്രഗ് അഡിക്ട്സ് പറയുന്നത് മാത്രം പറയുന്നത്, കുടിച്ച് ഡ്രഗ് അടിച്ച് നടക്കുന്നത്, ആവശ്യപ്പെട്ട് വരാൻ പറ്റാത്തത്, സ്വന്തം തിരിച്ച് പ്രതീക്ഷിക്കാൻ സ്നേഹിക്കുന്നതെന്ന് അറിയാത്തത്, പിന്നെ എന്നിട്ട് ബെല്ലടിച്ച് സംസാരിക്കാൻ പറ്റാത്തത്, വായ തുറന്നിട്ടായി സംസാരിക്കാൻ എന്തെങ്കിലും സംസാരിച്ചോ അത് സംസാരിക്കാൻ അറിയാത്തത്. ഇപ്പോൾ സർക്കംഷൻ ചെയ്ത് 26 വയസ്സ് തൊട്ടാണ്, 12 വയസ്സ് തൊട്ടല്ല. അപ്പോൾ കുറേ ഹിന്ദുസ് താഴെ ഇറങ്ങണ പോലെയൊന്നല്ല, 8 ദിവസത്തിൽ സർക്കംഷൻ ചെയ്യണ പോലെയല്ല. അവർക്ക് 24 വയസ്സ് വരെ തൊലി മൂടി നിൽക്കില്ല. അപ്പോൾ താഴോട്ട് ചെയ്യണം അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാവില്ല. അത് വേറെ ഇത് വേറെ, പഴകിയവർ വേറെ അത് വേറെ, മാമുക്കോയ വേറെ. അത് മനസ്സിലാക്കണതില്ല. പരീക്ഷയിൽ പൊട്ടി ഡ്രഗ് അടിച്ച് നടക്കുന്നവരാണ് വെഡിത്തം വിശ്വസിക്കുക വിവരമില്ല എന്ന് പറഞ്ഞ് 15, 16, 17 പിന്നെ അങ്ങനെ ഒരു 35 പേര് അങ്ങനെ വയസ്സ് കുടിച്ച് ഡ്രഗ് അടിച്ച് നടക്കുന്നില്ല കാര്യമില്ല. അപ്പം അത് മനുഷ്യജീവികളല്ല എന്നർത്ഥം. തമ്മിലായിരുന്നു കുട്ടി കൊല്ലിക്കുന്നതൊക്കെ വ്യത്യാസമുണ്ട്. മനുഷ്യരുടെ രൂപമൊക്കെ ഉണ്ടോ? തമ്മിൽ കൊല്ലിച്ച് പെട്ടതലയായിട്ട് കുടിച്ച് ഡ്രഗ് ഛർദ്ദിച്ച് തമ്മിൽ കൊല്ലിച്ച് ചിരിക്കണവർ അട്ടച്ച് ചിരിക്കണ പലരും ഉണ്ടാവും ഇവരെ കൊല്ലിക്കണവർ. എന്നിട്ട് ഇങ്ങനെ മരിച്ചു ചോദിക്കുമ്പോൾ ഈ മോനെ കരഞ്ഞ നാടകം കളിക്കണവരുണ്ടാവും. ഇവർക്ക് വേണ്ടി നിന്റെ കയ്യിൽ നിന്റെ തന്തി തളപ്പറ ശിഖണ്ഡികളെ അരച്ച് വൃത്തിഹീനമായ ശിഖണ്ഡികളെ അരച്ചിട്ട് തമ്മിൽ കൊല്ലിച്ചിട്ട് ഈ മുസ്ലിമും ഹിന്ദു റോമൻ കാത്തലിക്കും വിഡ്ഢി നാടകം കളിച്ചിട്ട് ഇവിടെ ഒരു കാര്യമില്ല. അതാ പറഞ്ഞേ വേറെ വലിയ വീഡിയോ സ്വപ്നം തൊട്ട് ഞാൻ ചിന്തിക്കാത്തത് നീ ചിന്തിച്ചാൽ നീ തന്നെ ഇറന്നൂട്ടി വാങ്ങും. നീ പലത് ചിന്തിക്കുന്നത് വേറെ വല്ല മാമുക്കോയനും സ്വപ്നം തൊട്ട് ഒരു കാര്യമില്ല. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്താ ചോദിക്കും. ഞാൻ ഫുള്ള് ഒരു ഘടനയിൽ നിൽക്കണം, മനസ്സിലുണ്ട? വരുത്തിക്കാൻ അറിയാമെന്ന് പറഞ്ഞത്, വരുത്തിക്കാനും അറിയാം, ഓടിപ്പിക്കാനും അറിയാമെന്നുണ്ട്. വരുത്തിക്കാൻ അറിയാൻ പറഞ്ഞ് ഇങ്ങനെ ഈ രീതിയിൽ പറഞ്ഞിട്ട് പല രീതിയിലും വെട്ടി പ്രൂഫ് കൊണ്ടുവരുന്ന പല രീതിയിലും പിന്നെ എനിക്ക്
ആ അങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് വേറെ രീതിയിൽ സംസാരിക്കാൻ അറിയാമെന്നാണ് പറഞ്ഞത്. വരുത്തിക്കാൻ നിങ്ങൾ ഓടുന്ന് പറഞ്ഞത്. സാധാ രീതിയിൽ തിരിച്ച് പ്രതീക്ഷിക്കാണ്ട് സ്നേഹിക്കുക, തിരിച്ച് പ്രതീക്ഷിക്കാണ്ട് പങ്കുവയ്ക്കുക, അതിന് ഉടമ്പടി ഇല്ലാണ്ട് ഷോർട്സ് വാക്കുകൾ വയ്ക്കാണ്ട് സ്പിരിച്വൽ ആയിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേറെ ചെയ്യാനായിട്ട് ദൂരെയുള്ള ആരും കാണാൻ അറിയാതെ മുമ്പ് നിങ്ങൾക്ക് അറിയണ്ട. അവരൊന്നും ഞാൻ കാണാനില്ല, കണ്ണുമുക്കുന്നുണ്ട്. അത് കണ്ട് മനസ്സിലാക്കി വരുന്നതും പരിചയപ്പെടുന്നതും അത് വേറെ. അതിന് വരുത്തിച്ചോ, പക്ഷെ ഓടിപ്പിക്കേണ്ട കാര്യമില്ലേ. മനസ്സിലായേ? നിങ്ങൾ വിഡ്ഢി കുരുട്ട് ബുദ്ധി കൊണ്ടുവന്ന് വിഡ്ഢി പ്രൂഫ് കൊണ്ടുവന്ന് എൻ്റെ നിന്ന് വാങ്ങേണ്ടി വന്നു കഴിഞ്ഞാൽ, വാക്ക് കിട്ടേണ്ടി വന്നു കഴിഞ്ഞാൽ അതാണ് വരുത്തിക്കാനും ഓടിപ്പിക്കാനും അറിയാം. കണ്ട് നമ്മളൊക്കെ എന്തൊക്കെ മനസ്സിലാക്കി സംസാരിച്ച് എന്തെങ്കിലും ചെയ്ത് എന്തെങ്കിലുമൊക്കെ ആ സമയത്ത് എന്തെങ്കിലും വരുമ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കാണാത്തവരാരും കാണാൻ പോകുന്നില്ല ആരും. അപ്പോൾ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ ആരും അങ്ങനെയാണോ എന്ന് പറഞ്ഞ് മനസ്സിലാക്കി ചെയ്യണതിലാണ് ഇപ്പോൾ ഒരാൾക്ക് ഒരാഴ്ച പോകണ്ടല്ലോ, അത് കാണാൻ പോയി. അപ്പോൾ അതിലൊക്കെ കണ്ടുവരുന്ന എവിടെയെങ്കിലും പലരും ഉണ്ടാക്കും, അല്ലെങ്കിൽ ആരും എത്താനും ചെയ്യാനൊക്കെ. അത് തിരിച്ച് പ്രതീക്ഷിക്കാണ്ട് സ്നേഹിക്കുക, ഷോർട്സ് വാക്കുകൾ പറയാണ്ട് ഉള്ളത് ഉള്ള പോലെ പറഞ്ഞ അതുപോലെ ഞാൻ മനസ്സിലായില്ല എന്ന് പറയേണ്ട കാര്യമില്ല. ആരെന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ എന്ത് എന്നാ ചോദിക്കുള്ളൂ. പക്ഷെ അതിൽ തിരിച്ച് പ്രതീക്ഷിക്കാണ്ട് സ്നേഹിക്കുക, എന്ത് പ്രതീക്ഷിക്കാണ്ട് പങ്കുവയ്ക്കുക, ഷോർട്സ് വാക്കുകൾ പറയാണ്ട് സ്പിരിച്വൽ വിവാഹത്തിനോട് അത് വേറെ. അത് വരുത്തിച്ചോ നമുക്ക് അങ്ങോട്ട് പോകാനൊന്നും ചെയ്യാം. പക്ഷെ ഓടിപ്പിക്കലും ഒന്നുമില്ല. സാധാ രീതിയിൽ പോയി തിരിച്ച് ഷോർട്സ് വാക്കുകൾ പറയാണ്ട് തിരിച്ച് പ്രതീക്ഷിക്കാണ്ട് ഷോർട്സ് ഒന്നും കഴിക്കാണ്ട് സാധാ രീതിയിൽ എന്താ വെച്ചാൽ കഴിഞ്ഞു, അത്ര കഴിഞ്ഞു. ഇത് വേറെ രീതിയിൽ വളിവിട്ട മോന്തയും കൊണ്ടിട്ട് വളിവിട്ട കൊണ്ട് സ്വന്തം മക്കളെ വളിവിട്ട നേരെയാക്കാണ്ട് ആ ഈ വിഡ്ഢി പ്രൂഫും കൊണ്ട് വേറെ രീതിയിൽ വന്നാലുള്ള വരുത്തിക്കലും ഓടിപ്പിക്കലിനെ കുറിച്ച് പറഞ്ഞത്. അപ്പം നിങ്ങൾക്ക് മറവി രോഗം, ആർട്ടിഫിഷ്യൽ മറവി രോഗം ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ കയ്യിൽ വെച്ചാൽ മതി. അത് എൻ്റെ ഇവിടെ ചിലവാവില്ല, MDMA ഇവിടെ ചിലവാവില്ല. ഞാൻ പറഞ്ഞില്ലേ, നിന്റെ കൂടെ ഒരു പെണ്ണും ഗുഡ്ക കഴിക്കണവരും ഹിന്ദി ഇതിൻ്റെ ഗുഡ്കകളും ആരും ഇത് പറയില്ല. അവർക്ക് ഇതിന് പറയേണ്ട ഒരു കണക്ഷനില്ല, അറിയില്ല. അവർക്ക് ബൈബിളിനെ കുറിച്ച് അറിയില്ല, ഒരു കോണത്തിനെ കുറിച്ച് അറിയില്ല. മുസ്ലിംസും ഹിന്ദുസും റോമൻ കാത്തലിക്സും ഈ വിഡിത്തം കൊണ്ട് നടന്നു കഴിഞ്ഞാൽ നിരീശ്വരവാദം, ഹിന്ദു എന്ന് പറഞ്ഞാൽ ഹിന്ദി, മുസ്ലിം റോമൻ കാത്തലിക്കും ശിഖണ്ഡി ആരാധന തന്നെയാണ് അത്. അവരുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ നോക്കിയാൽ വേറെ ടൈപ്പാണ്, അറിയാലോ. കുറേ ജീവനത്തെ വിഗ്രഹങ്ങളും കുറേ വൃത്തികെട്ട ഹിന്ദി എഴുതിയിട്ടുണ്ടാവും, വേറെ ടൈപ്പ് ബംഗാളി ലാംഗ്വേജ് എഴുതിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ വേറെ ടൈപ്പുള്ള പേരോ വിശ്വാസും കുസ്വാസും അവരുടെ തന്തയും തള്ളയും ഒരു കെട്ടൊക്കെ വേറെ ടൈപ്പുള്ള ശരീരം, വേറെ മണത്തും കുറേ പാൻപരാഗിൻ്റെ പാക്കറ്റുകൾ ഇത് സെല്ല് ചെയ്യണ ഇത്ര കാശിന് വേണ്ടി തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു അഡ്വർടൈസ്മെൻ്റ് ആവും. അപ്പം നീ അതും കൊണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെളിവില്ലെങ്കിൽ നിന്റെ നാവ് കടിഞ്ഞാണില്ലാത്ത ഭർത്താവും ഭാര്യ തമ്മിൽ പിരിയാളെ തിരിയാത്ത വാക്കുകളും ഷോർട്ട് ഫോം പറഞ്ഞു തന്നിട്ട് മക്കളും അളിവിട്ട നാവ് പറഞ്ഞിട്ട് നിന്നിട്ട് വീട്ടിലും പറഞ്ഞിട്ട് കാര്യമില്ല, ഇവിടെ വന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. മനസ്സിലാണ്? ഞാൻ വളിവിട്ട നാവും കൊണ്ട് ഷോർട്ട് കട്ടും ഷോർട്ട് ഫോമും കൊണ്ട് ഞാൻ ഇങ്ങനെ നടന്നിട്ടില്ലേ. ഉള്ള ഫുൾ ബോധത്തോടെ ചെയ്തേക്കണേ, ബോധത്തോടെ ഇനി ചെയ്യുള്ളൂ. ആര് സത്യം മാത്രം ബോധിക്കും, സത്യം മാത്രം പറയും, സത്യം ബോധിക്കുമെന്ന് പറഞ്ഞ് മറ്റേ ഇവിടെ പറഞ്ഞില്ലേ, അതല്ല ഇംഗ്ലീഷ് മര്യാദയ്ക്ക് അറിയാത്തവർ സൂപ്പർമാനിൽ അതൊക്കെ പറയിപ്പിച്ച് പറയണത്. ഇത് ആരും പറയിപ്പിക്കണ്ട, ഇല്ല. എനിക്ക് നർമ്മം ചേർക്കാം, എന്തുകൊണ്ട് ഞാൻ കുടിച്ചിട്ടൊക്കെ ചേർക്കണല്ലേ, ബോധത്തോടെ പറയണേ. അപ്പം നിങ്ങൾ വളി വിട്ടെന്നാവുകൊണ്ട് എവിടെ വീട്ടിലിരുന്നാലും എവിടെ ഇരുന്നാലും എനിക്ക് ഒരു കുഴപ്പമില്ല, ഞാൻ എൻ്റെ രീതിയിൽ നടക്കുന്നുണ്ട്. നീ എന്ത് പറഞ്ഞാൽ വേണമെങ്കിൽ പാറക്കല്ല് എടുത്തിട്ട് അപ്പുറത്തേക്ക് ഇറങ്ങുക, ഇത്ര വലിയ പാറ, എനിക്കൊന്നും ഉണ്ടാവാനും ഉള്ളു. മനസ്സിലുണ്ടോ? അത് ഞാൻ എന്ത് ചെയ്തില്ലെങ്കിലും അല്ലേ നിനക്ക് വേറെ രീതിയിൽ കിട്ടിയോളും. മനസ്സിലുണ്ടോ? വിഡ്ഢി പ്രൂഫും കൊണ്ട് വേറെ രീതിയിൽ കൊണ്ടുവരരുത്. ഓടിപ്പിക്കലും വരുത്തിക്കലും ഓടിപ്പിക്കലും നിങ്ങൾക്കാണ് ബാധകം. ബാക്കിയുള്ളവർ ഞാൻ തിരിച്ച് പ്രതീക്ഷിക്കാണ് സ്നേഹിക്കുക, ഹിന്ദി കുട്ടികളെ കുടിച്ചിട്ട് വളിവിട്ടെന്നാവാൻ അതല്ല, അവർക്ക് ഇതിനെക്കുറിച്ച് പറയണമൊന്നുമില്ല. അപ്പോൾ ഹിന്ദി കുട്ടികളുടെ പോലെ കുടിച്ചിട്ട് പ്യൂ എന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല. ഇവിടെ വന്നിട്ട് ഇവിടെ ഉള്ള കാര്യം പറയും, ഇവിടെ വന്നിട്ട് തലയ്ക്ക് സുഖം അവിടെ ഇവിടെ പറഞ്ഞിട്ടൊരു കാര്യമില്ല. കുടിച്ചിട്ടടിച്ച് നടന്നിട്ട് തലയ്ക്ക് സുഖമില്ലാണ്ട് നടന്നിട്ട് കാര്യമില്ല. തിരിച്ച് പ്രതീക്ഷിക്കാണ്ട് സ്നേഹിക്കുക, തിരിച്ച് പ്രതീക്ഷിക്കാണ്ട് പങ്കുവയ്ക്കുക, ഷോർട്സ് വാക്കുകൾ പറയരുത്, ഷോർട്സ് കഴിക്കരുത്, എന്താ പറയുക, തിരിച്ച് പ്രശ്നം പങ്കു സ്നേഹിക്കുക, സ്പിരിച്വൽ പ്രായത്തിന് ഉടമ്പടിയാണ് പറയണേ. നിന്റെ കൂടെ യൂട്രസും പെണ്ണും പിലിസ വർഷം നിന്റെ കൂടെ ഇരിക്കണല്ലേ, ഇപ്പോഴേ വളി വെട്ടനാവ് എത്രത്തോളം പറഞ്ഞു തീർന്നു. അപ്പം അത് ചെകുത്താൻ വെട്ടിയാണ്, നിന്റെ ഭാര്യ ചെകുത്താൻ വെട്ടിയാണ്, അതിന് മൂക്ക് കണ്ണൊക്കെ ഉണ്ടാവും, തലയിൽ സ്ഥിരത ഇല്ലെങ്കിൽ നാവ് വളി വിട്ട നാവ് മക്കളാണെങ്കിൽ അത് നേരെയാക്കാണ്ട് ഇവിടെ വന്ന് സംസാരിച്ചിട്ട് കാര്യമില്ല. കാണുമ്പോൾ ഒരു ഭംഗിയൊക്കെ തോന്നും, പക്ഷെ ചെകുത്താൻ വെട്ടികളെ വളി വിട്ട നാവും കൊണ്ട് നടക്കും. ഷോർട്ട് ഫോം പറയിപ്പിച്ച് പറയണ അർത്ഥമില്ലാത്തത്. അവർക്ക് എന്തെങ്കിലും നടക്കുക ഏതെങ്കിലും ആയിക്കോട്ടെ, സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ അറിയോ, അതെങ്കിലും എടാ നടക്കുക. എനിക്കൊരു ടയർനെസ് തോന്നുന്നില്ലല്ലോ. ഞാൻ ഇവിടെ തൊട്ട് ഞാൻ പറഞ്ഞ വെണ്ടൂർ അവിടെ വേലിപ്പാടം വരെ 23 കിലോമീറ്റർ ഉണ്ട്. അവിടെ എനിക്കറിയാം, ഞാൻ ആ പേസ് വെച്ച് നല്ല ഇതിൽ നടക്കും. അതൊക്കെ എങ്ങനെ മസിലും ലെഗ്സൊക്കെ എങ്ങനെ ഉപയോഗിക്കണം പഠിക്കുക. അവിടെ ആരും എന്നോട് കോൺടാക്ട് ചെയ്യില്ലല്ലോ.
എവിടെ കോൺടാക്ട് ചെയ്യുന്ന എവിടെയെങ്കിലും ഒരു ഇങ്ങനെ പറഞ്ഞു ഞാൻ ആർക്കും മനസ്സിലായി കണ്ടല്ലോ പോവും അവിടെ ഞാൻ നടക്കാൻ വേണ്ടി വന്നതാണ് 23 കിലോമീറ്റർ നടക്കാൻ വന്നതെന്ന് പറഞ്ഞാൽ അവർ വേറെ കുറിച്ച് നടക്കണവരും അവരുടെ കൂടെ നടക്കണവരും ചിന്തിക്കപ്പെട്ടത്. ഞാൻ ആരും ബോധിപ്പിക്കാനും ഇല്ല ഒന്നുമില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അടുത്ത ഓട്ടോ ആണെങ്കിലും ബസ് പഠിച്ച് പോകണം, എനിക്ക് കുഴപ്പമില്ല. ഇവിടെ ഒരു 1/2 മണിക്കൂർ കിടന്നിറങ്ങിയാൽ മതി സുഖമായിട്ട്. എന്നിട്ട് ബാക്കി എനിക്ക് അവരെ പുറത്താണ് സ്വന്തം കാര്യം ഉണ്ടാക്കാൻ എവിടെയെങ്കിലും പോവാൻ, അത് തീർന്നു. നിനക്ക് അതെയും ചെയ്യാൻ പറ്റുമോ? ഞാൻ 23 കിലോമീറ്റർ നടന്നു പറഞ്ഞത് ഒരു തമാശയല്ല, ഒന്നല്ല. എനിക്ക് എക്സസൈസ് ഞാൻ നടന്നിട്ടുണ്ട്, എവിടേക്കായാലും നടന്നിട്ടുണ്ട്. അത് എനിക്ക് ഓർത്തെടുക്കുന്ന കാര്യമില്ല. അവിടെയും ഇവിടെയും പലയിടത്തും രാജസ്ഥാൻ ഇംഗ്ലണ്ട് പലയിടത്തും നടന്നിട്ടുണ്ട്. അത് എൻ്റെ ഗുണം, എൻ്റെ ഒരു സ്റ്റൈൽ വ്യത്യാസം. ഞാൻ മേക്കപ്പും വലിയ ആർട്ടിഫിഷ്യലായിട്ട് ഒന്നും ഇടാനില്ല. അത് എൻ്റെ ഗുണം. ഞാൻ ചെയ്യണതിൻ്റെ എന്തെങ്കിലും ഞാൻ ചെയ്യണതിൻ്റെ എന്തെങ്കിലും വരും. ഇപ്പം ഈ മോഡൽ വേറെ ടൈപ്പ് വരുന്ന വ്യത്യാസമുണ്ട്. അത് എൻ്റെ ഗുണം. ഞാൻ ആർട്ടിഫിഷ്യൽ മേക്കപ്പ് ഒന്നും ജസ്റ്റ് ചെറിയ ഇങ്ങനെ തീർന്നു. ഞാൻ വലിയ ഇങ്ങനെയാണ് പരറ്റി വെക്കുന്നില്ലേ ക്യാൻസർ രോഗം വരുത്താനായിട്ട്. അപ്പോൾ തമ്മിൽ കൊല്ലിക്കണം, അവർ സൂക്ഷിക്കുക. മനസ്സിലായ? എന്താ വെച്ചാൽ ശരിക്കുള്ളത് ഉള്ള കാര്യം നിങ്ങൾക്ക് ഇല്ലാതാക്കാൻ പറ്റില്ല. ഉള്ള കാര്യം ഉള്ള പോലെയാണ്. നിന്റെ വെടുത്തം തമ്മിൽ കൊല്ലിക്കണതും എൻ്റെ കയ്യിൽ അങ്ങനത്തെ ഒരു അവസ്ഥ ഇല്ല. അപ്പോൾ നിങ്ങൾ തമ്മിൽ കൊല്ലിച്ച് ശരിക്കുള്ളതിന് വേറെ രീതിയിൽ ചോദിക്കുമ്പോൾ പറയാൻ പറ്റാത്ത രീതിയിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ പെടും. നിങ്ങളാണ് ശിഖണ്ഡികൾ ആരാധിക്കുന്നത് നശ്വരമായത് ആരാധിക്കുന്നത് നിരീശ്വരവാദികളും നിങ്ങളാണ്, ഞാനല്ല. പിന്നെ ഗുഡ്ക കഴിച്ച് വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോയവരും ഹിന്ദി ഗുഡ്ക കന്നഡ മലയാളി MDMA ഒക്കെയാണ്. പണ്ടത്തെ മലയാളികൾ പിന്നെയും പറയാൻ കുഴപ്പമില്ലാന്ന്. ഇത് ഹിന്ദിക്കാരുടെ കൂടെ ഹിന്ദി ഗുഡ്ക്കും കന്നഡ മലയാളി MDMAകളും എല്ലാം കൂടി ഒരു ടൈപ്പ് വൃത്തികെട്ട രീതിയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. തമ്മിൽ കൊല്ലിച്ച് അങ്ങനെയുള്ളവർ ഇത് പറയില്ല, ഒരിക്കലും പറയാനും സാധ്യതയില്ല, പറയൂല. പറഞ്ഞാൽ പെടും. തമ്മിൽ കൊല്ലിക്കണ രീതിയിൽ അവരെ കുടിച്ച് കള്ളു കുടിപ്പിക്കണവർ വരെ അവർ കണ്ട് അട്ടച്ചിരിച്ചിട്ട് നാടകം കളിക്കുക അവരുടെ മുന്നിൽ കരയണ പോലെ. അപ്പോൾ അങ്ങനെയുള്ള ഡ്രഗ് അഡിക്ട്സിൻ്റെ കയ്യിൽ നിങ്ങൾ തമ്മിൽ പിടി കൊടുക്കാതിരിക്കുക. തമ്മിൽ കൊല്ലിച്ചിട്ട് അത് സ്നേഹമാണ് ധൈര്യമാണ് പറഞ്ഞിട്ട് ബോധമില്ലാണ്ട് ഓരോന്നും ചെയ്തിട്ട് പ്രവർത്തിക്കാൻ പറഞ്ഞിട്ട് ബോധമില്ലാണ്ട് തമ്മിൽ കൊല്ലിച്ചിട്ട് ഷിജിനും മാമുക്കോയും പെട്ടത്തല ഗാണ്ടു മോഹൻലാലും ഗാണ്ടു ഷാറുഖ് ഖാനും പറയിപ്പിച്ച് പറയണവർ പറഞ്ഞുകൊണ്ടിരുന്ന ഗാണ്ടു ശിഖണ്ഡി ശോഭനയുടെ പോലെ ആയിരിക്കും ലാസ്റ്റിൽ. തലയ്ക്ക് വിവരമില്ലാത്ത പറയിപ്പിച്ച് പറയണവർ ബൂസ് കണ്ണുകളും നാച്ചുറൽ ഇല്ലാത്ത തലയ്ക്ക് വിവരമില്ലാത്ത വിഡ്ഢികളെ പോലെ. അതെ, ചേർച്ചയുള്ള കാര്യങ്ങളാണോ പറയണേ? നിനക്ക് ചിക്കൻ കറി ആവശ്യമുണ്ടെങ്കിൽ ഞാനൊരു പ്രോൺ കറി ഉണ്ട്. ഞാൻ ഇങ്ങനെ ചിക്കൻ പൊക്ക ഇങ്ങനത്തെ വാക്കുകൾ ഞാൻ വൃത്തിയായിട്ട് അർത്ഥത്തിൽ വളവിട്ട ഷോർട്ട് കട്ട് ഇതാവും എനിക്ക് ഉപയോഗിക്കാൻ അറിയില്ലെങ്കിൽ പിന്നെ എങ്ങനെ ചിലപ്പോഴത്തോട് ഉപയോഗിക്കണേ. നിന്റെ വെടിവാക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ ഞാൻ ഡ്രഗ് അടിച്ച് പരിശീലി പൊട്ടി എന്തെങ്കിലും ചെറുത് അല്ലെങ്കിൽ എന്തെങ്കിലും വീട്ടിലെന്തെങ്കിലും ആരെങ്കിലും സമയത്തിന് തത്വം എൻ്റെ ഭാഗ്യം, നിങ്ങളുടെ ഭാഗ്യമല്ല. നിങ്ങൾ കുറിച്ച് ഡ്രഗ് അടിച്ച് നടക്കണം. അത് പുറത്ത് ഞാൻ ഡ്രഗ് അടിച്ച് സിഗരറ്റ് വീടി വലിക്കാൻ പോയി അവരുടെ പോലെ. പിന്നെ എൻ്റെ അർത്ഥം ഞാൻ അവരല്ലാന്ന്. അനിയന്മാർ പോലെ ഡ്രഗ് അടിച്ച് കുടിച്ച് നടക്കണ പോലെ തെളുകും ഒരു ബന്ധമല്ല. അവർ വീട്ടിൽ ആരെങ്കിലും സത്തുണ്ടെങ്കിൽ സമയത്തിന് സത്തുണ്ടെങ്കിൽ പൈസ സത്തത് കൂടെയല്ല. എന്നിട്ട് അങ്ങനെ അവർ കുടിച്ച് ഡ്രഗ് അടിച്ചിരിക്കട്ടെ. ഞാൻ അവരെ നോക്കാൻ പോയാ, അവരെ വിഡ് അനുകരിക്കാൻ പോയാ, അവരുടെ റോമൻ കത്തിരിക്ക അനുകരിക്കാൻ പോയാ, വിഡിത്തം പറയണത് അനുകരിക്കാൻ പോയാ? ഇല്ല. പരിശീലനം പൊട്ടി ഡ്രഗ് അടിച്ച് കുടിച്ച് 20 ദിവസം ബെഡ് റെസ്റ്റായി. ആരെങ്കിലും അതിൻ്റെ കണക്ഷൻ അനുസരിച്ച് എന്തെങ്കിലും ഒരു കാണിക്കാനനുസരിച്ച് ചത്തു. ഞാൻ കുടിച്ചിറങ്ങി മടുത്തു, വിഷമം വരണം, ഒറ്റയ്ക്ക് ഫീൽ ചെയ്യണു, ചിന്താഭാരം ക്ഷീണം, കുടിച്ചിറക്കി അടിക്കാൻ ഞാൻ പോയാ? ക്ഷീണം പാവം ധൈര്യമില്ല എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ളവരാ എന്നെ പറഞ്ഞാൽ പോയാ? ക്ഷീണം പാവം പറഞ്ഞ് പോവാൻ പോയാ? ഇല്ല. പിന്നെ ഇതിനകത്ത് പറയേണ്ട കാര്യം ഒരു സ്ഥലത്ത് കണക്ഷൻ ഇല്ലാണ്ട് ചെയ്യണ പോലെ എവിടെ നിഴൽ കാണോ, എവിടെ മിറാച്ച് കാണണു? ഞാൻ എങ്ങനെയാണ് അവർ മുൻപരിചയിലാണ്ട് സംസാരിക്കാൻ പോണേ? ഞാൻ ആ സ്ഥാനത്തും നീ എവിടെയും ഓർത്ത് നോക്ക്. നീ അങ്ങോട്ട് വരുമോ? ഒരു നിഴല് കാണുന്നു എപ്പോൾ കാണിച്ച ഒരു ഇതെങ്ങനെ നിൽക്കണേ? ഇത് ലാസ്റ്റ് അവിടെ ഇത്ര ഹൈറ്റുണ്ട്, ഇത്ര പകുതി ഹൈറ്റ് വേണ്ടേ? അവിടെ നിഴല് കിടക്കണം, അവിടെ കുറവേ നടക്കണം, കപ്പ് കുറവേ എല്ലാവരുടെ അടുത്ത് പോവോ? അല്ലെങ്കിൽ ഇത്ര ഇത് നിറാച്ച് ഇങ്ങനെ കിടക്കണു, കണ്ണ് മൂക്കില്ല, ഫേസ് ഇല്ല, പോവും അവരോട് സംസാരിക്കാൻ. നീ എൻ്റെ സ്ഥാനത്ത് ഞങ്ങൾ അവിടെ നിൽക്കുന്നു ഓർത്തോക്ക്. അല്ലെങ്കിൽ ചേർച്ച ഇല്ലാണ്ട് മദറിലോ അമ്മയോട് എന്തെങ്കിലും ചെയ്തു, നിങ്ങളെന്തെങ്കിലും കൊണ്ടുവരില്ലടാ കൊണ്ടുവന്നാ കുഴപ്പമില്ലാന്നെങ്കിലും ജയിലിൽ ആരെയും കൊണ്ടുവന്ന് ഇങ്ങനെ ചെയ്തു, മറ്റുള്ളവർ അങ്ങനെ മറ്റേത് നീ അങ്ങനെ ചെയ്താൽ പിന്നെ ഇവിടെ കൊണ്ടുവന്നിട്ട് അങ്ങനെയൊക്കെ ചോദ്യം വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ആൾക്കാർ കൊണ്ടുവന്ന് ചെയ്തത് കുഴപ്പമില്ലെങ്കിലും എന്തുണ്ടായി യൂട്രസ് ഇല്ലെങ്കിലും ആ ചെയ്താൽ കുഴപ്പമായത് വേണ്ട, ഭക്ഷണം ഉണ്ടാക്കി കുരിശരൻ കൊണ്ട് ഇരുന്നാലും ജയില ആക്കണ്ടെങ്കിൽ ഡാഡി അങ്ങനെ ചെയ്യണ്ടെങ്കിൽ അങ്ങനെ അവിടെ പിന്നെ കല്യാണം കഴിച്ചിട്ട് ബാക്കി വേറെ വല്ല നടന്നാലും അതുപോലെ നടക്കുമോ?
എടാ അതിന് ഒഴുക്ക് പോണം. ഞാൻ എൻ്റെ സെലക്ഷൻ ഞാൻ ചെയ്തോളേ. ശോഭ സിറ്റി പോണേ എവിടെയെങ്കിലും വേറെ എത്ര പേരുണ്ട്, എത്ര പേര് സംസാരിക്കട്ടെ, KFC ബർഗർ ഇതൊക്കെ ചെയ്യാൻ എത്ര പേരുണ്ട്. എടാ നിങ്ങൾ ഫുൾ സ്റ്റാൻഡ് ചെയ്യണം എപ്പോഴും. നിങ്ങളെ ഒരു വേശ്യകളെ വീട്ടിലകത്ത് കയറ്റണേ. നിങ്ങളല്ലേ ഒരു കണക്ഷൻ ഇല്ലാണ്ട് അവർ ചെയ്യണത്. നിങ്ങൾ നാടകം കളിക്കണേ. നാടകത്തിന്റെ ആവശ്യം എന്താന്ന് നിങ്ങൾ പറയിപ്പിച്ച് പറയണോ? ഇവിടെ ആരെയും പറയിപ്പിക്കണോ വെട്ടി? ഇത് പറയാൻ ആരും പറയിപ്പിച്ചിട്ടാണ് പറയണേ. എന്തെങ്കിലും പറയാൻ എവിടെയെങ്കിലും എന്തെങ്കിലും ഡിസ്കസ് ചെയ്യുകയാണെങ്കിലും ഇവിടെ ചെസ് പെയിനാന്ന് വിചാരിച്ചിട്ടുണ്ടോ ചിലപ്പോ അല്ലേ? കഴുത്ത് ഇവിടുന്ന് വേറെ മസിൽ ഇതുണ്ട്, അതാണ് ഇങ്ങനെ ഇവിടെ വരേണ്ടത്. അത് മനസ്സിലാക്കാൻ പഠിക്കും. അങ്ങനെയാണ് നീ എത്ര കുടിച്ചിട്ടാ കടിച്ചത്? 90 വയസ്സ് 80 വയസ്സ് വരെ ഛർദ്ദിച്ച് നടക്കണു, ഇതൊക്കെ കഴിച്ച് ഫ്രൈഡ് റൈസ് കഴിച്ച് നീ എന്തൊക്കെ ബഹളം വെക്കണു? നീ ഹാർട്ട് അറ്റാക്ക് സത്താ? ഡയബറ്റീസ് 28 വയസ്സ് നടക്കണു. ഇപ്പൊ 65 വയസ്സായില്ലേ? നീ 95 വയസ്സ് വരെ ജീവിക്കും. അപ്പൊ ഹാർട്ട് അറ്റാക്ക് സത്ത് അർത്ഥം 95 തൊട്ട് 112 വയസ്സ് വരെ എത്ര ദൂരമുണ്ട്? ഒരു 20 വർഷം കൂടി. അത് ഇത്ര എത്തിക്കാൻ ഇത്ര ബുദ്ധിമുട്ടാണ് വെട്ടിക്ക്. കുടിച്ച് പരീക്ഷ തോന്നി കുടിച്ച് ഡക്കടിക്കാത്ത ഞാനാണ് 112 വയസ്സ് വരെ ജീവിക്കാത്തത്. നാളെ സാധാരണ പോകുന്നത് അല്ലേ? നീ പറഞ്ഞത് മിഥ്യധാരണ പുനർച്ച എല്ലാം വെടിത്തം വിശ്വസിക്കാണ്. നീ എത്ര കുടിച്ച് ഡക്കടിച്ചിറക്കണോ? പരീക്ഷയിൽ പൊട്ടിന്ന് പറഞ്ഞിട്ട് അവരിത് പറയൂ. കുടിച്ചിട്ട് അകടിച്ചാണ് പരീക്ഷ പൊട്ടി പറഞ്ഞിട്ട് അവൻ ഡയബറ്റീസ് ഉള്ള പലരും 68, 95, 65 വയസ്സ് വരെ, അതായത് 75, 85 വയസ്സ് വരെ, അല്ലെ 95 വയസ്സ് വരെ ജീവിക്കണോ? ഇപ്പൊ 112 വയസ്സ് വരെ ജീവിക്കാൻ 95 തൊട്ട് 20 വർഷം കൂടി ഉള്ളൂ. 112 വയസ്സ് 20 വർഷം കൂടെ ഇല്ല. ഇപ്പൊ 18 വർഷം. പതിനെട്ടല്ല 16 വർഷം. 95 തൊട്ട് 112 വയസ്സ് വരെ. അപ്പൊ എല്ലാം ആ രീതിയിൽ പോകണം. മനസ്സിലാക്കാൻ പഠിക്കാൻ എന്താണ്? ഒരു കണക്ഷൻ ഞാൻ എന്തെങ്കിലും വർത്താനം വന്നാൽ ഡിസ്കസ് ചെയ്ത് സ്നേഹിച്ച് ഒരു ഭാര്യയെ കളിച്ച് ബാക്കിയുള്ള ഷെയർ ചെയ്ത് തിരിച്ച് അതിപ്പോൾ ഇത്ര തിരിച്ച് പ്രതീക്ഷിക്കാൻ സ്നേഹിക്കുക, തിരിച്ച് പ്രതീക്ഷിക്കാൻ പങ്കുവയ്ക്കുക. വിഡിത്തം അവൻ്റെ ഭാഗം പ്രതീക്ഷിക്കണം. വിഡിത്തം ഷോർട്സ് കഴിക്കാൻ, ഷോർട്സ് വാങ്ങണ്ട. സ്പിരിച്വൽ ബ്രൈഡ് അതിൽ ഉടപടിയിലാണ് കഴിക്കാൻ പറഞ്ഞ വ്യത്യാസം അറിയില്ലേ? എന്തെങ്കിലും ആയിട്ട് പറഞ്ഞ് പോയിസ്റ്റിലായാലും ഒന്ന് അവർ ബാക്കിയുള്ളവർ ഇത് കണ്ടുപിടിച്ചാലും ചെയ്താലും യൂട്രസിലും ചെയ്താൽ ഉണ്ടായാലും ഇപ്പം സംസാരിച്ചാൽ അത് ഞാൻ എൻ്റെ ഭാഗത്തല്ല, അവർ വന്ന് ചെയ്തു പോയതല്ലേ, ഫ്രണ്ട്സ് ചെയ്തു പോയി. പക്ഷെ കണ്ടുവരുന്ന വൈഫിന് ഡ്രൈവേഴ്സ് വൈഫ് ഏതാണെങ്കിലും മദറിലുമായിട്ട് അങ്ങനെ കണക്ഷൻ ഉണ്ടെന്ന് അങ്ങനെ ഇവിടെ ഇഷ്ടമായില്ലെങ്കിലോ? അവിടെ ആയിരിക്കും വേറെ എല്ലാവരും കൂടി ചെയ്യിപ്പിച്ചത് പോലെയോ? അപ്പോൾ അവിടെ വഴക്കോ വേറെ. അല്ലാണ്ട് 12 ലക്ഷം 10 ലക്ഷം രൂപ സേവ് ചെയ്ത് 6500 മന്ത്ലി ഇൻട്രസ്റ്റ് ഉണ്ടാക്കിയിട്ട് അവിടെ തട്ടിമുട്ടി പഠിപ്പിച്ചു. പഠിപ്പൊന്നും അധികം വേണ്ട, 16, 17, 18, 20 വയസ്സിൽ വലിയ പാർട്ട് ടൈം ജോബ് കണക്ഷൻ അനുസരിച്ച് ചെയ്തു. പക്ഷെ പാർട്ട് ടൈം വലിയ ജോലി 2 വർഷം സംഭരിച്ചിട്ട് സാലറി പാർട്ട് ടൈം സ്റ്റഡി ചെയ്ത് ഒരു 23 വയസ്സിൽ വേറെ ജോലി നല്ല ജോലി കണ്ടുപിടിച്ച് വിവാഹത്തിൻ്റെ ഉടമ്പടി ഇല്ലാണ്ട് ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ടായിട്ട് അല്ലെങ്കിൽ ജോലിയുള്ള പെണ്ണുങ്ങൾ കഴിച്ച് റെൻ്റെടുത്ത് താമസിക്കണ പോലെ ഞങ്ങൾക്കൊന്നും വേണ്ട ഉള്ള രീതിയിൽ പോണ രീതിയൊന്നും വരണല്ലേ. അതിൽ വേറെ എന്തെങ്കിലും നടന്നാൽ അവർക്ക് പോകും. അത് കണക്ഷൻ ചെയ്ത് മുമ്പ് ഇവരായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് പിന്നെ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി വീട്ടിൽ കുറേ കാര്യങ്ങൾ വഴങ്ങിയിട്ടല്ലേ പിന്നെ അങ്ങനെ കാര്യങ്ങൾ വരുന്നത്. അതുകൊണ്ട് എവിടെയോ കാണാത്തവർ നിഴലും നീ എൻ്റെ സ്ഥലത്ത് കാണ്. ഏതെങ്കിലും കല്യാണം കഴിച്ചിട്ടില്ല, ഏതെങ്കിലും നിഴലിൽ അവിടെ നിൽക്കുന്നുണ്ട്, അവിടെ ഇരിക്കുന്നുണ്ട്, അവിടെ ഒരു പോകണ്ട, അവിടെ ബൈക്കിൽ പോകണ്ട, ഇവിടെ പോകണ്ട, അവിടെ പോകണ്ട, അവിടെ ഉണ്ട് 18, 20 വയസ്സ്. അവർ എല്ലാവരും ക്ഷണിച്ചോണ്ടിരിക്കും അവിടെ. അവിടെ ഞാൻ എത്ര ക്ഷണിക്കാം? അവിടെ ഞാൻ മഞ്ഞ കള്ള് കുടിച്ചിട്ടൊക്കെ അടിച്ചിട്ട് അങ്ങനെയാണോ പോണത്? കള്ളും കുടിച്ചിട്ടൊക്കെ അടിച്ച് സാധിച്ച് അങ്ങനെയാണോ ചെയ്യണത്? നിങ്ങൾ ഗ്ലീഷോ തമ്മിൽ നിങ്ങളുടെ ഗ്ലീഷോ അനിയന്മാരെ കുടിച്ചിട്ട് കുട്ട കഴിച്ച് നടക്കുന്നുണ്ട്, സിഗരറ്റ് ബീഡി വലിച്ച്. ആ ഗണത്തിൽ നീ ആ ഗണത്തിൽ പെടണം. മനസ്സിലാക്കാൻ എന്ത് ബുദ്ധിമുട്ട്? അവർ ഇതുപോലെ പറയോ? തിരിച്ച് പ്രതീക്ഷിക്കാണ്ട് സ്നേഹിക്കുക, തിരിച്ച് പ്രതീക്ഷിക്കാൻ പങ്കുവയ്ക്കുക, ഷോർട്സ് വാക്കുകൾ പറയരുത്, ഷോർട്സ് കഴിക്കാണ്ട് അവരുടെ വിഡിത്തം മാറും പ്രതീക്ഷിക്കണം, വിഡിത്തം കഴിക്കാണ്ട് സ്പിരിച്വൽ ആയിട്ട് വിവാഹത്തിനോട് പഠിക്കുന്ന അവർ പറയോ? റോമൻ കാത്തലിക്കും ഹിന്ദു മുസ്ലിമും നിരീശ്വരവാദങ്ങൾ പറയത്. ക്രിസ്ത്യാനിറ്റിക്ക് വിപരീതമായിട്ടുള്ള നിരീശ്വരവാദം മുസ്ലിം, ഹിന്ദു, റോമൻ കാത്തലിക് വിപരീതം ചെയ്യണം, വിഡിത്തം ചെയ്യണം, ആരാധിക്കണം ഇവർ പറയോ? ഇല്ല, അവർ പറയാൻ പേടും.
ഇപ്പോൾ ടേബിളിൻ്റെ കാര്യം പറഞ്ഞു. 1 തൊട്ട് 12 വരെ ടേബിൾ പറഞ്ഞു. ഞാൻ എപ്പോഴോ ഇവിടെ ഒന്ന് കിടന്നുറങ്ങി ഒരു 7:30 8 ഗോവയല്ലേ, ഇവിടെ ഒന്നുമല്ലേ 9:30. നിങ്ങൾ എന്തിനും ഇവിടുത്തെ കാര്യം ചിന്തിക്കണേ, അവിടുത്തെ കാര്യം പറയുമ്പോൾ. എൻ്റെ ഡാഡി ഹിന്ദിക്കാരനാണോ, അമ്മി ഹിന്ദിയാണ്, 2 മലയാളി ഒരു ആ ക്രിസ്ത്യാനിറ്റിയുടെ ജീൻസ് 20 ചെറു മുമ്പ് വന്നതല്ലേ. ഇംഗ്ലീഷ് പറഞ്ഞാലും തന്നു കഴിഞ്ഞാൽ മാർക്ക് പിടിച്ചാണ് ഫോണിനെ വെട്ടി. മലയാളം എടുത്ത് ഇംഗ്ലീഷ് പഠിച്ചപ്പോൾ പറഞ്ഞ പോലെ ടേബിൾ ഇപ്പോൾ എനിക്ക് അവർ ഉറക്കത്ത് ഗാർഡ് 7:30 8:30 9:30 10:00 എഴുപ്പിച്ച് മൈക്കിൽ പറയിപ്പിക്കുമ്പോൾ ഞാൻ എനിക്ക് ബുക്ക് വേണം, എനിക്ക് കണ്ട് പറയാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. അല്ല, അപ്പം തന്നെ ആ രീതിയിൽ പറഞ്ഞില്ലേ, അതിന് ധൈര്യം ഉണ്ടെന്ന് അർത്ഥം. ഞാൻ ചീന പേടി, ചീന ഒറ്റയ്ക്കാണ്, ഫീലിംഗ് ഉണ്ട്, മറ്റേ ചിന്തഭാരമാണ് ഞാൻ പറഞ്ഞ് നടക്കണ്ട. അന്ന് എപ്പോഴും കുടിച്ചിട്ട് അകടിച്ച് നടക്കണം നിന്റെ പോലെ. അപ്പം തന്നെ 1 തൊട്ട് 12 ആ ബൈക്കിൽ ഇതാണെങ്കിലും പറഞ്ഞ് 12 വരെ എത്തിയില്ലോ. അത് ജമ്മ ഹർഷായിരിച്ചു ആ രീതിയിൽ അവർ സ്റ്റേജ് വരുന്നല്ലേ. എങ്ങനെയാണ് കുരുട്ട് ഉണക്കം മാമുക്കോയെന്ന് പറയോ? ഉണക്കം പിടിച്ച ഷാർക്ക് തന്തേനും തള്ളേനും മൃഗം കൊല്ലിച്ച് ചേച്ചിമാരെ ഭ്രാന്തിയാക്കിയിട്ട് പറയിപ്പിച്ച് പറഞ്ഞാൽ മാത്രമാണ് ഡ്രഗ് അഡിക്സ് പറയിപ്പിക്കണം അവർ പറയൂ. ഇവിടെ പറയിപ്പിച്ച എന്നോട് ടേബിൾസ് റെക്കോർഡ് ചെയ്ത് പറക്കുക, ഞാൻ നോക്കി പറഞ്ഞ അവർ പറയിപ്പിച്ച ആ ഫ്ലോ ആയിട്ട് 1 തൊട്ട് 12 വരെ 5 വയസ്സുകാരൻ അവിടെ 1 തൊട്ട് 2 പേരെ പറഞ്ഞിട്ട് നിർത്തിയാ ഞാൻ. അതിനെ ഫുള്ളായിട്ട് പറഞ്ഞു. ഇപ്പം നിങ്ങൾ 78 വയസ്സായില്ലോ, 80 60 65 വയസ്സായില്ലല്ലോ. നിങ്ങൾ പറയത് കാണാണ്ട് നിങ്ങൾ പറയുന്ന വിഡിത്തത്തിലുള്ള വിഡിത്തല്ലേ ബുദ്ധി. വേറെ രോഗികളും വൃത്തികെട്ട പഴയ സ്ഥലത്തുണ്ട്, വൃത്തിയുടെ സ്ഥലത്ത് ബാഡിൽ മോട്ടിവേറ്റഡ്. ഞാൻ അവരെ കുറ്റം പറയില്ല. നിങ്ങളാണ് കള്ളു പിടിച്ചിട്ട് വീട്ടിൽ ഹോസ്റ്റലിൽ ഡ്രഗ് അടിച്ച് കുടിച്ച് നടന്നിട്ട് എവിടെയോ കിടക്കണവര് ഇവര് കുറ്റം പറഞ്ഞ് നടക്കും പേഷ്യൻസിനെ. 5 വയസ്സായാലും കാണേണ്ട 1 തൊട്ട് 12 വയസ്സ് 12 വരെ പറയേണ്ട എത്ര ഉണ്ടാവും? 1 2 3 പറഞ്ഞ് എല്ലാം പറയാൻ കാണേണ്ട പറഞ്ഞു. അല്ലാണ്ട് നോക്കി അവിടെ നോക്കിയിട്ടാണ് പറഞ്ഞത് ഞാൻ. അപ്പം അതനുസരിച്ച് ഇപ്പോൾ 1993 തൊട്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1993 എന്ന് പറഞ്ഞാൽ 1950 ആണോ? 1950 1947 1960 എവിടെ കിടക്കണു? നിങ്ങളാണോ ചെയ്യോ? 95 പുതിയ യുഗത്തിൻ്റെ അടുത്ത് കിടക്കുക, 2000 അടുത്ത്. നിങ്ങളെന്തായാലും 1947 ഞാനാണ് പറയും. നിങ്ങളാണ് 1988 95 ജനിച്ചത്. നിങ്ങൾക്കാണ് 26 30 37 35 വയസ്സിൻ്റെ നടക്കി നിൽക്കുന്നത്. നിങ്ങൾക്ക് 80 90 75 വയസ്സാണ് വെട്ടി. നിങ്ങൾക്ക് 80 70 68 കുറെ വെടി വാക്യങ്ങളും ഒരു കണക്ഷൻ ഇല്ലാത്ത നമ്പേഴ്സായിട്ട് നിങ്ങൾ ജനിച്ചാണ്. ഞാൻ പറഞ്ഞു 1947 ഞാൻ ജനിച്ചതാണ്, 1950 1955. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ 80 85 90 വയസ്സായിണ്ടാവില്ലേ? അത് ഞാൻ പറഞ്ഞു. നിങ്ങൾ ഏത് കണക്ഷൻ ഇല്ലാത്ത വെഡിത്തിന് പറഞ്ഞു. അവരാരും കോപ്പി ചെയ്യുമ്പോൾ വേണ്ട. 1987 വരെ പഴകിയ അഡ്വർടൈസ്മെന്റും ഇല്ലാത്ത TV-യിലൊന്നും ഇല്ല. 95 കൊണ്ട് പുരോഗമനം അന്ന് അടുപ്പിച്ച് പെട്ടെന്ന് വളരല്ലേ. അതനുസരിച്ച് വരുന്നത്. അന്ന് അങ്ങനെയാണ് 1965 1975 1985 1970 1985 അന്ന് തൊട്ട് അവരുടെ പേരനുസരിച്ചുള്ള കാര്യങ്ങൾ വരണ്ട. അവരുടെ പേര് അന്ന് അങ്ങനെയല്ല. ഈ വൃത്തിയുള്ള ശിഖണ്ഡികളെ അരച്ചിട്ട് നരകി നീങ്ങാനായിട്ട് സ്വന്തം പേര് പുറത്തേറ്റ് മാറ്റി പറയിപ്പിച്ച് പറയുന്നതാണ്. ആരും കണ്ടിട്ട്, ആരും ഒബ്സർവ് ചെയ്തിട്ട്. അത് ഇവിടെ നടക്കണേ. നിങ്ങളുടെ പഴയ സമയത്ത് 1947 തൊട്ട് 1985 വരെ അതുണ്ടാ, 1987 വരെ അതുണ്ടാ. നിങ്ങൾ കാണുന്നതെങ്കിൽ അന്നത്തെ പഴയ എഡ്യൂക്കേഷനാണ്. പഴയ ഇംഗ്ലീഷ് അങ്ങനെയൊന്നും ഇല്ല. പഴകിയതും പുതിയതും തമ്മിൽ വ്യത്യാസം അതെങ്കിലും അറിയോ? പരീക്ഷയിൽ പോറ്റു വിവരമില്ല. 20 വർഷം വേലായിരുന്നു കുടിച്ചിട്ട് അകടിച്ച് ഇറക്കുന്നുണ്ട്. അതുപോലെ കുടിച്ചിട്ട് അകടിച്ച് ഇറക്കണ്ട ഞാൻ. എന്നിട്ട് നിങ്ങൾ MDMA കൊണ്ടുകൊണ്ട് ചെലവാക്കാൻ വരണം അല്ലേ? പിന്നെ അസമയത്തല്ല ചെയ്തിട്ടുണ്ട്. എല്ലാം അസമയത്തല്ല ചെയ്യേണ്ടത്. എല്ലാം ചേർന്ന സമയത്ത് ചെയ്യുക. ചേർന്ന സമയത്ത് പോവേണ്ടാത്ത സമയത്ത് ഡ്രഗ് അടിച്ചവരെ പോവുക. പരീക്ഷയിൽ പൊട്ടിയെന്ന് പറഞ്ഞിട്ട് KFC ബർഗർ കഴിച്ചിട്ട് അസമയത്ത് ചെന്നിട്ട് ഷോബസിറ്റി 4 പേര് കണ്ടവർ പിന്നെ കാണാൻ പോകുന്നത് അസമയത്ത് ചെയ്യുന്നത്. അസമയത്ത് പോകുന്നത് വേണ്ടാത്തവർ ചെയ്യണേ. ജീവിക്കാൻ ആഗ്രഹത്തില്ലാത്തവർ തമ്മിൽ കൊല്ലിക്കണവരും സ്ത്രീകളും ഡ്രഗ് അടിച്ച് നടക്കണ മുണ്ട് ഷർട്ടിട്ട ഹിജറ പോലത്തെ പുരുഷന്മാരും തമ്മിൽ കൊല്ലിച്ച് മാറി ചിരിക്കണവരും അവരെ ബാക്കിയുള്ള കാണിക്കാനായിട്ട് കുടിച്ച് ഡ്രഗ് അടിച്ച് വിഷമം കാണിക്കണവരും അവരും തമ്മിൽ അരുന്നൂട്ടി വാങ്ങണവരും. മനസ്സിലാവണ്ട. ആ സമയത്തല്ല ചെയ്യേണ്ടത്, ചേർന്ന സമയത്ത് ചെയ്യുക. ചേരുന്ന സമയത്ത് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ചെയ്യാൻ ഷോർട്സ് വാക്കുകൾ പറഞ്ഞു തിരിച്ച് പ്രതീക്ഷിച്ച് വിഡിത്തം പ്രതീക്ഷിച്ച് ചെയ്യുന്നതല്ല കാര്യം. തലയ്ക്ക് സുഖമില്ലാത്ത പോലെ തിരിച്ച് പ്രതീക്ഷിക്കാണ്ട് ചെയ്യുന്നതല്ല, തിരിച്ച് പ്രതീക്ഷിക്കാണ്ട് ചെയ്യുക. പങ്കുവയ്ക്കുക, സ്നേഹിക്കുക. അല്ലെങ്കിൽ എന്തെങ്കിലും വിവാഹത്തിൻ്റെ ഉടമ്പടി സ്പിരിച്വൽ ബ്രൈഡ് എന്ന് പറഞ്ഞാൽ ഷോർട്സ് വാക്കുകൾ ഉപയോഗിക്കാണ്ട് ഷോർട്സ് കഴിക്കാണ്ട് അതിനെ കുറിച്ച് പറയണേ അല്ലേ? ക്രിസ്ത്യാനിറ്റി യോജിച്ച് പറയണേ സന്ദർഭം. നിന്റെ ഹിന്ദു മുസ്ലിം റോമൻ കാത്തലിക്കും നിരീശ്വരവാദം നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ശരി ചൊറിച്ചിലുണ്ടെങ്കിൽ കിടന്നുറങ്ങിക്കുക 11 വർഷം. ചൂച്ചു എന്ന് പറഞ്ഞ് നടക്കണോ? ഞാൻ അങ്ങനെ പറഞ്ഞു തന്നിട്ടില്ലേ? പറയാത്തതുകൊണ്ടാണ് ഞാൻ പറയണേ. മനസ്സിലായി? പറഞ്ഞവർ ഇതിനെക്കുറിച്ച് പറയില്ല.
അപ്പോൾ കുടിച്ചിട്ട് ബോധത്തോടെ ചെയ്യണ കാര്യങ്ങൾ പറയണം ചേർന്ന സമയത്ത്. അവിടെ അസമയത്ത് പറഞ്ഞാൽ 12 മണിക്ക് ചെയ്യണ എന്ന കാര്യമല്ല, അസമയത്ത് ആവശ്യമില്ലാത്ത സമയത്ത് ചെയ്യേണ്ടതല്ല, ചേർന്ന സമയത്ത് ചെയ്യുക. അല്ലാണ്ട് ആരും എന്തോ നിങ്ങൾ വെഡിത്തം ശരിക്കുള്ളതിനെ വിപരീതമായി കണ്ടു, വിപരീതം ചെയ്യണവരെ വീട്ടിൽ കയറ്റി എന്തോ വെഡിത്തം ഒപ്പിച്ചു, അതല്ല. ഒരു കാര്യം ചേർന്ന ഏത് രീതിയിൽ പോകണം ആ രീതിയിൽ പോവുക. അതുകൊണ്ട് ഷിജീനും മാമുക്കോയും നിങ്ങളുടെ പോലെ കുടിച്ച് ഡ്രഗ് അഡിക്സ് പറയിപ്പിച്ച് തരണ അബദ്ധവശാൽ തമ്മിൽ കുരുട്ട് മോന്ത പങ്കുവെച്ചിട്ട് ഉറക്കം തൂങ്ങിയ മോന്ത കൊണ്ട് സ്വന്തം തന്തനെ തള്ളതിനെ ആയിരുന്നു കൂട്ടി വാങ്ങിപ്പിച്ചിട്ട് സ്വന്തം പേരും അല്ല സ്വന്തം ബർത്ത് റേറ്റും അല്ല ഏതോ സമയത്ത് ജനിച്ചവർ ശിഖണ്ഡികളെ ആരാധിച്ചിട്ട് വൃത്തിഹീനമായ ശിഖണ്ഡികളെ ആരാധിക്കണവരും നിരീശ്വരവാദ വിഡ്ഢികളും പിന്നെ ശിഖണ്ഡിനെ ആരാധിക്കുന്ന ഹിന്ദുസും മുസ്ലിംസും റോമൻ കാത്തലിക്സും വിപരീതം ചെയ്യണം, ബൈബിളിന് വിപരീതം ചെയ്യണം. നിരീശ്വരവാദികളും റോമൻ കാത്തലിക്സും ഹിന്ദുസും മുസ്ലിംസാണ് പെടാൻ പോകുന്നത്. അവരെക്കുറിച്ച് ഞാൻ അവരുടെ കുറിച്ച് ചൂണ്ടിക്കാണിക്കണുള്ളൂ. ക്രിസ്ത്യാനിറ്റിനെ കുറിച്ച് യോജിച്ചവിടെ പറയണേ. അത് ഇതിൻ്റെ ഹിന്ദു മുസ്ലിമും റോമൻ കാത്തലിക്കും ഖുറാനും വൃത്തികെട്ട ഗാണ്ടു ഷാറുഖ് ഖാനും കുറിച്ചല്ല അവിടെ പറയണേ. പിന്നെ ജീവനുള്ള ദൈവം എന്ന് പറഞ്ഞാൽ അതേപടി വന്നിട്ടുള്ളതാണ്. സമയത്തിന് പെർഫെക്റ്റ് ആയിട്ട് ഏത് ലൂപ്പ് ഹോളാണെങ്കിലും 20th സെഞ്ചുറി മുമ്പാണെങ്കിലും അതിന് മുമ്പ് ഒരു 10,000 എത്രയോ വർഷം 20,000 വർഷം എന്തോ ആൽഫയാണ് ഏതാണെങ്കിലും അതാണ് ആൽഫ തൊട്ട് ഒമേഗത്തോട് വരെയുള്ള കണക്ഷൻ. അല്ലാണ്ട് മെറ്റീരിയലിസ്റ്റിക് പുനർജന്മം ഇല്ല. ശിഖണ്ഡികളെ അരച്ച് നിരീശ്വരവാദം ഹിന്ദു മുസ്ലിമും വിപരീതം ചെയ്യണ റോമൻ കാത്തലിക്കും ദൈവരഹിതമായിട്ട് ചെയ്യണ വിഡ്ഢികളും വിപരീതം ചെയ്യണവരും ഇവർക്ക് പുനർജന്മം ഒന്നുമില്ല. ഈ വിഡ്ഢികൾ തന്നെ പിന്നെയും ജീൻസ് വഴി വേറെ രീതിയിൽ ജനിക്കുന്നത്. ഇവർ ജനിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ജനിച്ചതെന്ന് തമ്മിൽ ചോദിക്കണം. തമ്മിൽ അരുന്നൂട്ടി വാങ്ങി കൊല്ലിക്കുന്നത് ഇവർ തന്നെ. അപ്പോൾ അത് വിഡ്ഢിത്തത്തിലും ധൈര്യമില്ലാത്തവരും അങ്ങനെയാണ് അവർ. അപ്പോൾ ധൈര്യത്തോടെ ചെയ്യണവർ അവർ ശരി പറയണവർ അവർ വിപരീതമായിട്ട് തോന്നും. അതിൽ കാര്യമില്ല. അപ്പോൾ സ്ത്രീകളും പുരുഷന്മാരും ഹിജറകളും ശിഖണ്ഡികളും ചിടങ്ങളും ഓരോപോലെ മന്ദബുദ്ധികളും ഓരോ ഡ്രഗ് അടിച്ച് തമ്മിൽ അരുന്നൂട്ടി വാങ്ങിക്കൊണ്ടിരുന്ന തമ്മിൽ കൊല്ലിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമില്ല. ശരി കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തെറ്റായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ വിപരീതമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് കേൾക്കേണ്ട കാര്യമില്ല. ക്രിസ്ത്യാനിറ്റി ആയിട്ട് യോജിച്ച് പറയണതിനെ നിങ്ങൾ വേറെ രീതിയിൽ കാണുകയാണെങ്കിൽ ഇവിടെ ഒരു ബാഡ് പ്രസൻസിൻ്റെ ആവശ്യമില്ല. നിങ്ങളുടെ യഹോവ എന്ന് പറയുന്നത് അതേപടി ഉണ്ടായതാണ്. അതായത് മൂമ്മന്മാരും കുടിച്ചിട്ടൊക്കെ ചേർക്കുന്ന ഖുറാനായിട്ടും വിശ്വാസമായിട്ട് ബന്ധമില്ല. ദൈവം എന്ന് പറഞ്ഞാൽ ജീവനുള്ള ദൈവം അതേപടി വന്നത്. അതേപടി എന്നാണ് യഹോവ. സ്വയംഭൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവനുള്ള ദൈവം എന്ന് പറഞ്ഞാൽ എല്ലാം അറിയാം, വിവരമുള്ളതാണ്. അതിൽ വിശ്വാസി എന്ന് പറഞ്ഞ സാധനം വരണല്ലേ, മനസ്സിലാവുണ്ടോ? അത് പെന്തക്കോസ്തും ബാക്കിയുള്ളവർ ക്രിസ്ത്യാനിറ്റിയും യഹൂദി ക്രിസ്ത്യാനും അങ്ങനെ വരുന്നു. അല്ലാണ്ട് നിരീശ്വരവാദിയും അല്ലാണ്ട് നിരീശ്വരവാദവും അതിൽ ചേർന്ന ഹിന്ദുസും മുസ്ലിംസും റോമൻ കാത്തലിക്സും ജീവനില്ലാത്തവരെ ആരാധിക്കുന്നവർ ഇതിൽ ഉൾപ്പെടേണ്ട കാര്യമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ക്രിസ്ത്യാനിറ്റി യോജിപ്പിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് ചൊറിച്ചിൽ തോന്നുന്നുണ്ടെങ്കിൽ ഈ ഹിന്ദുസും നിരീശ്വരവാദികളും മുസ്ലിമും ശിഖണ്ഡിലും ആരാധിക്കണവരും വൃത്തിഹീനമായ വിപരീതം ചെയ്യുന്ന റോമൻ കാത്തലിക്സും ഇവിടെ വരേണ്ട കാര്യമില്ല. ബാഡ് പ്രസൻസിൻ്റെ ആവശ്യമില്ല. അത്ര വരുമ്പോൾ വേറെ രീതിയിലൊക്കെ ചോദിക്കുമ്പോൾ വേറെ രീതിയിൽ ഒക്കെ വരും. ബോധമുള്ളവർക്ക് മിണ്ടാണ്ടിരിക്കുന്ന സമയത്ത് മിണ്ടാണ്ടിരിക്കുകയും ചെയ്യാൻ മുമ്പ് നിങ്ങൾ കേട്ടതാണ്. നിങ്ങൾക്ക് എന്താ പ്രൂഫ് അറിയില്ലെങ്കിൽ നിങ്ങളെന്നെ ആരാന്ന് ചോദിച്ചാൽ നിങ്ങൾക്കൊന്നും പറയാൻ അറിയില്ലെങ്കിൽ ബാക്കിയുള്ളത് കിട്ടും. അതായത് നിങ്ങളുടെ വിവരമില്ലായ്മ, നിങ്ങളുടെ MDMA ബോധമില്ലാത്ത അവസ്ഥ ഇവിടെ ചിലവാവില്ല. അതുകൊണ്ട് തന്നെ പറഞ്ഞു നിങ്ങളുടെ മാമുക്കോയകളൊക്കെ കുറേ പേരുണ്ടാവും. MDMA അവർ കഴിക്കുന്നത് ഇവിടെ വന്ന് വല്ല കബോർഡിൽ ഇട്ടാൽ ഞാൻ വന്നത് അവരുടെ പോക്കറ്റിൽ ജീൻസിൻ്റെ പോക്കറ്റിൽ പിൻ പോക്കറ്റിൽ ഇരിക്കേണ്ടത്. പിന്നെ ഞാൻ വെച്ചത് പിന്നെ നിങ്ങൾ ബൂസ് അടിച്ച് ബോധമില്ലാത്തവർ ഗേറ്റ് കടന്ന് പുറത്തേക്ക് കിടക്കുമ്പോഴേ അറിയുള്ളൂ ഇവിടെ തടസ്സം ഉണ്ടെന്ന് നിങ്ങളുടെ പോക്കറ്റിൽ. അപ്പോൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കും. നിങ്ങളുടെ കയ്യിൽ വെഡിത്താണ് ഇരിക്കണമെങ്കിൽ നിങ്ങളുടെ വെഡിത്തം നിങ്ങളുടെ കയ്യിലിരിക്കും. അല്ലാണ്ട് വിവരമുള്ള എൻ്റെ കയ്യിലല്ല നിങ്ങളുടെ വെഡിത്തം ഇരിക്കുന്നത്. മനസ്സിലായല്ലോ? ഒരുവൻ വാസിക്കിരാ ഇരുട്ടിലിരുന്ന് ഞാൻ യാസിக்கிறேன் தவம் போலிருந்து யோசிக்கிறேன் அதை தவணை முறையில் நேசிக்கிறேன் எவனோருவன் வாசிக்கிறான் இருட்டிலிருந்து நான் யாசிக்கிறேன் எவனோருவன் வாசிக்கிறான்
இருட்டிலிருந்து நான் யாசிக்கிறேன் தவம் போலிருந்து யோசிக்கிறேன் அதை தவணை முறையில் நேசிக்கிறேன் கேட்டு கேட்டு நான் கிறங்குகிறேன் கேட்பது எவனோ அறியவில்லை காற்று மூங்கிலின் காதுக்குள்ளே அவன் ஊதும் ரகசியம் புரியவில்லை எவனோருவன் வாசிக்கிறான் இருட்டிலிருந்து நான் யாசிக்கிறேன் പുല്ലാങ്കുഴലേ പൂങ്കുഴലേ നീയും നാനും ഒരു ജാതി പുല്ലാങ്കുഴലേ പൂങ്കുഴലേ നീയും നാനും ഒരു ജാതി உள்ளே உறங்கும் ஏக்கத்திலே உனக்கும் எனக்கும் சிறைபாதி கண்களை வருடும் தேனிசைலே என் காலம் கவலை மறந்திருப்பேன் இன்னிசை மட்டும் இல்லை என்றால் நான் என்றோ என்றோ இருந்திருப்பேன் எவனோ ഒരുവൻ വാസിக்கிறான் ഇരുട്ടിലിരുന്ന് ഞാൻ യാസിக்கிறேன் ഉറക്കം ഇല്ല മുന്നിരവിൽ എൻ ഉൾമനതിൽ ഒരു മാറുതലാ ഉറക്കം ഇല്ല മുന്നിരവിൽ എൻ ഉൾമനതിൽ ഒരു മാറുതല ഇറക്കം ഇല്ല ഇറവുകളിൽ ഇത് യവനോ അനുപ്പം മാറുതല എന്തം സോകം തീർവതற்கு இதுபோல் மருந்து பிரிதில்லையே அந்த குழலை போல் அழுவதற்கு அத்தனை கண்கள் எனக்கில்லையே எவனோருவன் வாசிக்கிறான் இருட்டிலிருந்து நான் யாசிக்கிறேன்